السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. ബഹുമാന്യരായ ഉസ്താദുമാരെ, ഈ വർഷം ഹജ്ജ് ഉദ്ദേശിക്കുന്ന വിശ്വാസികളെ, അവരോടൊപ്പം ഈ ക്ലാസ്സിലേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ സംഗമത്തിൻ്റെ ഫലമായി നമുക്കെല്ലാവർക്കും നിരവധി തവണ ഹജ്ജും ഉംറയൊക്കെ നിർവഹിക്കാൻ, സന്തോഷത്തോടുകൂടെ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് തിരിച്ചെത്താൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഈ സംഗമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും ഇതുവരെയുള്ള പ്രഭാഷണങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ആവർത്തിക്കുന്നില്ല. ഹജ്ജ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിർബന്ധമായ ഘടകമാണ്. അത് നിബന്ധന വയ്ക്കുന്ന ആളുകൾ നിർവഹിക്കുന്നതോടുകൂടെയാണ് അവരുടെ ഇസ്ലാം പൂർത്തിയാകുന്നത്. അതുകൊണ്ടാണ് നേരത്തെ നമ്മുടെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിൻ്റെയും ഉംറയുടെയും ഒക്കെ അവസരം എത്തിയിട്ട് സൗകര്യം ലഭ്യമായിട്ട് അത് നിർവഹിക്കാത്ത ആളുകൾ അന്യമതസ്ഥരായി മരണപ്പെടുമെന്ന് പറയുന്നത്. ഇസ്ലാം പൂർത്തിയാവണമെങ്കിൽ ഹജ്ജ് കൂടെ നിർവഹിക്കണം, അല്ലെങ്കിൽ അന്യമതക്കാരെ പോലെ മരിക്കേണ്ടി വരും. അത് ഒത്തുവരാൻ കുറേ നിബന്ധനകളുണ്ട്, നമുക്കൊക്കെ അറിയാം. സ്വതന്ത്രനായ, ബുദ്ധിയുള്ള, പ്രായപൂർത്തിയായ, ഹജ്ജിനുള്ള 3 രീതിയിലുള്ള സൗകര്യങ്ങൾ ഒത്തുവരുന്നവർക്കാണ് ഹജ്ജ് നിർബന്ധമാവും. 3 രീതിയിലുള്ള സൗകര്യങ്ങൾ നമുക്കൊക്കെ അറിയാം. സാമ്പത്തികമായി സൗകര്യം വേണം, ആരോഗ്യപരമായി അതിനുള്ള കഴിവ് വേണം, അതോടൊപ്പം യാത്രാപരമായ സുരക്ഷിതത്വവും വേണം. ഇങ്ങനെയുള്ള നിബന്ധനകൾ ഒത്തുവരുന്ന വിശ്വാസികൾക്കാണ് ഹജ്ജ് നിർബന്ധമാവുക. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒത്തുവരുമ്പോൾ അനാവശ്യമായ കുറേ ആശങ്കകളൊക്കെ വെച്ച് ഹജ്ജ് പിന്തിപ്പിക്കുന്നൊരു ശൈലി പൊതുവെ ചില ആളുകളിലൊക്കെ കാണാറുണ്ട്. കുറേ സങ്കല്പങ്ങളുണ്ട്. ഇനിയും കുറേ ഫ്ലാറ്റ് നേടാനുണ്ട്, ബിസിനസ് ഒന്നുകൂടെ ഉഷാറാക്കാനുണ്ട്, മോളെ കല്യാണം കഴിച്ചയക്കാനുണ്ട്, കല്യാണം അയച്ച മോൾക്കൊരു വീട് വയ്ക്കാനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാവണം ഹജ്ജ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. നല്ല ആരോഗ്യമുള്ള സന്ദർഭങ്ങളിൽ ഹജ്ജ് നിർവഹിച്ച് കേവലം ബാധ്യത വീട്ടുക എന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തെ വളരെ ഏറെ ആത്മീയമായി പുരോഗതിയിലേക്ക് എത്തിച്ച് ശിഷ്ടജീവിതം അള്ളാഹു ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. നല്ല വൃദ്ധരായി ഒന്നിനും വയ്യാണ്ടാകുന്ന സമയത്ത് വീൽ ചെയറിലിരുന്ന് ഹജ്ജ് ചെയ്യുന്ന കുറേ ആളുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഹജ്ജ് ചെയ്യാത്ത ആളുകൾ അതങ്ങനെയെങ്കിലും നിർവഹിക്കണം എന്നത് മറ്റൊരു കാര്യം. ഇപ്പോൾ മക്കളൊക്കെ ഗൾഫിൽ പോയി കുറച്ച് സമ്പന്നതൊക്കെ വരുമ്പോഴാണ് പലർക്കും ഹജ്ജിനുള്ള സൗകര്യമൊക്കെ. അങ്ങനത്തെ കുറേ ആളുകളുണ്ട്, അവർക്ക് അതേ പറ്റൂ. നേരെ മറിച്ച് എല്ലാ അർത്ഥത്തിനും സൗകര്യമുണ്ട്, സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഓരോ ഊഹങ്ങളൊക്കെ വെച്ച് ഹജ്ജിനെ പിന്തിപ്പിച്ച് ചിലപ്പോഴൊക്കെ പരിശുദ്ധമായ കഅബ, റൗള ഒക്കെ ഒന്ന് കാണാതെ മരണപ്പെടുന്ന ഹതഭാഗ്യരുണ്ട്. അല്ലെങ്കിൽ വയ്യാത്ത കാലത്ത് ഇങ്ങനെ വീൽ ചെയറിലൊക്കെ ആയിട്ട് തവാഫും സഴിയൊക്കെ ചെയ്യുന്ന, ഹജ്ജ്
നല്ല ആരോഗ്യമുള്ള സമയത്ത് നിർവഹിക്കാത്തത് കൊണ്ട് കൃത്യമായ രീതിയിൽ അത് അങ്ങോട്ട് ആവാഹിക്കാൻ പറ്റാത്ത രീതിയിൽ ചടങ്ങ് നിർവഹിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അതിലൊന്നും നിൽക്കാതെ നല്ല ആരോഗ്യമുള്ള സമയത്ത് ഓടാനും നടക്കാനും ഒക്കെ പറ്റുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഹജ്ജിൽ നടത്തും ഒരു പ്രധാന സംഗതിയാണ്. സമയാനുസരണം നമുക്ക് പറയണം. ഹജ്ജിൻ്റെ ആത്മീയത വിശദീകരിക്കുന്നിടത്ത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നടത്തത്തിൻ്റെ പ്രാധാന്യം പറയുന്നുണ്ട്. അപ്പോഴാണത് ഹജ്ജിൻ്റെ രീതിയിലേക്ക് ഇങ്ങോട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ പറ്റുന്ന ആളുകളൊക്കെ ഗവൺമെൻറ് സംവിധാനമോ പ്രൈവറ്റ് സംവിധാനമോ ഒക്കെ ഉപയോഗപ്പെടുത്തി വളരെ പെട്ടെന്ന് ഹജ്ജിന് വേണ്ടി മാനസികമായി തയ്യാറെടുപ്പ് നടത്തും. നേരത്തെ സഖാഫി ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മുടെ ഇഖ്ലാസോടുകൂടി അതിനൊരുങ്ങുമ്പോൾ, ആഗ്രഹിക്കുമ്പോൾ പടച്ച റബ്ബ് നിർവഹിച്ചു തരും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഹജ്ജുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സാധാരണയായി നമ്മളൊക്കെ നിസ്കാരം നിർവഹിക്കുന്നു, അതിൻ്റെ അമലുകളൊക്കെ നമ്മുടെ ബോധ്യത്തിൽ എപ്പോഴും ഉണ്ടാകും. കാരണം ആവർത്തിച്ച് ചെയ്യുന്നൊരു സംഗതിയാണ്. ഇതൊരു മനുഷ്യന് ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് നിർബന്ധമുള്ളത്. അതിൻ്റെ പുറമെ നമുക്ക് പരിചയമില്ലാത്ത കുറേ മേഖലകളും തിരക്കും പിന്നെ ഭാഷാപരമായ പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കുന്ന മനുഷ്യൻ സമ്പൂർണ്ണമായി സംസ്കൃതനാകുന്ന ഒരു മഹത്തായ ഇബാദത്താണ് ഹജ്ജ്. നമ്മളൊക്കെ പലപ്പോഴും കേൾക്കുന്നതാണ്. ഹജ്ജിൻ്റെ വിഷയത്തിൽ ഷാഫി ഫിഖിലെ ഏറ്റവും മികച്ച ഗ്രന്ഥം ഇലാഹ് എന്ന പേരിൽ രചിച്ച മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു, അവിടുന്ന് ഹജ്ജ് ചെയ്യാൻ പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കുറേ തിരക്കിൻ്റെയൊക്കെ സങ്കീർണതയിൽപ്പെട്ട് ആ മസ്അലയിൽ ഇങ്ങനെ ചില കൺഫ്യൂഷൻ വന്ന് നിൽക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ ചോദിക്കുന്നുണ്ട്, ഇമാം നവവിയുടെ ഇലാഹെങ്കിലും ഒന്ന് പഠിച്ച് റെഡിയാക്കി വന്നാൽ പോരായിരുന്നോ എന്ന്. ഇത് ആരോടാണ് ചോദിക്കുന്നത്? ഷാഫി ഫിഖിൽ ഹജ്ജിൻ്റെ സ്വതന്ത്ര ഗ്രന്ഥം അത്ര വലുത് വേറെ ഇല്ല. അത് രചിച്ച രണ്ടാം ഷാഫിഈ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനോട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്ക് ഹജ്ജിൻ്റെ 5 മസ്അല പഠിപ്പിച്ചെന്നത് ബാർബറാണ്. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ആരാണ്? ഞാൻ വിശദീകരിക്കണ്ടല്ലോ. ഇമാം ഷാഫി തങ്ങൾ തന്നെ പറഞ്ഞത് അന്നാസു കുല്ലുഹും അയ്യാലു അബൂ ഹനീഫ. അബൂ ഹനീഫ ഇമാമിൻ്റെ ശ്രേഷ്ഠത പറയുന്നിടത്ത് ഇമാം ഷാഫി തങ്ങൾ അങ്ങനെ പറയുന്നത് നമുക്ക് കാണാം. മാലിക് ഇമാം ബഹുമാനപ്പെട്ടവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉസ്താദാണ്. ഉസ്താദിൻ്റെ പോരിഷ പലതും മഹാനുഭാവം പറയുന്നത് കാണാം. ഈ 5 മസ്അല എനിക്ക് പഠിപ്പിച്ചു തന്നത് അവിടെയുള്ള ബാർബറാണ് എന്ന് മഹാനുഭാവൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ പലർക്കും മസ്അല തെറ്റിപ്പോകുന്ന ഒരു പ്രധാനപ്പെട്ട അമല് കൂടെയാണ് ഹജ്ജ്. അതുകൊണ്ട് ഹജ്ജിൻ്റെ തയ്യാറെടുപ്പിൻ്റെ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വളരെ വിപുലമായ രീതിയിൽ പഠനം നടത്തുക എന്നത് തന്നെയാണ്. ഈ ഒരു ക്ലാസ്സിൽ ഹജ്ജിൻ്റെ എല്ലാ മസ്അലയൊന്നും പറയാൻ കഴിയില്ല. പ്രത്യേകിച്ചും ഹജ്ജിന് ഇനിയുണ്ട് മാസങ്ങൾ. അതുകൊണ്ട് തന്നെ അതൊക്കെ പറയുന്നത് അങ്ങനെ തന്നെ നിങ്ങളെ മനസ്സിൽ നിൽക്കില്ല. ഇത് പഠിക്കാനുള്ളൊരു രീതിയിലേക്ക്, പിന്നെ പഠിക്കാൻ ആവശ്യമായ ഗ്രന്ഥങ്ങളിലേക്കൊക്കെ ഒരു സൂചനയാണ് അമലുപരമായി ഇൻഷാ അല്ലാഹ് നമുക്ക് നടത്താൻ കഴിയുള്ളൂ. അതോടൊപ്പം നമുക്ക് ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയണം. അത് വേണമെങ്കിൽ സംശയമൊക്കെ തീർത്തന്നെ നമുക്ക് പോകാൻ വേണം. അങ്ങനെയൊക്കെ ആകുമ്പോഴും ഇനി മുതൽ നമ്മൾ ചെയ്യേണ്ടത് നിർബന്ധമായും അതേക്കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. നല്ല പുസ്തകങ്ങളുണ്ട്. ബഹുമാന്യരാകുന്ന എ.പി. ഉസ്താദിൻ്റെ 40 കൊല്ലത്തെ ഹജ്ജ് ചെയ്ത അനുഭവം കൂടി ഇണക്കി ചേർത്തുള്ള അൽ ഹജ്ജ് എന്ന് പറയുന്ന ഗ്രന്ഥം ഈ വിഷയത്തിൽ നമ്മളൊക്കെ ആശ്രയിക്കേണ്ടതാണ്. അത് 4-5 പ്രാവശ്യം വായിച്ച് മസ്അലകളൊക്കെ പഠിച്ചിരിക്കേണ്ടതുമാണ്. കേവലം കിതാബ് നോക്കിയിട്ട് ഹജ്ജിനെ കുറിച്ച് പുസ്തകം എഴുതിയതല്ല അത്. പിന്നെ 40-40 വർഷം ഹജ്ജ് ചെയ്ത അനുഭവം, ആ ഹറമും പരിസരവും ഹജ്ജിൻ്റെ പ്രവർത്തന മേഖലകളൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ കണ്ടുകൊണ്ട് എഴുതുന്ന ഒരു പുസ്തകമായതുകൊണ്ട് അതിന് നല്ല പ്രാധാന്യമുണ്ട്. ചെറിയ പുസ്തകങ്ങളൊക്കെ മറ്റു പണ്ഡിതന്മാർ എഴുതിയത് നമ്മുടെ മുമ്പിലുണ്ടാകും. അത് നന്നായിട്ട് ആശ്രയിക്കണമെന്ന് വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യമായിട്ട് തന്നെ ഓർമ്മപ്പെടുത്തുക. ഉസ്താദ്മാരൊക്കെ ഒപ്പമുണ്ടെങ്കിൽ തന്നെയും പഴപ്പിക്കും നന്നായിട്ട്. ചില ആളുകൾ ഓവർ സ്മാർട്ടാവും അവിടെ ചെന്ന്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഹജ്ജിലായിരുന്നു ഞാൻ പോയത്, നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചു. ആ സമയത്ത് ഏകദേശം ഒരു 100-300ഓളം ആളുകൾ ഞങ്ങളൊന്നിച്ച് ഇങ്ങനെ ഒരു അമീറിനൊക്കെ പോലെ ഒപ്പം 2-3 ഉസ്താദ്മാർ വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ ഡെയിലി 2-3 പ്രാവശ്യമൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പരസ്പരം മാറി 2-3 പ്രാവശ്യമൊക്കെ ക്ലാസ് ഉണ്ട്.
അന്നസീം എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു ഞങ്ങൾ താമസിച്ചത്. അവിടെ നമ്മളാ കെട്ടിടം 250 ആളുള്ള കെട്ടിടം മുഴുവൻ ഒരു നമ്മുടെ മഹല്ല് പോലെ ആക്കിയിട്ട് ഡെയിലി 2-3 ഒക്കെ ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മിനയിലേക്കൊക്കെ എത്തി. അതിൻ്റെ ശേഷവും എല്ലാ വക്തിൻ്റെ ശേഷവും ക്ലാസ്സൊക്കെ എടുക്കും. ഇങ്ങനെയൊക്കെ ആയിട്ടും ഒരു ടീമിനെ കാണാണ്ടായി. നമുക്ക് ബാധ്യത ഒന്നുമില്ലെങ്കിലും അന്വേഷിച്ച് പിന്നെ കണ്ടുപിടിച്ചപ്പോൾ അവർ പറഞ്ഞെന്താ അറിയും, തൊട്ടടുത്ത അറമുണ്ടായിട്ട് എന്തിനാ ടെൻറ്റ് കിടക്കുള്ളത് കരുതി അവർ എല്ലാ ദിവസവും മിനയിൽ പാർക്കാതെ ഹറമ് പോയിട്ട് എഴുത്തിക്കാഫിർ നിൽക്കണമെന്നുള്ളതാണ്. അപ്പം എന്താ സംഭവം? അതിൻ്റെ മസാല പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. 3 ദിവസം മിനയിൽ രാപ്പാറുകൽ നിർബന്ധമാണ്. ഈ നിർബന്ധം മുടക്കിയിട്ട് തൊട്ടടുത്ത അറമുണ്ടാകുമ്പോൾ പിന്നെ എന്തിനാ പോയി ഇവിടെ ടെൻറ്റ് കിടക്കണമെന്ന് കരുതി അവരവിടെ പോയി എഴുത്തിക്കാഫിരുന്നു എന്ന് പറഞ്ഞാൽ ശരിക്ക് ഹജ്ജിൻ്റെ നല്ലൊരു ഭാഗത്തെ അവർ മാറ്റിവെച്ചു എന്നുള്ളത്. ഇങ്ങനെ ഓരോരുത്തർ അവർക്ക് തോന്നിയ മാതിരിയായിട്ട് ചെയ്യലാണ്. പിന്നെ അത് വരാതിരിക്കാൻ ആമുഖമായി ഞാൻ വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിച്ചുകൊണ്ടേയിരിക്കണം. നല്ല ഉസ്താദുമാരുടെ വീഡിയോകളൊക്കെ ഇതിൽ കിട്ടും, നല്ല ഹജ്ജ് ക്ലാസ്സുകൾ. അത് നമ്മൾ ആശ്രയിച്ചുകൊണ്ടേയിരിക്കണം. ഇങ്ങനെയൊക്കെ ആയാൽ പോലും ചിലപ്പോഴൊക്കെ പാളിപ്പോകുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. രണ്ടാമതായി, ഈ ഹജ്ജിന് വേണ്ടി നമ്മൾ ട്രാവൽസുമായിട്ട് ബന്ധപ്പെട്ടു. അവർ നമുക്ക് ചാൻസ് തരുകയും ചെയ്തു, പൈസ ഒക്കെ കൊടുത്തു, പാസ്പോർട്ടൊക്കെ ഏൽപ്പിച്ചു. ഇത് ഭൗതികമായി ഇതൊക്കെ നിർവഹിക്കാനുള്ളൊരു തയ്യാറെടുപ്പാണ്. ഇതിലേറെ പ്രാധാന്യം ഹജ്ജിന് വേണ്ടി മാനസികമായി നമ്മൾ തയ്യാറെടുത്തുകൊണ്ടേയിരിക്കണം. നമ്മൾ പോകുന്ന മേഖല ഏതാണെന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ കാണാൻ പോകുന്ന അതിർപ്പങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നെയും ചിന്തിച്ചുകൊണ്ടിരിക്കണം. മനസ്സിൽ ആ ഒരു ഹജ്ജിനെ കുറിച്ചുള്ള ചിന്ത നിറക്കണം. ആ ദിവസത്തെ എണ്ണി നമ്മളിങ്ങനെ കാത്തിരിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം നടക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രതീക്ഷയോടുകൂടെ നമ്മൾ കാത്തിരുന്ന ഒരു മഹാസൗഭാഗ്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അതിലേക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പാസ്പോർട്ട് കൊടുത്തു, അവസരം കിട്ടി, മക്കളെല്ലാവരും കൂടെ ചേർന്ന് പൈസയും തന്നു, അതുകൊണ്ട് മാത്രം ഹജ്ജിനെത്തും ആരും വിചാരിക്കരുത്. പടച്ച റബ്ബിൻ്റെ തൗഫീഖ് വളരെ വളരെ പ്രാധാന്യമാണ്. അതുകൊണ്ട് ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശരീരത്തെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ബോധപൂർവം തന്നെ നമ്മളൊന്ന് തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട്. അത് അള്ളാഹുമായി ബന്ധപ്പെട്ട ചില തയ്യാറെടുപ്പുണ്ട്, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള തയ്യാറെടുപ്പുണ്ട്, സമൂഹവുമായി ബന്ധപ്പെട്ടുള്ളതുണ്ട്. അങ്ങനെ കുറേ തലത്തിൽ അത് വിശദീകരിക്കേണ്ടതുണ്ട്. സാധ്യമായ രീതിയിലൊക്കെ നമുക്ക് സംസാരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹുമായി ബന്ധപ്പെട്ടുള്ള തയ്യാറെടുപ്പ് ഏറ്റവും പ്രാധാന്യം ഇഖ്ലാസോടുകൂടെയാണ് ഹജ്ജിന് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടത് എന്നാണ്. എല്ലാവരും ഹജ്ജൊക്കെ ചെയ്തു, ഇനി ഞാനായിട്ട് ഹജ്ജ് ചെയ്തെന്ന് പറഞ്ഞില്ലെങ്കിൽ മോശമാണ് എന്ന് കരുതി ആരും ഹജ്ജിന് ഒരുങ്ങാൻ പറ്റില്ല. മബ്രൂറായ ഹജ്ജിനാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തെ ഉറപ്പായിട്ടും പ്രതിഫലം നൽകുന്നത്. അൽ ഹജ്ജുൽ മബ്രൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്രൂറായ ഹജ്ജ്, ബിർറ് എന്ന് പറഞ്ഞാൽ എന്താ? ഗുണം. മബ്രൂർ എന്ന് പറഞ്ഞാൽ ഗുണപ്രദമായ ഹജ്ജ്. എന്താ ഗുണപ്രദമായ ഹജ്ജ്? നമ്മിൽ നിന്ന് അവിവേകങ്ങളൊന്നുമില്ലാത്ത, എല്ലാവരോടും ആർദ്രത കാണിച്ചുള്ള, സഹായിക്കാൻ പറ്റുന്നവരുടെയൊക്കെ നമ്മൾ സഹായിച്ച്, ഒരു നിലക്കും നമ്മിൽ നിന്ന് ഒരാൾക്ക് ഏത് സന്ദർഭത്തിലും ഒരു ഉപദ്രവവും വരില്ലെന്ന് ദൃഢമായി ഉറപ്പിച്ച് അത് പ്രയോഗവൽക്കരിച്ച് ഇഖ്ലാസോടുകൂടെ നടത്തുന്ന ഹജ്ജാണ് മബ്രൂറായ ഹജ്ജ്. തവാഫിലൊക്കെ ഇങ്ങനെ തിങ്ങിത്തിരക്കി നടക്കുമ്പോൾ കാല് ചവിട്ടപ്പെടുക എന്നുള്ളത് സ്വാഭാവികം മാത്രം. കാലിന് നല്ല ചവിട്ട് കിട്ടിയാൽ അയാളെ കണ്ടുവച്ച് സ്പീഡിൽ നടന്ന് ഒരൊറ്റ ചവിട്ട് അയാൾക്ക് കൊടുക്കുന്നതോടുകൂടെ റാഹത്താവണ ചില ആളുകളൊക്കെ ഉണ്ട്. നാട്ടിലെ വലിയ പോക്കിരിയാളായിരിക്കും. ഇവിടെ വരാൻ പോകുന്ന 2-3 സംഗതി എന്താണെന്ന് അറിയുങ്ങൾ. ഈ പ്രതികാരത്തിന് അവൻ ഉപയോഗപ്പെടുത്തുന്നത് പരിശുദ്ധമായ കഅബ ഷരീഫിൻ്റെ പരിസരത്ത് ഹറം മസ്ജിദാണ്. അവിടെ ആരെയും ഉപദ്രവിക്കാൻ പാടില്ല. ലോകത്തെ ഏറ്റവും വലിയ നിർഭയത്വത്തിൻ്റെ, സുരക്ഷിതത്വത്തിൻ്റെ കേന്ദ്രമാണത്. രണ്ടാമത്തെ സംഭവം, സ്പീഡ് കൂടി മൂപ്പരാ നടക്കുന്നത് ഈ തവാഫിൻ്റെ ഭാഗമല്ല, മറ്റേയാളെ ചവിട്ടണം നിർത്തിയിട്ടാണ്. അപ്പോൾ ഇത്രയും ഭാഗം തവാഫ് പൊട്ടിപ്പോയിട്ടുണ്ട്. അത് തിരിച്ചു വന്ന് നടത്തുക എന്നുള്ളത് ഹജ്ജിൻ്റെ സമയത്തൊന്നും തീരെ പ്രായോഗികമേ അല്ല. പിന്നെ 7നോടൊപ്പം ഒന്നുകൂടെ ചേർത്ത് 8ആക്കിയിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ്. ഇതൊന്നും മൂപ്പർക്ക് യാതൊരു താല്പര്യമോ ബോധമോ ഉണ്ടാവില്ല. വേറെ ചില ആളുകൾ ഇത്തിരി പ്രയാസപ്പെട്ട്
ഇപ്പോൾ നമ്മൾ അറഫയിൽ നിന്നൊക്കെ മുസ്ദലിഫയിലേക്ക് എത്തൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ മസാല പറയണം. ബസ് സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും, 6 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ബസ് കയറി കിട്ടാൻ വേണ്ടി 2-3 മണിക്കൂർ നമ്മൾ കാത്തു നിൽക്കേണ്ടി വരും. പിന്നെ ബസ് കയറിയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും കൂടെ കുത്തി നിറച്ചിട്ട് വാതിലടച്ചിട്ട് നമ്മുടെ ഹജ്ജിൻ്റെ മുത്തവഫിൻ്റെ ടീം ആ വാതിലാണ് സീലടിക്കും. പിന്നെ ഇനി മുസ്ദലിഫ് പോയിട്ട് സംഭവം നിൽക്കുള്ളൂ. അങ്ങോട്ട് ബസ് പോലെ ഇങ്ങനെ നിറങ്ങി ഒരു 3 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ചിലപ്പോൾ അതിലിരിക്കേണ്ടി വരും. 2 മണിക്കൂർ കൊണ്ടൊക്കെ എത്തുന്ന ഒരു ഭാഗ്യവാന്മാരാണ്. ആ സമയത്ത് അതിൻ്റെ ഉള്ളിലുണ്ട് ഒരു പൊരിച്ചിൽ. സത്യം പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരമൊക്കെ പഠിക്കുമ്പോൾ ഒരു വാഗൺ ട്രാജഡിയൊക്കെ പഠിച്ചത് ഓർമ്മ ഉണ്ടാവും തിരൂരിലെ. അങ്ങനെ തന്നെ ആവില്ല, കാരണം AC ഒക്കെ ഉണ്ടാവും, എന്നാലും പരമാവധി ആൾ കുത്തി തിക്കിയിട്ടുള്ള സംഭവം. അപ്പം അങ്ങോട്ട് നീങ്ങാൻ പറയലും മുന്തലും നമ്മുടെ മനസ്സ് പാളിപ്പോകുന്ന വലിയ ഒരു സന്ദർഭമായിരിക്കും. സ്വാഭാവികമായും ഏറ്റവും നല്ല ക്ഷമ പാലിക്കേണ്ടി വരും. മനുഷ്യനെ സമ്പൂർണ്ണമായി സംസ്കരിക്കുക എന്നുള്ളതാണ് ഹജ്ജ്. ഇമാം ഗസാലി തങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഹജ്ജിൻ്റെ ഈ അമലുകളൊന്നും ബുദ്ധിപരമായി നമുക്ക് ഒരു നിലക്കും അന്തം കിട്ടൂല എന്ന്. ഹജ്ജിൻ്റെ അമലുകൾ നോരാമണ്ണം പരിശോധിക്കുകയാണെങ്കിൽ, നമ്മുടെ ലോജിക്ക് അനുസരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതിനൊരു പിടുത്തം കിട്ടൂല എന്ന്. ഇത് മനുഷ്യനെ സമ്പൂർണ്ണമായി ക്ലിയറാക്കി എടുക്കുകയാണ്. ഇപ്പോൾ തുരുമ്പ് പിടിച്ച ഇരുമ്പൊക്കെ തീയിലിട്ട് ആ തീയിൻ്റെ ചൂടിൽ വേവിച്ച് അതിനെ ക്ലീനാക്കി എടുക്കുന്നൊരു പ്രക്രിയ ഉണ്ട്. നമ്മുടെ കൊല്ലന്മാരൊക്കെ അതാണ് ചെയ്യൽ. അവിധം മനുഷ്യനെ കണ്ട് ക്ലിയറാക്കി എടുക്കുകയാണ്. ഈ കഴിഞ്ഞ വർഷത്തിൻ്റെ മുന്നത്തെ വർഷം 55 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരുന്നു അറഫ ദിവസത്തിൽ ചൂട്. വെറുതെ ഭൂമിയിലൊന്ന് വീണ് പോയിട്ടുണ്ടെങ്കിൽ പപ്പടം കാച്ചിയതുപോലെ പൊള്ളും ശരീരം ആ സകലം. എല്ലാ കൊല്ലം അങ്ങനെയാണെന്നൊന്നുമല്ല. നമ്മുടെ ഇബാദത്ത് തന്നെയും ചന്ദ്രവർഷത്തെ ആശ്രയിച്ചു വയ്ക്കുന്നത് എല്ലാ കാലാവസ്ഥയും എല്ലാ സമൂഹത്തിനും ആസ്വദിക്കാൻ വേണ്ടി കൂടെയാണ്. ഞാനത് വിശദീകരിക്കണില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ മലയാള മാസം അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാസമൊക്കെ സൂര്യനെയും ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഈ ഭൂമിയിലെ പ്രകൃതിപരമായ സംഗതികളൊക്കെ ഉണ്ടാവൽ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ തണുപ്പുണ്ടാകുന്നത് കൃത്യമായി ഡിസംബർ രാവിലെ ആയിരിക്കും, ജനുവരി 1 ആയിരിക്കും രാവിലെ ആയിരിക്കും. ചൂടുണ്ടാകുന്നത് മീനത്തിലായിരിക്കും. ഇങ്ങനെ നമുക്കറിയാം. എന്തുകൊണ്ട്? അത് സൂര്യനെ ആശ്രയിച്ചുള്ളതാണ്. നമ്മുടെ പരിശുദ്ധമായ റമദാൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ. അത് ചന്ദ്രമാസമാണ്. എന്നുള്ള ഗുണം എന്താണ്? ചൂടുകാലത്തും തണുപ്പ് കാലത്തും മഴക്കാലത്തും ഒക്കെ റമദാൻ വരും. ചില സമയത്ത് പകൽ വളരെ കൂടുതലുണ്ടാകും. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൻ്റെ മുന്നത്തെ വർഷം ഡെൻമാർക്കിലെ മുഅ്മിനീങ്ങൾ 19 മണിക്കൂറാണ് നോമ്പെടുത്തത്. 19 മണിക്കൂർ. ആകെ 5 മണിക്കൂറായിരുന്നു അന്ന് രാത്രി. സൂര്യനെ ആശ്രയിച്ചായിരുന്നു നോമ്പ് തീരുമാനിച്ചതെങ്കിൽ ഡെൻമാർക്കിലെ മുഅ്മിനീങ്ങൾ ഏത് വർഷവും 19 മണിക്കൂർ എന്ത് ചെയ്യേണ്ടി വരും? നോമ്പെടുക്കേണ്ടി വരും. പക്ഷേ അത് സംഭവിക്കില്ല. ഒരു 12 കൊല്ലം കഴിയുമ്പോഴേക്ക് നേരം മാറിയും അവർക്ക് നോമ്പ് വെറും 5 മണിക്കൂറായി തീരും. അപ്പം ഈ ഹജ്ജും ഒക്കെ ഖുർആൻ തന്നെ ഈ ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ മറുപടി പറയുന്നത് തന്നെ ഹജ്ജിൻ്റെ ഒക്കെ സമയം നിശ്ചയിക്കാൻ വേണ്ടിയാണെന്നാണ്. അപ്പം അതുകൊണ്ട് ചൂടന്നെ എന്നും ഉണ്ടാവും എന്നൊന്നുമില്ല. തണുപ്പ് വരും, നല്ല അമിതമായ കാലാവസ്ഥ വരും, ഒക്കെ വരും. ആ സമയത്തൊക്കെ ചൂട് തണുപ്പ് പോലെയുള്ള എല്ലാ സംഗതികളും സുരക്ഷിതമായി നമ്മൾ കൈകാര്യം ചെയ്യുന്ന വീടിൻ്റെ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ വെളിം പ്രദേശത്തൊക്കെ നിന്ന് നമ്മൾ സമ്പൂർണ്ണമായി സംസ്കൃതരാകുന്നു. മൗലാന ഗസാലി തങ്ങൾ തന്നെ ഒരു പ്രാവശ്യം പറയുന്നുണ്ട് അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ, ഹജ്ജുമായി ബന്ധപ്പെട്ടല്ല, ചൂട് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സംസ്കരിക്കണമെന്ന്. ഒന്നുകിൽ തൗബയുടെ ചൂട് കൊണ്ട് ദുനിയാവിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ നരകത്തിലെ ചൂട് കൊണ്ട് പരലോകത്ത് വെച്ചിട്ട്. സാധ്യമല്ല നമുക്കത്, അള്ളാഹു കാക്കട്ടെ. തൗബയുടെ ചൂട് കൊണ്ട് നമ്മുടെ ശരീരത്തെ നന്നാക്കണമെന്ന്. തൗബ ഒരു ചൂടാണ്. ഇതുവരെ ചെയ്ത തെറ്റിൻ്റെ പാപഭാരമോർത്ത് പടക്കുന്ന ഹൃദയം വല്ലാതെ തല പുകഞ്ഞുകൊണ്ടിരിക്കും. ഇനി അതിലേക്ക് വരരുത് എന്നുള്ള ദൃഢമായ തീരുമാനം. ശരീരം ആസകലം ചൂടാവും. ഈ ചൂട് കൊണ്ട് നിങ്ങൾ പാപത്തെ കരിച്ചു കളഞ്ഞ് ശരീരത്തെ ശുദ്ധാക്കണം, അല്ലെങ്കിൽ നരകത്തിലെ ചൂട് കൊണ്ട് അത് സംഭവിക്കും. അപ്പോൾ ഈ ചൂട്, തണുപ്പ്, പ്രകൃതിപരമായ വിവിധങ്ങളായ കാലാവസ്ഥകൾ ഇതെല്ലാം മാറി മാറി സഹിച്ച് അനുഭവിച്ച് തിരക്കിലും മറ്റും വെച്ച് നമ്മളെങ്ങോട്ട് പാകപ്പെടുത്തിയെടുക്കുകയാണ് റബ്ബ് തആല. അതുകൊണ്ടാണ് യഥാർത്ഥ ഹജ്ജ് ചെയ്ത് മടങ്ങി വരുന്ന വിശ്വാസി
ഉമ്മ പ്രസവിച്ച പൈതലിനെ പോലെ വിശുദ്ധനാണെന്ന് ഷഫീൽ വറ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം നമ്മുടെ ഹജ്ജിന് ആദ്യമായി നമ്മൾ ഒരുങ്ങുമ്പോൾ ഇഖ്ലാസോട് കൂടിയാണ് ഒരുങ്ങേണ്ടത്. നമ്മുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യ ഹജ്ജിന് ഇനി ഞാനായിട്ട് പോയില്ലെങ്കിൽ മോശമല്ലേ എന്ന് സ്ത്രീകളാരും വിചാരിക്കരുത്. അയൽവാസി പോയി ഇനി ഞാനായിട്ട് പോയില്ലെങ്കിൽ മോശമല്ലേ എന്ന് ഒരാളും വിചാരിക്കരുത്. അങ്ങനൊക്കെ ചില മനുഷ്യൻ്റെ ഉള്ളിൽ ചില പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. നമ്മളെന്തോ ഒരു അർജൻറ്റായി വീട്ടിൽ നിന്ന് പോകാൻ നിൽക്കുകയാണ്, അപ്പോൾ പെട്ടെന്ന് അയൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയി ഗംഭീരമായൊരു വിഷമം ഉണ്ടാവും നമുക്ക്. ആ ബേജാറിൽ നമ്മളിങ്ങനെ പുറത്തിറങ്ങി നോക്കുമ്പോൾ അടുത്ത വീട്ടിലും പോയിട്ടുണ്ട്, അപ്പുറത്തെ വീട്ടിലും പോയിട്ടുണ്ട്, തറവാട്ട് വീട്ടിലും പോയിട്ടുണ്ട്. അപ്പം ചെറിയൊരു സന്തോഷം ഉണ്ടാവും. ഇത് മനുഷ്യനാകുമ്പോണ്ടാകുന്ന ഒരു മാനസികമായ വൈകൃതമാണ്. ഹജ്ജിൽ അത് മബ്റൂറാവണമെങ്കിൽ മറ്റുള്ളവരെ പരമാവധി സഹായിക്കുക എന്ന ലക്ഷ്യവും പൂർണ്ണമായി ഇഖ്ലാസോടുകൂടെ നിർവഹിക്കുക എന്ന ലക്ഷ്യവും നമ്മൾ മുന്നിൽ കാണണം. അതായത് അള്ളാഹുവിന് വേണ്ടിയാവണം ഹജ്ജും ഉംറയും നിർവഹിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് വഅത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, അൽ ബഖറ സൂറത്തിൻ്റെ 196-ാമത്തെ ആയത്ത്. അള്ളാഹുവിന് വേണ്ടിയാണ് ഹജ്ജ് ചെയ്യേണ്ടത്, ആർക്ക് വേണ്ടിയൊന്നുമല്ല. ഇപ്പോൾ ഉംറയുടെ ഒക്കെ കാര്യത്തിൽ സ്ത്രീകളൊക്കെ ഇത്തിരി കൂടെ ഒരു ആത്മീയതയും അപ്രകാരം തന്നെ ഇഖ്ലാസും കാണിക്കണം. ഒരു അളവ് വിറ്റാൽ ഉംറക്ക് പോകാൻ പറ്റും, അത്ര ശരിയാണ്. പക്ഷേ അതിൻ്റെ നിബന്ധനകളൊക്കെ പാലിച്ചിട്ടാവണം, ഇഖ്ലാസിലാവണം. ഈ റീല് നിർമ്മിക്കാൻ വേണ്ടി മാത്രം ഉംറക്ക് പോയതാണോ എന്ന് ചില സഹോദരിമാരെ പറ്റി തോന്നിപ്പോകും. അവരിങ്ങനെ ഇറങ്ങണയിടം മുതൽ ഇതാണ് വിമാനത്താവളം, ഇതാണ് വിമാനം, ഇതാണ് വിമാനത്തിൻ്റെ ഡോറ്, ഇതാണ് ഞങ്ങൾ അമീർ ഉസ്താദ്, ഓരോന്നും ഇങ്ങനെ റീലാക്കി വിടുകയാണ്. ആദ്യമായി കഅബ കാണുമ്പോൾ ഉള്ള പ്രത്യേകമായൊരു ഒരു മാനസികമായ അവസ്ഥ ഉണ്ട്. നമ്മൾ ഇതുവരെ എങ്ങോട്ട് തിരിഞ്ഞായിരുന്നു ആരാധിച്ചിരുന്നത്, ആ ഒരു മഹാസ്തംഭത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ആ മത്താഫ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ സംഭവം? പ്രബലമായ റിവായത്ത് പ്രകാരം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ എല്ലാ നബിമാരും ഹജ്ജ് ചെയ്തു. മറ്റൊരു റിവായത്ത് പ്രകാരം മാമിൻ നബിയിൻ ഇല്ലാ വഹജ്ജ്, ഏതൊരു നബി കഴിഞ്ഞു പോയിട്ടുണ്ടോ എല്ലാവരും ഹജ്ജ് ചെയ്തു. അവരുടെ പാദസ്പർശം ഏറ്റെടുത്തുകൂടെ നടക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കി അജറുൽ അസ്വദിൻ്റെ ഒക്കെ ഒരു ആത്മീയമാനം. മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുണ്ട് വെച്ചെടുത്ത് ചുണ്ട് വെക്കാൻ നമുക്ക് അള്ളാഹു അനുവാദം തരികയാണ്, അവസരം തരികയാണ്. ചെറിയ സംഭവമാണത്. സഹാബാ കിറാം പൊട്ടിക്കരഞ്ഞെടുത്ത് വെച്ചിട്ട് നമുക്ക് പൊട്ടിക്കരയാനുള്ള ചാൻസ് കിട്ടുകയാണ്. ഈ ഒരു ചിന്തയോട് കൂടെയാവണം ഹജ്ജിനുള്ള ഒന്നാമത്തെ ഒരുക്കം. അള്ളാഹുവിന് വേണ്ടി മാത്രമായിട്ട് ഹജ്ജിന് തീരുമാനം. ഉംറയുടെ കാര്യത്തിൽ സ്ത്രീകളായിട്ട് കുറ്റപ്പെടുത്തിയല്ല ഞാൻ നേരത്തെ. പൊതുവെയുള്ള സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഖ്ലാസിന് മാറിയിട്ട് ഇപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളിൽ നമുക്ക് ഇത്രയും കാണുന്നത് എല്ലാം ഇങ്ങനെ ഒരു റീലിനും ഷോട്ടിനും വേണ്ടി മാത്രമാകുന്നു എന്നുള്ളതാണ്. ഞാൻ അങ്ങോട്ട് പോകല്ല, ഒരു ആത്മഹത്യ പോലും അത് സംബന്ധമായി ഇപ്പോൾ കേരളത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രത്യേകമായ കാര്യം, നമ്മുടെ ശരീരത്തെ തൗബ കൊണ്ട് പുതുക്കി പണിയണം എന്നുള്ളത്. ഈ തൗബ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന് നൽകിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. തൗബ ഇല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ ഉമ്മത്തിനുള്ള തൗബ പോലെ അത്ര ലളിതമല്ലായിരുന്നുവെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടു പോകും. മനുഷ്യൻ എന്നുള്ള രീതിയിൽ തെറ്റ് സംഭവിക്കുക സ്വാഭാവികം. അതുകൊണ്ടാണ് തെറ്റുകാരെ ഖുർആൻ മറക്കാതിരുന്നത്. തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗം വിലക്കല്ല ഖുർആൻ ചെയ്യണത്. സൂറത്ത് ആല ഇംറാന്റെ 133-ാമത്തെ വാക്യം മുതൽ തെറ്റ് ചെയ്യുന്നവർക്ക് സ്വർഗം കിട്ടുന്ന ഐഡിയ പഠിപ്പിക്കുകയാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വിശദീകരിക്കുന്ന ഹദീസൊക്കെ അങ്ങനെയാണ്. ആ ആയത്ത് വിശദീകരിക്കുന്ന ഹദീസിലൊക്കെ. അപ്പോൾ ഹറം ഷരീഫ് തന്നെയും നമ്മൾ വളരെ വിശുദ്ധിയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട സന്ദർഭമാണ്. ചില പണ്ഡിതന്മാരൊക്കെ സ്ഥിരമായി ഇങ്ങനെ പലരും ഉംറക്ക് പോകുമ്പോൾ അതേക്കുറിച്ച് നിരുത്സാഹപ്പെടുത്തി പറയുന്നത് കാണാം, നമ്മുടെ പൂർവിക പണ്ഡിതന്മാർ തന്നെ. എന്തുകൊണ്ടാണ്? നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ റൗദയിലേക്ക് എപ്പോഴും ഇങ്ങനെ പോകുമ്പോൾ നമുക്കതൊരു പരിചിത മേഖലയായി മാറും. അപ്പോൾ പതിവായിട്ടുള്ള ആ ഒരു ബഹുമാന ആദരവൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് ചെയ്യുന്നത് ചിലപ്പോൾ അനർത്ഥങ്ങളായി തീരും. ഹറം ഷരീഫിൽ വെച്ച് നമ്മുടെ റൂമുകളൊക്കെ നിൽക്കുന്നത് ഹറമിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ അസീസി പോവുകയാണെങ്കിലും അന്നസീമിലാണെങ്കിലും ഒക്കെ ഹറമാണത്, ഹറമിൻ്റെ പരിധിയിൽപ്പെട്ട. ഹറമിലെ മസ്ജിദ് അല്ല, ഹറമിൻ്റെ പരിധി. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ വേർതിരിച്ചൊന്ന് സംസാരിക്കണം പെട്ടെന്ന്. അവിടെ നമ്മൾ ഇരിക്കുമ്പോൾ ഹറമിലുള്ള എല്ലാ മര്യാദയും നമ്മൾ പാലിച്ചിരിക്കണം. അവിടെയുള്ള പച്ചപ്പുള്ളൊരു സാധനം നമുക്ക് മുറിക്കാൻ പറ്റൂല. ആര്യവേപ്പിൻ്റെ മരം ഇങ്ങനെ ഉണ്ട്, അതൊന്ന് പൊട്ടിച്ചിട്ട് പല്ല് തേക്കാന്ന് വിചാരിച്ചാൽ ഹറാമാണ്, പാടില്ലാത്തതാണ്. പിന്നെ നമ്മൾ ഗീബത്ത് നമീമത്തൊക്കെ സാധാരണഗതി പറയണതൊക്കെ അവിടുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ, സാധാരണ നമ്മൾ പുറമെന്ന് ഗീബത്ത് പറഞ്ഞതിൻ്റെ 1,00,000 ഇരട്ടി
ശിക്ഷ കിട്ടും, അത്ര തന്നെ. മസ്ജിദിലാണെങ്കിൽ ഹറമിലാണെങ്കിൽ അതേ പ്രകാരം തന്നെ വലുതായിക്കൊണ്ടിരിക്കും ഈ ശിക്ഷയുടെയൊക്കെ ഘടന. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യണ എല്ലാ പരിപാടികളും ഈ മുഹരിമായിട്ടും അല്ലാതെയും ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഗുണത്തേക്കാൾ വലിയ ഉപദ്രവം ഉണ്ടാവുന്നതാണ്. അപ്പൊ അള്ളാഹുമായി നമ്മൾ ചെയ്തു തീർക്കേണ്ട ബാധ്യതകളിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അള്ളാഹുവിൻ്റെ ഷായറുകൾ, പ്രത്യേക അടയാളങ്ങൾ. അവിടെയുള്ള ഓരോ സംരംഭവും ഓരോ സംഗതിയും ആത്മീയമായി പുരോഗതിക്ക് ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. ഒരിക്കലും അതിൻ്റെ അടുത്ത് വെച്ചോ പരിസരത്തോ നമ്മിൽ നിന്നൊരു അദബുകേടും സംഭവിക്കാതിരിക്കൽ. നാലാമതായി, പടച്ച റബ്ബിന് വേണ്ടി സമ്പൂർണമായി വിനയത്തിലേക്ക് എത്തുക എന്നുള്ളത് ഹജ്ജ് ഉദ്ദേശിക്കുന്നവരൊക്കെ നിർവഹിക്കേണ്ട, ചെയ്യേണ്ട, പരിശീലിക്കേണ്ട ഒരു ആത്മീയമായ ഗുണമാണ്. നമ്മൾ എന്തിനാ അഹങ്കരിക്കണമെന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെക്കാൾ മിടുക്കരായ സമ്പന്നന്മാരുണ്ട്, മിടുക്കരായ ആരോഗ്യമുള്ളവരുണ്ട്, സൗന്ദര്യമുള്ളവരുണ്ട്. എല്ലാ അർത്ഥത്തിലും നമ്മളെക്കാൾ മികച്ചവർ കോടിക്കണക്കിന് ആളുകൾ ലോകത്തുണ്ട്. അതിനിടയിൽ നമുക്ക് എന്ത് സ്ഥാനമുള്ളത്? ഇനി അതൊന്നും അല്ലെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യനെ നിരന്തരമായി അള്ളാഹു വിനയം പഠിപ്പിക്കാൻ നിസ്കാരം തരുന്നുണ്ടല്ലോ. ഈ അഹങ്കാരത്തിന്റെ ഒരു ലക്ഷണമാണ് ഇങ്ങനെ നെഞ്ചൊക്കെ വിരിച്ചു നിൽക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള മനുഷ്യനെ കുനിക്കണം അള്ളാഹു റുക്കോയിലേക്ക്. അവിടെയും പോരാ, നമ്മളെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന, ഏറ്റവും കൂടുതൽ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ മുഖം തന്നെ നിലത്ത് കൊണ്ടുപോയി വെക്കാൻ നിസ്കാരം നമ്മളെ നിർബന്ധിപ്പിക്കുന്നു. ഈ അഹങ്കാരത്തിന്റെ ആ ഒരു രീതിയിൽ നിന്ന് വിനയത്തിന്റെ പൂർണ്ണതയിലേക്ക് നിസ്കാരം നമ്മളെ കൊണ്ടുപോകാണ്. നെറ്റിയൊക്കെ വെക്കണ സമയത്ത് ഖബറിൽ നമ്മുടെ മുഖം പതിച്ചു വെക്കണ ആ നിമിഷത്തെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ എന്തിനാ നമ്മൾ അഹങ്കാരം കാണിക്കേണ്ടത് എന്ന് പ്രത്യേകം ജീവിതത്തിലുടനീളം, ഹജ്ജ് ബന്ധായിട്ട് മാത്രമല്ല ജീവിതത്തിലുടനീളം നമ്മൾ ആലോചിച്ചു. അപ്പോ സ്വാഭാവികമായും നമ്മൾ ഹജ്ജിന് വേണ്ടി എത്തിച്ചേരുമ്പോഴും അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തുമ്പോഴും കൂടുതലായി വിനയം കാണിക്കേണ്ടി വരും. പൊതുവെ മനുഷ്യൻ ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന ഒരു സ്വഭാവക്കാരാണ്. അപ്പൊ അവരുടെ വീട്ടിൽ ഇങ്ങനെ ഇത് വരുന്നതോടുകൂടെ നമ്മുടെ വലിയൊരു ആത്മീയ ഭാഗം ചൈതന്യം നശിക്കണം. അവളൊക്കെ അങ്ങനെയാണ്, അതുകൊണ്ട് ഞാനും. ഇതല്ല, റബ്ബിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, അതുകൊണ്ട് റബ്ബുർ റസൂലും പറഞ്ഞതുപോലെ ഞാൻ ജീവിക്കും. ഈ ഒരു പ്രതിജ്ഞ എടുക്കാനും പരിശീലിക്കാനും ഏറ്റവും നല്ല സന്ദർഭമാണ് ഹജ്ജ് സീസൺ, ഹജ്ജിന് ഒരുങ്ങൽ, ഹജ്ജിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്, ഹജ്ജിനുള്ള യാത്ര. ഞാൻ വളരെ ചുരുക്കി പറയുന്ന കുറേ കാര്യങ്ങൾ നമുക്കിന്ന് കവർ ചെയ്യാനുണ്ട്. മഹാനായ അലി ഇബ്നു ഫുലൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹം ഹറമിലേക്ക് കയറി തവാഫ് ചെയ്ത് തുടങ്ങുകയാണ്. ആ സമയത്ത് സുഫിയാൻ സൗരി എന്ന നമുക്കൊക്കെ അറിയാവുന്ന പൂർവിക പണ്ഡിതൻ കഅബയുടെ അടുത്ത് സുജൂദിലായി കിടക്കുന്നുണ്ട്. ഫതാഫ ശൗതൻ വസുഫിയാനു ലം യർഫഅ റഅസഹു. അദ്ദേഹം ഒരു ചുറ്റി വന്നു. അദ്ദേഹം ഒരു ചുറ്റി വന്നു. സുഫിയാൻ റളിയല്ലാഹു അൻഹു സുജൂദിൽ നിന്ന് തല ഉയർത്തിയിട്ടില്ല. ഫതാഫ ശൗതൻ വസുഫിയാനു ലം യർഫഅ റഅസഹു സുമ്മ താഫ الثاني والثالث حتى أكمل 7 أشواط. തവാഫിന്റെ 7 ചുറ്റും ചുറ്റിയിട്ട് മഹാനായ ഇബ്നുൽ ഫുലൈൽ റളിയല്ലാഹു അൻഹു വന്നപ്പോഴും, അലി ഇബ്നു ഫുലൈൽ റളിയല്ലാഹു അൻഹു വന്നപ്പോഴും സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു സുജൂദ് തന്നെ കിടക്കുകയാണ്. അക്രബുമായ യകൂനുൽ അബ്ദു എന്നുള്ള ഹദീസ് നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. മനുഷ്യർ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുക സുജൂദിലാവുമ്പോഴാണെന്നാണ്. കഅബന്റെ പരിസരത്ത് സുജൂദിലായി കിടന്നിട്ട് 7 തവാഫ് ചുറ്റി അലി ഇബ്നു ഫുലൈൽ റളിയല്ലാഹു അൻഹു വരുവോളവും മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു സുജൂദിൽ തന്നെ കടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള കുറേ ചരിത്രങ്ങൾ പൂർവികരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. നമുക്ക് നാണം തോന്നി പോകാൻ മാത്രം. ഇത്തിരി നേരം കഅബന്റെ മുമ്പിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ സെൽഫി എടുക്കാനാണ് സമയം കളയൽ. കഅബയായിട്ട് ബന്ധപ്പെട്ട് കഅബന്റെ ഫോൺ വെച്ചിട്ട് ഒരു സെൽഫി, പിന്നെ പോലീസുകാരുടെയൊക്കെ വരെ ഫോണൊക്കെ കൊടുത്തിട്ട് ഒന്ന് എടുത്തു തരുമെന്ന് ചോദിക്കുക. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിന് ഹറമിലെത്തി നോക്കുമ്പോൾ തല പൊക്കാൻ പറ്റണില്ല. നമുക്ക് സെൽഫി എടുക്കാൻ തന്നെ സമയം മതിയാവണില്ല. ഇതിൽ നിന്ന് മാറിയിട്ട് ആത്മീയമായൊരു യാത്രയാണ് നമ്മുടെ ഈ കഅബ എന്ന് പറഞ്ഞാൽ, കഅബയിലേക്കുള്ള സന്ദർശനം, നമ്മുടെ ഹജ്ജ് എന്നൊക്കെ പറഞ്ഞാൽ. ഞാനൊരു പൂർവികന്റെ ചരിത്രം കൂടെ പറയാം. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു
അദ്ദേഹം നമ്മൾ ഈ പറഞ്ഞ മസ്ജിദുൽ ഹറമിലാണ്. ജനങ്ങളെല്ലാവരും തുറന്നുകൊണ്ടിരിക്കുന്നു. മഹാനുഭാവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ കരയലെന്നറിയാം? സന്താനം നഷ്ടപ്പെട്ട ഉമ്മ കരയും പോലെ എന്നാണ്. അതിലേറെ അതിനെങ്ങനെ വിശദീകരിക്കുക? സന്താനം നഷ്ടപ്പെട്ട ഉമ്മ കരയും പോലെ മൂപ്പരാൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫലമ്മാ ഖാദത്ത് ശംസ് തഗ്റുബ്, സൂര്യൻ അസ്തമിക്കാനാകുമ്പോ ഖബലാലിഹിയത്തിഹി, കരഞ്ഞ് കണ്ണുനീരൊഴുകി നനഞ്ഞ് കുതിർന്നു നിൽക്കുന്ന താടി പിടിച്ച മൂപ്പരാള് സുമ്മ റഫറസഹു, എന്നിട്ട് തലങ്ങട് പൊക്കി, എന്നിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് മഹാനുഭാവനൊരു അട്ടഹാസം. വാ സൗഅതാഹു മിൻക വ ഇന്ന ഫൗത്, അഫു ചെയ്യാൻ വേണ്ടി പടച്ച റബ്ബിനോട്, പടച്ച റബ്ബേ നിന്റെ അഫു എന്നും പറഞ്ഞിട്ട് മൂപ്പരാള് പിന്നെയും പൊട്ടിക്കരയാണ്. ഇതിനു വേണ്ടി തയ്യാറെടുപ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനൊക്കെ തന്നെ വേണമെന്ന് ഞാനും നിങ്ങളൊക്കെ വിചാരിക്കും. എന്നിട്ട് പതിയെ നമ്മുടെ യാത്ര തുടങ്ങുമ്പോൾ മുതൽ നമ്മളങ്ങനെ പുതിയ കൂട്ടുകാരൊക്കെ കിട്ടും. പുതിയ കൂട്ടുകാരൊക്കെ കിട്ടിയാൽ എന്തൊക്കെ പറയാനുണ്ട്. ഉമ്മാർക്കൊക്കെ ഓരോ 3 മക്കളെ കെട്ടിച്ച കഥ പറയണ്ടേ. പിന്നെ അവരുടെ മക്കള് പ്രസവിക്കണ സമയത്തുണ്ടായ ആശുപത്രിയിലെ പ്രയാസങ്ങൾ 2-3 ദിവസമൊക്കെ ഉള്ളത് പറഞ്ഞു തീരണ്ട. 3 ദിവസത്തൊക്കെ പറഞ്ഞു തീരണമെങ്കിൽ ഇത്തിരി ടൈം ആവില്ലേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടൊരു കഥ. 2 സ്ത്രീകൾ അങ്ങനെ ഹജ്ജിന് പോയി പറഞ്ഞു. അവരങ്ങനെ ഹജ്ജ് ക്യാമ്പിലൊക്കെ പറഞ്ഞു. പിന്നെ വിമാനത്തിനടുത്ത് തന്നെ ഇരുന്ന് പറഞ്ഞു. അവിടെ ഒക്കെ മത്താഫിലൂടെ ഒക്കെ നടന്ന് വർത്താനൊക്കെ പറഞ്ഞു. ലാസ്റ്റ് അവർ വിമാനത്താവളത്തിൽ മടങ്ങിയെത്തി ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട്. അവിടുന്ന് കമ്പനി ആയതാണ്. അതിൻ്റെ മുമ്പ് പരിചയമൊന്നുമില്ലേ. പിന്നെ പിരിയാണല്ലോ അവിടുന്ന്. പിരിയണ സമയത്ത് ഒരാൾ മറ്റേ പറയാണ്, നമുക്ക് എവിടുന്നേലും ഇനി കാണുമ്പോൾ ബാക്കി അപ്പോൾ പറയാമെന്ന്. തീർന്നില്ല എന്നർത്ഥം. നമ്മൾ കുറേ ദൃഢനിശ്ചയം എടുക്കണം. ഇത്ര ഞാൻ ഖത്തം ഓതി തീർക്കുന്നു. സ്ത്രീകളെ കണ്ട് ഉംറക്കൊക്കെ പോയാൽ വക്തിന് ജമാഅത്തിന് പറഞ്ഞുകൊണ്ട് പോവുക. ഒരു പുണ്യമില്ല എന്നല്ല, പുതിയ കാലത്തും പൂർവികരായിട്ടുള്ള എല്ലാ പണ്ഡിതന്മാരും അത് പാടില്ലെന്ന് പറഞ്ഞതാണ്. പുതിയ കാലത്തുള്ള സൗദിയിലെ വലിയ പണ്ഡിതന്മാരായി അറിയപ്പെടുന്ന ഉസൈമീൻ, ഷെയ്ഖ് ഉസൈമീൻ, ഇബ്നുൽ ബാസ്, അൽബാനി, ഇവരൊക്കെ ഫത്വ കൊടുത്താണ് സ്ത്രീകൾ ഇങ്ങോട്ട് വരാൻ പാടില്ല നിസ്കരിക്കാനും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അവിടുന്ന് ഇമാമായി അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പോലെയുള്ള അതിപ്രമുഖർ മൗമൂമിങ്ങളായിട്ട് നിസ്കരിക്കുമ്പോൾ ഉള്ള കൂലി എത്രയായിരിക്കും? അക്കൂലി വീട്ടിൻ്റെ ഉള്ളിൽ റൂമിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നിസ്കരിച്ച സ്ത്രീകൾക്ക് അള്ളാഹിന്റെ റസൂൽ ഒരു വാഗ്ദാനം ചെയ്തതാണ്. അപ്പൊ പോകാനും വരാനും അന്യപുരുഷരെ കാണാനും തൊടാനും. എന്തുകൊണ്ട് ഹജ്ജിൽ അങ്ങനെ ഒരു സംഭവം എന്നുള്ള നമുക്ക് പറയണം. നമ്മുടെ കൽബിനെ അങ്ങോട്ട് സമ്പൂർണ്ണമായി സംസ്കരിക്കാനാണത്. ഞാൻ പറയാം ഇൻഷാ അല്ലാഹ് അവിടെ എത്തുമ്പോൾ. നമ്മുടെ ലമീർ എന്ന് പറയാം, മറിഞ്ഞിരിക്കുന്നതായതുകൊണ്ട്. അപ്പോ തവാഫില് ഇഹ്റാം കെട്ടുന്ന സമയത്ത് സ്ത്രീകൾക്ക് മുഖവും കൈയും തുറന്നിടേണ്ടി വരും. അത്രയൊക്കെ. അങ്ങനെയാകുമ്പോഴും ഈ ജമാഅത്തിനൊക്കെ ആവശ്യമില്ലാത്തടത്ത് തവാഫിന് അവിടെ തന്നെ പോകും വേണ്ടി വരും. പക്ഷെ ജമാഅത്തിന് അവിടെ പോകണമെന്നില്ല, നിസ്കരിക്കാൻ അവിടെ പോകണമെന്നില്ല. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ത് എന്നുള്ളത് നിർണയിച്ചിട്ട് വേണം ഹജ്ജിന് ഒരുങ്ങാൻ. ഒരു 5 ലക്ഷം ഉറുപ്പിക ഉണ്ടെങ്കിൽ ഹജ്ജിന് പോകാനൊക്കെ പറ്റും. ഗവൺമെന്റിന്റെ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ടായില്ല. പക്ഷേ ഹജ്ജ് മബ്രൂറായിട്ട് ജനിച്ച സമ്മാനം കുഞ്ഞിന്റെ വിശുദ്ധിയോടുകൂടെ മടങ്ങി വരണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചില തയ്യാറെടുപ്പുകൾ ആദ്യമേ നടത്താനുണ്ട്. പിന്നെ നമ്മളുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില തയ്യാറെടുപ്പുകൾ. ദുന്യാവിലുള്ള സുഹുദും ഖനാഅത്തും നല്ല സ്വഭാവങ്ങളും ശീലിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ പൂർണ്ണതയിലേക്ക് എത്താൻ ഹജ്ജുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തൊരു സാബിവര്യം പോയിട്ട് മുന്നിന്ന് ചോദിക്കുന്നുണ്ട്, മുമ്പിൽ ചെന്നിട്ട്, അയ്യുൽ അഅമാലി അഫ്ളൽ, ശ്രേഷ്ഠമായ കർമ്മം ഏതാണ്? നബിതങ്ങൾ ഹുസ്നുൽ ഖുൽഖ് എന്ന് പറഞ്ഞു, സത്സ്വഭാവം, നല്ല സ്വഭാവം. അദ്ദേഹത്തിന് അത് അങ്ങനെ അങ്ങോട്ട് ബോധിച്ചില്ല. സ്വഭാവം അദ്ദേഹം വിചാരിച്ചത് ഈ രാത്രി എഴുന്നേറ്റിട്ട് ഒരു 100 റക്അത്ത് നിസ്കരിക്കാൻ പറയുന്നൊക്കെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വലദോഷത്ത് വന്ന് ചോദ്യം ആവർത്തിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ മറുപടി പറഞ്ഞു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ഇനി ചോദിക്കാൻ വയ്യല്ലോ, മൂപ്പര് ഇടതുവശത്ത് വന്നിട്ട് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ മറുപടി പിന്നെയും പറഞ്ഞു. മൂപ്പര് വിട്ടില്ലേ, ബാക്ക് പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതേ ചോദ്യം ചോദിച്ചു. അപ്പം മാത്രം റസൂൽ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവം. ഇത് പൂർണ്ണമായി പരിശീലിക്കാനുള്ളതാണ് ഇനി ഹാജിമാരുടെയും ഹജ്ജുമ്മമാരുടെയും ഇനിയുള്ള സീസൺ മുഴുവൻ. അപ്പം മുൻകോപം മാറണം, എടുത്തുചാട്ടം മാറണം.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാഗൊക്കെ മാറും. നമ്മൾ ഒരുക്കി വെച്ച സാധനങ്ങൾ തന്നെ അല്പം മാറിപ്പോകും. നമ്മൾ വരുന്ന് ടോയ്ലറ്റിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ആരോഗ്യമുള്ള പെണ്ണ് ചിലപ്പോൾ ഇടിച്ച് കയറിയിട്ട് അവിടെ മുന്നിൽ പോകും. ആ സമയത്ത് നാവിൽ നിന്ന് അവരെ ഏതെങ്കിലും രീതിയിൽ ദ്രോഹിക്കുന്ന ഒരു വാക്കും വരാതിരിക്കുമ്പോൾ നമ്മൾ ഹുസ്നുൽ ഖുൽഖിൻ്റെ ആളുകളാണ്. ആ ഹുസ്നുൽ ഖുൽഖിനെ പറ്റി പറയുന്ന ഹദീസ് തന്നെ ആലോചിച്ച് നോക്കൂ. മുമ്പിൽ വന്ന് ചോദിക്കുകയാണ് മൂപ്പരാൾ, റസൂലുള്ളാഹി ഉത്തരം പറഞ്ഞു. പിന്നെ വലതുവശത്ത് വരികയാണ്, മൂപ്പരെ കാണുന്നുണ്ട് റസൂൽ തങ്ങൾ, ഉത്തരം പറഞ്ഞു. മൂന്നാമത് ഇപ്പുറത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, അപ്പോഴും റസൂൽ ഉത്തരം പറഞ്ഞു. നാലാമത് ബാക്കിന്ന് ചോദിച്ചപ്പോൾ ആ തിരിഞ്ഞു നോക്കിയിട്ട് ഹദീസിൽ അങ്ങനെ ഉണ്ട്, വൽത്തഫത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് റസൂൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കി. അപ്പൊ മൂപ്പരാളല്ലേ 4 പ്രാവശ്യം. അപ്പൊ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്ത സംഗതി ഹുസ്നുൽ ഖുൽഖ് തന്നെ? ഇപ്പൊ ഒരു ഉമ്മ അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മോന് പോയിട്ട് എൻ്റെ പേനയുടെ ചോദിച്ചു, സങ്കല്പിച്ചോളൂ, അതാ ആ ഒരു മേശപ്പുറത്തുണ്ട്, ആള് പോയി തിരഞ്ഞു കാണില്ല. ഉമ്മ അത് കാണില്ലല്ലോ, നേരെ നോക്കുന്ന് പറയും ഒന്നാമത്. മൂന്നാമത് ഒന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചട്ടവും കൊണ്ട് അടി പറഞ്ഞതായിരിക്കും. ഈ ഹദീസിൽ തന്നെ അപ്പോ നമ്മൾ നല്ല സ്വഭാവം കൊണ്ട് സംസ്കൃതരാവണം. പിന്നെ സുഹൃദ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അത്യാവശ്യമായ ആഡംബരങ്ങൾ ഒക്കെ ഒഴിവാക്കുക, അനാവശ്യമായ ആഡംബരങ്ങൾ ഒഴിവാക്കുക, അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ജീവിതത്തിൽ കൊണ്ടുവരണം. അത് ഭക്ഷണത്തിലും എല്ലാ സംഗതിയിലും. ഹജ്ജിന് പോകുന്ന സമയത്ത് കുറച്ച് കൂടുതലായി വസ്തുക്കളൊക്കെ വേണ്ടി വരും. ഇൻഷാ അല്ലാഹ് നമുക്കത് സംസാരിക്കണം. പിന്നെ നമ്മുടെ ജീവിതത്തിന് മൊത്തം ഒരു ഓർഡർ സ്വയം തന്നെ നമ്മൾ നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ സുബൈക്ക് എന്താവണം, എപ്പോൾ എഴുന്നേൽക്കണം? ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ ഞാൻ എന്തായാലും ഒരു 4:30 എഴുന്നേൽക്കാൻ തീരുമാനിക്കുക. 4:30 ഞാൻ കണക്ക് പറയാൻ കാര്യം, പിന്നെ സുബൈ കൊടുക്കാൻ 1 മണിക്കൂറുണ്ട്. പിന്നെ തഹജ്ജുദ് നിസ്കരിക്കുക, ഇസ്തിഗ്ഫാർ നടത്തുക, ഖുർആൻ ഓതുക. ഖുർആൻ ഓതുന്നതിന് ഏറ്റവും പറ്റിയ സന്ദർഭം അതാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരിമാരൊക്കെ ഒന്ന് ആലോചിക്കുക. സ്വന്തം ഖബർ കുഴിപ്പിച്ചിട്ട് അതിലിരുന്ന് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ 300 പ്രാവശ്യം ഖുർആൻ ഖത്തം തീർത്തു എന്നാണ്. നമുക്ക് നാണം തോന്നുന്നത്. വിശുദ്ധ റമദാൻ കഴിഞ്ഞു, അന്ന് ഓതി വെച്ചിട്ട് ഇതുവരെ ഖുർആൻ്റെ ഉള്ളിൽ കാണാത്തവർ ചിലപ്പോൾ ഇതിലുണ്ടാവും. ഹാജി അങ്ങനെ ആവാൻ പാടില്ല. ഉപദേശിക്ക് തങ്ങൾ ഒരു ദിവസം രാത്രി നേരം വെളുക്കുമ്പോഴേക്ക് ഖത്തം തീർത്തു. ഒരു കാമ നിന്നിട്ട് ഒരു ഖത്തം തീർത്തു. അവർ എന്തിനാ ഒരു കാൽമ നിന്നത്? കലാപരിപാടിയാ? എനിക്ക് അതൊക്കെ കഴിയുമെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു കാലം അങ്ങനെ നിന്ന് ഖത്തം തീർത്തതാണോ? അല്ലല്ല, ഉറങ്ങിപ്പോവാതിരിക്കാൻ. 2 കാലമൊക്കെ നിന്നാൽ ചിലപ്പോൾ ഉറങ്ങും, ഖത്തം തീരൂല. ഒരു കാലം വന്നിട്ട് എങ്ങനെ ഒരു ബാലൻസ് കീപ്പ് ചെയ്തത്? കൈ ഇങ്ങനെ ചുമരുമാവും, അങ്ങനെ ഊന്നി നിർത്തിയെന്നാണ്. അതിൻ്റെ ഇടയിൽ ഒരു ആണി കുത്തി വെച്ചു എന്നാണ്. എങ്ങാനും ഉറങ്ങിപ്പോയി തൂങ്ങിയിട്ടുണ്ടെങ്കിൽ ആണി ടച്ച് ചെയ്യും, അതോടുകൂടെ അന്നത്തെ ഉറക്ക് പോകും. നമ്മളിപ്പോ അടുത്ത റമദാനായി, ഇതുവരെ ഒരു ഖത്തം തീർന്നില്ല എന്നുള്ള അടുത്തുള്ള സങ്കടത്തിലാണ്. ഇതൊക്കെ തീരണം. നമ്മളൊരു ദൃഢനിശ്ചയം വെക്കുക. ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോഴേക്കും 1 3 ഒക്കെ ഖത്തം തീർത്തിരിക്കും. പ്രത്യേകിച്ച് പലപ്പോഴും നമ്മൾ ഇഹ്റാമിലായിരിക്കും. ആ സമയത്ത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നാൽ ശരിക്കും നമ്മുടെ ഈ വാതിലിൻ്റെയും ഈ മേശയുടെ ഒക്കെ ഉള്ളിൽ ചെതല് കയറിയ മാതിരിയാവും. പേരിനൊരു മേശ ഉണ്ടാവും, പക്ഷെ ഒന്ന് ശക്തമായി പിടിച്ചാൽ ചിലപ്പോൾ ആ കാലുകൾ മുറിഞ്ഞു പോകും. ഉള്ളു ഫുള്ള് ചെതല് തിന്നു പോയിട്ടുണ്ട്. നല്ല ഹജ്ജ് ഉംറ നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹജ്ജിന്റെ ആത്മീയമായ കുറേ ഗുണങ്ങൾ പൂർവികരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പല രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട് നമ്മുടെ പണ്ഡിതന്മാർ. അത് ചിലതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എല്ലാം മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ഹൈർ. ഈ ഒരു ക്ലാസ്സിൽ തന്നെ അതങ്ങനെ തന്നെ ആവില്ലല്ലോ. ഒന്ന്, നമ്മൾ ഇതിനു വേണ്ടി സ്വരൂപ് കൂട്ടുന്ന എല്ലാ സംഗതികളും അത് വിശുദ്ധമായിരിക്കണം. നമ്മൾ ലോൺ എടുത്തിട്ടൊന്നും ഹജ്ജിന് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറ്റിച്ചിട്ട് ആ പൈസ കൊണ്ട് ഹജ്ജിന് പോകാൻ പറ്റില്ല. ലോട്ടറി കിട്ടിയ പൈസ കൊണ്ട് ഹജ്ജിന് പോകാൻ പറ്റില്ല. ഏതായാലും ലോട്ടറി കിട്ടിയ എൻ്റെ പാപം തീരാൻ വേണ്ടിയിട്ടൊന്നും ഹജ്ജിന് പോകാന്ന് കരുതാൻ പാടില്ല. അപ്പോൾ പൂർണ്ണമായും ഹലാലായ വസ്തുവകകൾ കൊണ്ടാവണം നമ്മൾ ഹജ്ജിന് വേണ്ടി തയ്യാറെടുക്കേണ്ടത്. അവന് ഗസാലി റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. ഇദാ കാന ആഖിറു സമാൻ ഖറജൻ നാസു ഇലൽ ഹജ്ജ് 4
ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ, ആ സന്ദർഭത്തിൽ കഴിഞ്ഞാൽ ജനങ്ങൾ 4 വിധത്തിലാണ് ഹജ്ജിന് പോകുക. വലിയ വലിയ അധികാരവർഗം ഹജ്ജിന് പോകാന്ന് പറഞ്ഞാൽ ഒരു പിക്നിക്കും ഒരു ടൂറും ആയിട്ടാണ് അവർ പോകുക. അവർക്ക് അതൊരു രസമാണ്. ഏതായാലും കുറെ കാലം അവിടെ നിന്നില്ലേ, എന്നാ പിന്നെ ഒരു ടൂറാണ് പോകാൻ നിർത്തിയിട്ട് പോകും. തിജാറത്തി, സമ്പന്നന്മാരും വല്ല കച്ചവടം ഒപ്പിക്കാനും അവിടെ വല്ല വിസയും ഒപ്പിക്കാൻ പറ്റുമോ നോക്കാനും, പിന്നെ നമ്മുടെ മോനൊരു വിസക്ക് ചാൻസ് കിട്ടുമോ നോക്കാനും കച്ചവടത്തിന് പോകും. ഫുഖറാഉൽ മസ്അലത്തി, പാവപ്പെട്ട ആൾക്കാർ ഹജ്ജിന്റെ സീസൺ ആണല്ലോ, കുറച്ച് പണക്കാരോടെങ്കിലും യാചിച്ച് കളക്ട് ചെയ്യാൻ നിർത്തിയിട്ട് പോകും. പണ്ഡിതന്മാരൊക്കെ ആയിട്ടുള്ള കുറെ ആൾക്കാർ ഹജ്ജിന് പോകുന്നതിനാണ് അവരുടെ ഒരു പ്രസക്തിക്കും അവരുടെ ഒരു പ്രസിദ്ധരാകാനൊക്കെ വേണ്ടിയിട്ട് പോകും. ഈ 4 ഹജ്ജും ഒറിജിനൽ ഹജ്ജല്ല. പിന്നെ ഞാനീ പറഞ്ഞതുപോലെയോ അതിലേറെ കുറെ വിശദീകരിക്കേണ്ടതാണ്. ആ രീതിയിൽ വിശുദ്ധമായ നിയ്യത്തോടു കൂടെ തൗബ ചെയ്ത് നമ്മുടെ സ്വഭാവം വളരെ നന്നാക്കി കൂടുതൽ ഇബാദത്തൊക്കെ പരിശീലിച്ച് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് ഖുർആൻ ഓതി പദം വന്ന് കഅബയിലേക്ക് എത്താൻ ഒരു മികച്ച ആഗ്രഹം വരുന്നൊരു സന്ദർഭം നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. ആ ഒരു സമയത്താവണം നമ്മൾ അങ്ങനെ ഹജ്ജിലേക്ക് പോവേണ്ടത്. രണ്ടാമതായി, അള്ളാഹുവിന്റെ ശത്രുവിനെ തീരെ സഹായിക്കാതിരിക്കുക. നമ്മ തങ്ങൾ പറയുന്നത് ഞാൻ കൂടുതൽ വിശദീകരിക്കണ്ട, ഇബ്ലീസാണ്. അള്ളാഹുവിന്റെ ശത്രുവിനെ സഹായിക്കാതിരിക്കലാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പ്രധാനമായിട്ട് ഇബ്ലീസാണ്. ഇബ്ലീസിനെ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു സംഗതിയാണ് ഇപ്പൊ ഈ ഒരു ബഡ്കൂസ്. അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇവിടൊക്കെ നമ്മളെ വീഡിയോ കാണുമ്പോൾ 1.5 GB ഒക്കെ ആയ വട്ടം ചുറ്റിലുടങ്ങുമല്ലോ. ഹജ്ജിന് പോയാൽ അതുണ്ടാവില്ല, ഫുള്ള് വൈഫൈ ആയിരിക്കും നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലൊക്കെ. ഫോൺ വിളിക്കാനൊക്കെ ഇത് ആവശ്യമാണ്, നമുക്ക് നല്ലൊരു സൗകര്യമാണ്. നമ്മുടെ വീട്ടിൽ നോക്കാൻ വാട്സാപ്പ് അവിടെ വർക്ക് ചെയ്യൂല. വാട്സാപ്പ് ചില രാജ്യങ്ങളിൽ, ഇപ്പോൾ ബഹ്റൈൻ പോലെയുള്ള ചില നാടുകളിൽ മാത്രമേ അവർ അനുവദിച്ചിട്ടുള്ളൂ. നേരെമറിച്ച് ഇതുവഴി നമുക്ക് പല രീതിയിലും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കാം. അതൊക്കെ പരമാവധി ചുരുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണല്ലോ. കാരണം ഫോൺ വിളിക്കാനാണെങ്കിൽ അവിടെ തന്നെ പോകണമെന്നില്ല. അപ്പൊ അള്ളാഹുവിന്റെ ശത്രുവിനെ സഹായിക്കുന്ന ഒരു സംഗതിയാണിത്. നമ്മളവിടെയൊക്കെ 1.5 GB ആയി കഴിഞ്ഞാൽ വട്ടം ചുറ്റിയിട്ടെങ്കിലും എടുത്തു വെക്കും. അവിടെ ആ പരിപാടിയില്ല, നേരം വെളുക്കോളം വേണമെങ്കിൽ ഇതിൽ തന്നെ ചെയ്യാം. പലരും കാണാം, ഈ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ മുന്നിലുള്ള കുറെ ഇരിക്കൽ സൗകര്യങ്ങളുണ്ടാവും, അവിടെ ഇരുന്ന് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കണ്, രാഷ്ട്രീയം കാണുന്നു, അഭിപ്രായം പറയുന്നു. ഇതൊക്കെ ഹജ്ജിന്റെ സത്തയെ ബാധിക്കും. അള്ളാഹുവിന്റെ ശത്രുവിനെ സഹായിക്കലാണ് ജീവിതത്തിലുടനീളം വേണ്ടതാണ്. ഞാൻ പിന്നെ അങ്ങനെ ഒരു ആത്മീയ പ്രഭാഷണം ഇപ്പം നടത്തുന്നില്ല. ബാംഗ്ലൂരിലൊരു യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ കേരളക്കാർ 4 മണിക്കൂറോളം ഡെയിലി സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നുണ്ട് എന്നാണ്. അത്ര മാരകാണത്. 24 മണിക്കൂർ 4 മണിക്കൂർ സോഷ്യൽ മീഡിയക്ക് മാറ്റി വെക്കാന്ന് പറഞ്ഞാൽ. മസ്കറ്റിലെ കാബൂസ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനത്തിൽ ലോകാടിസ്ഥാനത്തിൽ തന്നെ കുടുംബബന്ധം തകരാനുള്ള പ്രധാന കാരണം സോഷ്യൽ മീഡിയയാണ്. 2025 മാത്രം 4482 ഭർത്തൃമതികൾ ചാടിപ്പോയി. ഈ കോളേജ് കുട്ടികളൊന്നും പോണതിനെ പറ്റിയല്ല ഞാൻ പറയണത്, ആ കണക്കൊന്നും ഇതിൽ പെടൂല. പിന്നെ കേസായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതും ഇതിൽ പെടൂല. മക്കളും ഭർത്താവും വീടൊക്കെ ഉള്ളവരിറങ്ങിപ്പോയി. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സംഗതിയാണെന്ന് കാബൂസ് യൂണിവേഴ്സിറ്റി നടത്തിയ ഔദ്യോഗിക പഠനമുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ശത്രുവിനെ സഹായിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ സാധനം ഉപയോഗിക്കാതിരിക്കുക. പിന്നെ അത് ആവശ്യം വരും എല്ലാവർക്കും ഓരോന്ന്. നമ്മൾ അവിടെ എവിടെയും പോയിട്ടുണ്ടെങ്കിൽ, എവിടെയൊന്ന് കൈവിട്ട് പോയിട്ടുണ്ടെങ്കിൽ വിളിക്കാനും അറിയാനൊക്കെ അത് ആവശ്യം വരും. പിന്നെ നുസുക്ക് ആപ്പ് പോലെയുള്ള സാധനങ്ങൾ ഇതിൽ കയറ്റാണ്ട് അതൊക്കെ യഥാസമയം നമ്മുടെ ട്രാവൽസുകാരും ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിൽ അതിൻ്റെ ഈ ചുമതലയുള്ള ആളുകളും നിങ്ങളെ പഠിപ്പിക്കും. അതൊന്നും ഇവിടെ വിശദീകരിക്കുന്നതിന് വലിയ അർത്ഥമല്ല. അത് നേരാവണ്ണം പഠിച്ചാൽ നമ്മൾ എവിടെ കൈവിട്ട് പോയാലും അവിടുത്തെ ഒരു ഫോട്ടോ എന്തെങ്കിലും അയച്ചു കൊടുത്താൽ നമ്മളെ കണ്ടുപിടിക്കാൻ അവർക്ക് സാധിക്കും. അപ്പോൾ അത് ആവശ്യമാണ്, പക്ഷേ മിസ്യൂസ് ചെയ്യരുത്, അള്ളാഹുവിൻ്റെ ശത്രുവിനെ സഹായിക്കരുത്. മൂന്നാമതൊരു സംഗതി, ഈ നമ്മുടെ ആവശ്യം കഴിഞ്ഞും കുറച്ച് കാര്യങ്ങളൊക്കെ കരുതുക എന്നുള്ളത്. അപ്പോൾ ഭക്ഷണമാണെങ്കിലും ഈ മുഖത്ത് തൂക്കുന്ന സംഗതികൾ ഒന്നും മാത്രമായിട്ട് പോകല്ല. ഈ സ്ത്രീകളൊക്കെ കയ്യിൽ ഇരുന്ന സാധനങ്ങളൊക്കെ കുറേ എണ്ണം, ഒരു 3-4 എണ്ണമൊക്കെ കൊണ്ടുപോകണം.
കാരണം ഒരു സ്ത്രീയുടെ നഷ്ടപ്പെട്ടാൽ നമുക്ക് പറ്റുമെങ്കിൽ ഒന്ന് സഹായിക്കണം. ഇത് ഇഹ്റാമിലാവുമ്പോൾ പറ്റൂല, നമുക്കറിയാമല്ലോ, നമുക്ക് അതിൻ്റെ മസാല പറയാം. അല്ലാത്ത സമയത്തൊക്കെ ഇതിടൽ നിർബന്ധമാണ്. നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ, ഉസ്താദ്മാരെ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഇഹ്റാമിലല്ലെങ്കിൽ സ്ത്രീകൾ മുഴുവൻ മറഞ്ഞിരിക്കണം. ഉസ്താദ്മാർക്ക് പലപ്പോഴും പറയാനുള്ള പ്രയാസങ്ങളുണ്ടാവും. കാര്യം അത് പിന്നെ ഒരു വലിയ ആരോപണമായിട്ട് ചിലപ്പോൾ സ്ത്രീകളൊക്കെ കൂടെ അത് വർദ്ധിപ്പിക്കും. അപ്പൊ സഹായിക്കാൻ പറ്റുന്ന എന്തൊക്കെ സംഗതി ഉണ്ടോ അതൊക്കെ സഹായിക്കൽ. അത് ഹജ്ജ് മബ്രൂറാവാനുള്ള വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയണതും കൂടെയാണ് കേട്ടോ. അത് ഒരു അജയരുണ്ട്, അയാളുടെ പാണ്ഡം പൊക്കാൻ കഴിയാതെ അങ്ങനെ അടങ്ങാറാവണം. നമ്മൾ തവാഫ് കാബിന്റെ തൊട്ടടുത്ത് കിട്ടട്ടെ എന്ന് എഴുതിയിട്ട് ഓടുകയാണ്. പക്ഷെ ആ ഓട്ടത്തേക്കാൾ പ്രാധാന്യം ആ അജയരൊന്ന് പിടിച്ച് തലയിലേക്ക് ആ വസ്തു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാണ്ഡം വെച്ചുകൊടുക്കാനുള്ള ഒരു ഹെൽപ്പ് നടത്തലാണ്. അതിന് നിരവധിയായ അവസരം കിട്ടും നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നല്ല ആരോഗ്യമുള്ള കാലത്ത് പോയാലാണ് ഹജ്ജ് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളവിടെ ഓരോരുത്തരും നല്ല സാമൂഹിക പ്രവർത്തകരാവണം. അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഹജ്ജ് സ്വീകാര്യമാവുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ കൂടുതൽ വസ്തുക്കളൊക്കെ എടുത്തിട്ട് നമ്മളെ കൊണ്ട് പറ്റും വിധം സഹായം ചെയ്യണം. കൂടുതൽ റിയാലൊക്കെ ഒന്ന് കൈപിടിക്കുക. ചില ആളുകൾക്ക് ആവശ്യം വന്നാൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. പറ്റുമെങ്കിൽ ഹജ്ജിൽ നിന്ന് നമ്മൾ പോരുന്നത് വരെ എല്ലാ ദിവസവും എന്തെങ്കിലും ഒന്ന് സദഖ ചെയ്യുക. എന്തെങ്കിലും ഒന്ന് ജ്യൂസ് മേടിച്ചെടുത്തിട്ടായാലും കൊള്ളാം, എന്തെങ്കിലും ഒന്ന് എല്ലാ ദിവസവും സദഖ ചെയ്യുക. ഹറമിലാണ് നമ്മളുള്ളതെന്ന ബോധം ഉണ്ടാവണം. പിന്നെ ഫുസൂഖ്, ജിദാല്, റഫസ്, തർക്കം, കുതർക്കം, പിന്നെ ഫുസൂഖ്, ഹറാമായ കാര്യങ്ങൾ ചെയ്യൽ, ലൈംഗികമായ ഇടപാടുകൾ, ഇതൊക്കെ സമ്പൂർണമായി മാറി നിൽക്കണം. എന്താണ് ജിദാൽ എന്ന് മാമന ഗസാലി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് കിടക്കണില്ല. പിന്നെ പരമാവധി നടക്കാൻ ശ്രമിക്കുക. അപ്പൊ ഈ കഅബന്റെ അടുത്തുകൂടെ നമുക്ക് തവാഫൊക്കെ കിട്ടിയാൽ വളരെ പെട്ടെന്ന് തീരും. നേരെ മറിച്ച് വീൽ ചെയറിലൊക്കെ ആണെന്നുണ്ടെങ്കിലോ നമുക്ക് ഹെൽപ്പിനാളെ കൊണ്ടുപോയിട്ടുണ്ട്, അവൻ്റെ അച്ഛൻ്റെ പൈസ ഞാനെടുത്തത്. എന്നാൽ തന്നെ നമ്മൾ സ്വന്തമായിട്ടൊന്നും തവാഫ് ചെയ്യാൻ ശ്രമിക്കാതെ, അത്രയൊക്കെ ആരോഗ്യമുള്ളവരോ കേട്ടോ, കാല് വയ്യാത്തവർക്ക് പിന്നെ നിവൃത്തിയില്ലേ, അവർ ഈ വീൽ ചെയറിൽ ഇങ്ങനെ മുകളിലൂടെ ചുറ്റിയാൽ ഒരു നിലക്കും മത്താഫിലേക്ക് വീൽ ചെയർ വരെ വിടൂല. ഉംറക്കൊക്കെ ചിലപ്പോഴൊക്കെ ഒപ്പിച്ചൊരു പോകലുണ്ട്. എന്നിട്ട് പറയാ, ഞാൻ അടിയിൽ കൂടെ തന്നെ ചുറ്റി. എത്ര ആളെ കുത്തിയിട്ടാന്നറിയാവോ? ഈ സാധനന്റെ ഒരു കുത്ത് ബാക്കിൽ വന്നിട്ട് വേദന അങ്ങോട്ട് തലച്ചോറ് കയറി പോകും. വഴക്കറിയാനും വയ്യ. ഹറമിലാണ്, മസ്ജിദ് ഹറമിലുമാണ്. അങ്ങനെ വലിയ ധീരനായിട്ട് പറയാം, ഹുക്കൂമത്തിന്റെ നിയമങ്ങളെ ലംഘിച്ചിട്ട് അതൊരു കാര്യമായ പുണ്യൊന്നുമല്ല. മത്താഫിലേക്ക് ഇറക്കരുത് വീൽ ചെയർ എന്നവർ പറയുന്നത് വേറെ ആളുകൾക്ക് ഉപദ്രവം വരുന്ന എഴുതിയിട്ടാണ്. പിന്നെ എന്ത് ചെയ്യണം? മേലെ കൂടെ ചുറ്റണം. ഈ മേലെ കൂടെ ചുറ്റുമ്പോൾ തവാഫൊക്കെ കഴിഞ്ഞു വരുമ്പോഴേക്ക് 10-16 കിലോമീറ്റർ ചുറ്റി എന്നുള്ളതിന് പുറമെ തവാഫിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ് ഇടതുവശം കഅബയിൽ നിന്ന് മാറാതിരിക്കുക. പലയിടത്തും ഈ മുകളിലുണ്ടാക്കിയിട്ടുള്ള വീൽ ചെയറിന് തവാഫ് ചെയ്യാനുള്ള ആ സംവിധാനം ഉണ്ടല്ലോ, അത് പലയിടത്തും ഇങ്ങനെ മുട്ടയുടെ ഒക്കെ ആകൃതിയിലാണ് വരുന്നത്. ആ സമയത്ത് നമ്മൾ നേരെ തന്നെ ചുറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന ആളുടെയും ചുറ്റിച്ചുകൊണ്ടിരിക്കുന്നതും ഇഹ്റാം കെട്ടിയിട്ട് മൂപ്പരുടെയും കൂടി തവാഫാണെങ്കിൽ അദ്ദേഹത്തിൻ്റെയും തവാഫ് നശിക്കും. നേരെ മറിച്ച് നമ്മൾ മത്താഫ് കൂടിയാണെന്നുണ്ടെങ്കിൽ നേരെ ആ ലൈൻ ഇങ്ങനെ ഉണ്ടാവും, മാറുമ്പോഴേക്കാ ലൈനിലെത്തും നമ്മൾ. അപ്പൊ പരമാവധി നടന്നുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ സാധിക്കണം. പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യണം. കൂടുതൽ ഞാൻ അതിനായിട്ട് കിടക്കുന്നില്ല. പിന്നെ നമ്മുടെ സംഗതികളൊക്കെ നമ്മൾ തന്നെ ചെയ്യാൻ പരമാവധി ശ്രമിക്കും. വേറൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതിനപ്പുറം നമ്മൾ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ അതൊരു ശീലമായി വന്നാൽ നമുക്ക് ജീവിതത്തിൽ ഉടനീളം അതുകൊണ്ട് ഉപകാരം കിട്ടും. വേറൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഡംബരത്തിനൊന്നുമല്ല നമ്മളങ്ങോട്ട് പോണത്. ആഡംബരത്തിനല്ലേ അല്ല, പരമാവധി മനുഷ്യൻ അവൻ്റെ ദില്ലത്ത്, അതായത് അവൻ്റെ നിസ്സാരത പ്രകടിപ്പിക്കുന്ന രീതിയിലാവണം. അപ്പൊ നന്നായിട്ട് സ്റ്റൈലാക്കാൻ പോകുക അല്ലാത്തത് കൊണ്ട് അജാതി ആഡംബരങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന്, ഇറാമിലാണെങ്കിലും അല്ലെങ്കിലും, ഇറാമിലാണെങ്കിൽ പിന്നെ അത്തറ് സോപ്പ് പോലത്തേനൊക്കെ വിലക്കുണ്ടല്ലോ, അതല്ലാത്തപ്പോഴും ഞാൻ ഉള്ളത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഭവനത്തിന്റെ പരിസരത്താന്നുള്ള ബോധത്തിലാവുക. ആദ്യമായി കഅബ നിർമ്മിക്കപ്പെടുന്നത് മഹാനായ ആദം നബിയെ സൃഷ്ടിക്കുന്നതിൻ്റെ
7000 വർഷം മുന്നേ മലാക്കമാരാണ് അത് ചെയ്തത്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കൽപ്പന കൊണ്ട് മലാക്കമാർ കഅബ നിർമ്മിക്കുന്നു. അത് ബൈത്തുൽ മഅമൂറിൻ്റെ നേരെ സൂത്രത്തിൽ അതേ വലുപ്പത്തിൽ നിർമ്മിച്ചു എന്നാണ്. പിന്നീട് പലവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഅബയിൽ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറുപ്പകാലത്ത് കഅബയുടെ പുനർനിർമ്മാണം നടന്നു. അന്ന് ഹലാലായ മുതൽ കൊണ്ട് മാത്രമേ കഅബ നിർമ്മിക്കുള്ളൂ എന്ന് ഖുറൈശികൾ വാശി പിടിച്ചതിനാൽ, തീരുമാനമെടുത്തതിനാൽ കുറച്ച് ഭാഗം കഅബയിൽ പെട്ട ഭാഗം ഇന്നുള്ള കഅബയുടെ ഉള്ളിൽപ്പെടാതെ അവർ ഒഴിവാക്കി വെച്ചു. അതാണ് നമ്മൾ ഹിജർ ഇസ്മായിൽ എന്ന് പറയുന്നത്. അപ്രകാരം തന്നെ കഅബയുടെ ഒരു തറ പോലെ പലയിടങ്ങളിലായിട്ട് കാണുന്ന ഷാദുർവാൻ എന്ന് പറയുന്ന ഒരു ചെറിയ സാധനമുണ്ട്. അതൊക്കെ കഅബയുടെ ഭാഗമാണ്. വിശുദ്ധമായ കഅബ, അതിൻ്റെ പൗരുഷയും പ്രത്യേകതകളും പറയാൻ നമുക്ക് സമയമല്ല. വെറുതെ നോക്കിയിരുന്നാൽ പുണ്യം കിട്ടുന്നൊരു ശ്രേഷ്ഠമായ കെട്ടിടമാണത്. അപ്പോൾ കഅബയിൽ പോയാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ മൊബൈൽ കളിക്കല്ല. ഒരു പണിയില്ലെങ്കിൽ കഅബ നോക്കി ഇങ്ങനെ നിൽക്കണം. ഓരോ സമയത്തുള്ള ദിക്റുകളുണ്ട്. എപി ഉസ്താദിൻ്റെയൊക്കെ കിതാബിൽ അതുണ്ട്. അപ്രകാരം തന്നെ ദിക്റിൻ്റെ മാത്രമുള്ള ചെറിയ കിതാബുകളുണ്ട്. അത് സാധനം കയ്യിലുണ്ടല്ലോ എന്ന് കരുതിയിട്ട് വിശ്വസിച്ച് സന്തോഷത്തിൽ പോകരുത്. 2 കോപ്പിയെങ്കിലും വേണം. ഒന്ന് നഷ്ടപ്പെട്ടാൽ പിന്നെ ഉപയോഗിക്കാൻ അവിടെ വെച്ചിട്ട് വാങ്ങാൻ കിട്ടൂല. എല്ലാവരും ആവശ്യക്കാരായിരിക്കും. അതുകൊണ്ട് അവരുടേത് നിങ്ങൾക്ക് തരൂല്ല. ഏത് ഉസ്താദിനാണെങ്കിലും ആ ദിക്ർ ഫുള്ളൊന്നും കാണാതറിയില്ല. പേജുകളിലെ ദിക്റല്ലേ തവാഫിലും അപ്രകാരം സായിലും ഒക്കെ ചെയ്യാനുള്ളത്. ഇത് കാണാതറിയില്ല. അതുകൊണ്ട് ഉസ്താദിന്റെ ചോദിക്കാന്ന് വിചാരിച്ചാൽ മൂപ്പരപ്പ് വിട്ടൊന്നൊള്ളുന്നില്ല. ഒന്ന്. രണ്ടാമത്തത്, നമ്മളങ്ങോട്ട് പോകുന്നതിന്റെ മുമ്പ് പ്രധാനപ്പെട്ട ദിക്റുകളൊക്കെ ചൊല്ലി ശീലാക്കണം. കാണാതെ പഠിച്ചില്ലെങ്കിൽ പോലും ചെറിയ ചെറിയ ദിക്റുകളൊക്കെ കാണാതെ പഠിക്കണം. ചൊല്ലി ശീലാക്കണം. അല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് വായിക്കല്ലേ ചെയ്യുക. അതിനൊരു അർത്ഥം ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, എബിസാദിന്റെ ആ വലിയ പുസ്തകത്തിലൊക്കെ ദിക്റിന്റെ ഒരു ബ്രീഫ് ആശയം പിന്നെ കൊടുത്തിട്ടുണ്ട്. അതും നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. എന്നാ ഈ പറയണത് അതാണെന്ന് ബോധ്യം. ഇപ്പൊ നമ്മള് തവാഫിലൊക്കെ പറയുന്ന 2-3 ദിക്റിന്റെ ഇടയിൽ വരുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ കുല്ലി ഖൈരി മാ സഅലക ബിഹി നബിയുക മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇബാദുക സ്വാലിഹൂൻ. എന്താ ഇതിന്റെ അർത്ഥം? പടച്ച റബ്ബേ, നബിയും മറ്റ് പൂർവികരാവുന്ന മഹാന്മാരും ചോദിച്ച ഖൈറായ സംഗതികളൊക്കെ ഞാൻ എന്നോട് ചോദിക്കുന്നു എന്നാണ്. അതിങ്ങനെ മനസ്സറിഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ എന്തൊരു സന്തോഷം ഉണ്ടാവും. നബിയും മറ്റ് പൂർവികരാകുന്ന മഹാന്മാരും കാവൽ തേടിയ എല്ലാ വിപത്തിൽ നിന്നും ഞാൻ എന്നോട് കാവൽ തേടുന്നു. ഇത് മനസ്സറിഞ്ഞ് ചെല്ലുമ്പോൾ നമ്മുടെ പ്രാർത്ഥന എത്ര അർത്ഥപൂർണ്ണമാകും. ഏറ്റവും ചുരുങ്ങിയത് അത് നന്നായിട്ട് വായിച്ചാൽ കിട്ടും വിധം നമ്മളത് പരിശീലിക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ചുറ്റ് കഴിയുമ്പോഴും ഭൗതികമായിട്ടുണ്ടാവും. സത്യത്തിൽ നമ്മൾ അജറുൽ അസ്വദിന്റെ അവിടുന്ന് തുടങ്ങി കഅബയുടെ വാതിലുള്ള ആ ഭാഗത്ത് ഇങ്ങനെ എത്തി കഅബങ്ങളെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ടാവും. ഇങ്ങനെ വട്ടത്തിലൊരു കെട്ട്, അതാണ് ഹിജർ ഇസ്മായിൽ എന്ന് പറയുന്ന ഭാഗം. അതിൻ്റെ ഉള്ളിൽ കഅബയാണ്. മുഴുവനല്ല, ഒരു 3-3.25 മീറ്ററോളം അത് കഅബയാണ്. അതിലൂടെ ഇങ്ങനെ നമ്മൾ ചുറ്റി വന്നിങ്ങനെ ഇപ്പുറത്തെത്തുമ്പോ റുക്നുൽ യമാനിയിലെത്തും നമ്മൾ. അവിടെയും കുറച്ച് ഭാഗം കഅബ ഓപ്പണാക്കി ഇട്ടിട്ടുണ്ട്. അവിടെ എത്തുമ്പോഴേക്ക് നമ്മുടെ കിതാബിലുള്ള ദിക്ർ ശരിക്കും തീരണം. കാരണം ഹജറിന്റെയും റുക്നുൽ യമാനിന്റെ ഇടയിൽ നമ്മൾ കാര്യമായി വർദ്ധിപ്പിക്കേണ്ടത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തൻ എന്നുള്ള ആ ദിക്റാണ്, ആ ദുആയാണ്, ആ ഖുർആൻ ആയത്താണ്. 3 ആണത്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത്. ദിക്റാണത്, ദുആയാണത്, ഖുർആൻ ആയത്താണ്. അപ്പൊ അതിങ്ങനെ തപ്പിത്തടഞ്ഞ് ഒപ്പിച്ചൊപ്പിച്ചിങ്ങനെ അറിയാത്ത ആളുകൾ ആരോ പണം അയച്ചു എന്നൊക്കെ പറയണ മാതിരി, ആരോപണം അയച്ചു എന്നുള്ളത് ആരോ പണം അയച്ചു എന്നൊക്കെ പറഞ്ഞ് വായിക്കണതിനേക്കാൾ നല്ലത് വായിച്ച് ശീലാക്കുക. ഈ ഊന്നൽ കൊടുക്കുന്ന അനുസരിച്ച് അർത്ഥം മാറൂലേ. അള്ളാഹുവെ നല്ല വണ്ണം തരയണമേ എന്ന് ദ്വാരക്കണീന് പകരം അള്ളാഹുവെ നല്ല വണ്ണം തരയണമേ എന്ന് ദ്വാർന്നാലോ ഒരക്ഷരം മാറിയിട്ടില്ല, 2 ഒന്നാണ്. അള്ളാഹുവെ നല്ല വണ്ണം തരയണമേ എന്ന് ആദ്യം ദ്വാർന്നത്, നമുക്ക് എല്ലാ ഖൈറാത്തും തരണേന്ന് അർത്ഥം. നേരം വെച്ച് അള്ളാഹുവെ നല്ല വണ്ണം തരയണമേ ഊന്നൽ അങ്ങോട്ട് കൊടുത്താലോ നല്ല വണ്ണം തരണേന്നോ, അല്ലെങ്കിൽ തന്നെ വണ്ണം കൂടിയിട്ടുള്ള പ്രയാസത്തിലല്ലായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ഓതുന്ന സമയത്ത്, ദിക്ർ ചെല്ലുന്ന സമയത്ത്, ദുആ നടത്തുന്ന സമയത്ത് ഈ രീതിയിലായാല് ഇതുണ്ടാവില്ലേ. അതുകൊണ്ട് നന്നായിട്ട് അതൊന്ന് പഠിച്ച് പരിശീലിക്കണം. നമ്മുടെ കിതാബിലുണ്ട് കൃത്യമായിട്ട്. അദ്ദേഹം അത് നമുക്ക് കാണിച്ചു തരുന്നു. തവാഫിന്റെ സുന്നത്തുകളും ഇതൊരു കൈപുസ്തകമായിട്ട് നമ്മൾ അതിൽ എപ്പോഴും വേണം. തവാഫിന്റെ സുന്നത്തുകളും പിന്നെ ചെല്ലേണ്ട ദിക്റുകളും ഓരോ ചുറ്റിലും ഇതുകൊണ്ട് വേറൊരു ഗുണമുണ്ട്. എന്താണെന്നറിയാം,
നമ്മളേക്ക് ചുറ്റും എണ്ണം പോയി പോകില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇങ്ങനെ 7 മണിയുള്ള ചെറിയ മാലൊക്കെ കിട്ടും ഓരോ ചുറ്റിനും എണ്ണം പിടിക്കാൻ. കുറച്ചവിടെ പോയതിൻ്റെ ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ടാണോ ഇവിടുന്ന് ഇങ്ങോട്ടാണോ കൺഫ്യൂഷൻ വരും. അങ്ങനെ കൺഫ്യൂഷൻ വന്നുള്ള മസല നമുക്ക് പറയാം. ചെറുത് ഏതാ അയിമ പിടിച്ചിട്ട് ബാക്കിയുള്ളത് പൂർത്തിയാക്കണം. ഇവ 4 ആയത് 3 ആയത് എന്ന് ഡോട്ട് വന്ന 3 കണക്കാക്കിയിട്ട് പിന്നുള്ളത് തീർക്കണം. ഇതിൻ്റെ ഇവിടെ എന്താന്ന് പറയുക, നിങ്ങൾ ഒന്നാമത്തെ ചെല്ലി എന്നാൽ കഴിഞ്ഞാൽ അടുത്ത 2 ഇവിടെ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ നമ്മൾ ചെല്ലി ഇവിടെ എത്തുമ്പോഴേക്ക് 2 തീരും. പിന്നെ ചെല്ലാനുള്ള 3 തന്നെ. അങ്ങനെ 7 എത്തുമ്പോഴേക്ക് എണ്ണം വയ്ക്കാതെ ചെല്ലാനും കൂടി ഈ സംഭവം ഉപകാരപ്പെടും. അതിൻ്റെ ഒരു സാധാരണ ഗുണം ഞാൻ പറഞ്ഞതാണ്. മറ്റേത് ദിക്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇത് ചൊല്ലി തന്നെ ശീലിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താണ്. അപ്പൊ ഇനി മുതലുള്ള ഏകദേശം പല ദിവസങ്ങളിലായിട്ട് ഇത് ചൊല്ലി വെക്കാലോ അല്ലേ? ഹജ്ജിന് പോണവരില്ലേ, പ്രത്യേകിച്ച് ഗവൺമെന്റിലൊക്കെ പോകുന്ന ആളുകൾക്ക് അമീർ പോലും ഉണ്ടാവില്ല. ഏതെങ്കിലും തൊപ്പിട്ട ആളെ പിടിച്ച് നമ്മളാണ് അമീറാക്കലാണ്. മൂപ്പര അമീറാണോ ഹമീറാണോ എന്ന് അറിയണമെങ്കിൽ ചിലപ്പോൾ ഹജ്ജൊക്കെ ബാത്തിലാണ്. ഞാനൊരു വലിയ ഉസ്താദിനോട് ഹജ്ജിന് പോണ സമയത്ത് ഞാൻ ഒറ്റക്ക് ഹജ്ജിന് പോവുകയാണ്. അത് ഫുള്ള് ആസ്വദിച്ച് ചെയ്യാൻ വേണ്ടി കുറെ കാലമായിട്ട് ഇങ്ങനെ പൂതിച്ചും പഠിച്ചും നടക്കണല്ലേ. തോഫീക്ക് കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് വേറെന്താ എന്താ അറിയാം, നിങ്ങൾക്കും നിങ്ങളപ്പോഴുള്ള 500 ആൾക്കും അള്ളാഹു അതിന് തോഫീക്ക് കേൾക്കട്ടെ. ഞാനാകെ ഞെട്ടി, ഇതെന്താ 500 ആള്? വൈഫിനെ വരാമെന്ന് ഞാൻ കരുതിയിട്ടില്ലായിരുന്നു. പിന്നെ അവളെ ആഡ് ചെയ്തിട്ട് അവളും പോന്നു. ഞാൻ ചോദിച്ചു ഇതെന്താ 500 ആൾ? അപ്പം മൂപ്പരിനോട് പറഞ്ഞു, സാധാരണ ഒരു തൊപ്പിട്ട വത്സരമൊക്കെ ഉണ്ടായിരുന്നു 150, 200 ആളൊപ്പം കൂടും. പിന്നെ അത് നിങ്ങളാവുമ്പോൾ ഒരു 500 ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്ക് വെച്ചടി പുലർന്നു. വിനയിലെത്തിയപ്പോൾ ഞങ്ങളെ ടെമ്പിലുള്ള ഏകദേശം എല്ലാവരും ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിച്ചിരുന്നു. അപ്പം ഞങ്ങളെ ഇമാമത്ത് ഞങ്ങളെ ക്ലാസ് അതിനെതിരെ നിൽക്കുന്ന ആളുകൾ നന്നേ കുറഞ്ഞു. ഓൽക്കുന്നതോടെ അങ്ങോട്ട് തീരെ മൂവ് ചെയ്യാൻ കഴിയാതെ എന്നുവെച്ചാൽ എല്ലാ ഫിത്തിനെയും വരുന്നു. അന്ന് കുറച്ച് തബ്ലീഗിന്റെ കുട്ടികളിൻ്റെ അടുത്ത് വന്നിട്ട് വെള്ളിയാഴ്ചയായിരുന്നു ഞങ്ങളവിടെ എത്തുന്നത്. മൈക്കിങ് സെറ്റൊക്കെ ഉണ്ട്, നമുക്ക് ജുമ നടത്തല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ജുമേൻ്റെ 1ാമത്തെ നിബന്ധന ശരിയായി, നിങ്ങളൊരു 40 ഇവിടെ പാർക്കുന്ന ആൾക്കാരെ കൊണ്ടുവരിക. 1ാമത്തെ നിബന്ധന മൈക്കിങ് സെറ്റ് ഉണ്ടാവുക എന്നുള്ളതല്ലേ, അത് ശരിയായി. അപ്പോൾ അവരിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഇതാണ് അതിൻ്റെ മസല, നിങ്ങൾക്ക് വല്ലാതെ ജുമ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുലപ്പള്ളി പോയി നോക്കിയത്, അവിടെ ജുമ അല്ലാന്ന് നമുക്ക് ഉറപ്പാണ്. അങ്ങനെ അവർ പൊരി വെയിലത്ത്, ഞാൻ പറഞ്ഞു 55 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ചൂട്, അവർ പോയി അവിടേക്ക് ജുമ നടത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 3 മണിയാകുമ്പോൾ ഇങ്ങനെ കതച്ചു വന്നിട്ടുണ്ട്. ഞാൻ ജുമ സ്കരിച്ചു വെച്ചു, അവിടെ ജുമ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തെങ്കിലോട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആത്മീയമായി മനസ്സും ശരീരവും ഒക്കെ ശുദ്ധീകരിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ ഹജ്ജിൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് കിടക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഒന്നുകൂടെ ആവർത്തിക്കുന്നു, പിന്നെയും പഠിച്ച് നല്ല എക്സ്പീരിയൻസ് വരുത്തേണ്ട ഒരു പ്രത്യേകമായ ഇബാദത്താണിത്. എന്നാലോ തീരെ പ്രയാസമല്ലതാണ്. ഇപ്പം നാവുകൊണ്ട് ചെല്ലേണ്ട ഒരൊറ്റ സംഗതി നിർബന്ധമായി ഹജ്ജിലില്ല. നമ്മളീ പറഞ്ഞ ദിക്റും ദുആയൊക്കെ സുന്നത്താണ്. സുന്നത്ത് അത്ര മോശമുണ്ടെന്നോ ചെയ്യരുത് എന്നല്ല ഞാൻ പറയണത്, പരമാവധി വർദ്ധിപ്പിക്കണം. പക്ഷെ നമ്മുടെ നിസ്കാരത്തിൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ, 4 നാവ് കൊണ്ട് തന്നെ മൊഴിയേണ്ട റുക്കിനുകളുണ്ട്, ഫർളുകളുണ്ട്. അതിലൊന്ന് പാളിയിട്ടുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാവും. 1ാമത്തെ അല്ലാഹു അക്ബർ, പിന്നെ ഫാത്തിഹ ഓതൽ എല്ലാ റക്അത്തിലും, അവസാനത്തെ റക്അത്തിൽ അത്തഹിയ്യാത്തും സലാത്തും സലാം. അത് 2 വേറെ തിരിക്കുകയാണെങ്കിൽ നമുക്ക് 5 എന്ന് പറയാം. പിന്നെ 1ാമത്തെ സലാം കിട്ടൽ. ഇത് മഖ്റജ് അനുസരിച്ച് നല്ല ശുദ്ധിയിൽ ചെയ്യണം. നമ്മളങ്ങനെ ചെയ്തിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ നിസ്കാരം ശരിയാവും. അല്ലാഹു അക്ബർ ഇല്ല, ആന്ന് ഇവിടുന്ന് വരണം. ആന്നുള്ള ഇവിടെ നിന്നിട്ട് ആന്നുള്ളത് നമ്മളെ നാവിൻ്റെ തുമ്പ് ഇവിടെ ഈ മോണന്റെ പല്ല് കൂടുന്ന ആ ഭാഗത്ത് ടച്ച് ചെയ്തിട്ടാണ് അല്ലാഹു അക്ബർ പറയേണ്ടത്. അല്ലാതെ അല്ലാഹു ഒന്നുമല്ല. ഹു എന്ന് പറയേണ്ടത് പിന്നെ ഇങ്ങടെ തന്നെ വരണം. അല്ലാഹു ആന്നുള്ളത് ഇവിടുന്നാണ്. ക്ക് എന്നുള്ളത് എവിടുന്ന? ഈ നാവിന്റെ മുരടുന്ന് ഖാഫ്, ഇത്തിരി മേലെന്ന് കാഫ്. ഇതൊക്കെ ശ്രദ്ധിച്ച് അല്ലാഹു അക്ബർ എന്ന് പറയണം. അങ്ങനെ ഓരോന്നും ഖുർആൻ ഓതേണ്ടതൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരക്ഷരം അതിന്റെ സ്വരം മാറിയിട്ടുണ്ടെങ്കിൽ അർത്ഥം മാറൂലേ? അഴക് എന്ന് പറഞ്ഞ സൗന്ദര്യം നമുക്കറിയാം. അഴക് എന്ന് പറഞ്ഞാലോ നമ്മുടെ പൃഷ്ഠഭാഗമാണ്, കാല് ചേരുന്ന ഭാഗം. അപ്പോൾ നമ്മൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അഴക് കണ്ട് എന്ന് പറയുന്നതിന് പകരം അഴക് കണ്ട് സ്ത്രീകൾ വിരൽ ചെത്തി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം?
ആള് ആ സദസ്സിൽ വന്ന് തുണി എടുക്കാതെയാണെന്നാണ്. ഇതാണ് എല്ലായിടത്തും. അസ്തഗ്ഫിറുള്ള എന്നുള്ള ഗാ പറയാതെ ആ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും മണ്ണിട്ട് മൂടണേന്നാണ് അത്ര അതിന്റെ അർത്ഥം. നമ്മളൊക്കെ അസ്തഗ്ഫിറുള്ള പറഞ്ഞ് അല്ലാഹു തആല വേണ്ട വിധം അത് പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ ഭാരത മനസ്സിൽ തലയിൽ കൊട്ടാൻ മാത്രം ദ്വാരന്നിക്കണം നമ്മൾ. പക്ഷെ ഇതുവരെ അങ്ങനെ ചെയ്യാത്തത് എന്താണ്? നമ്മുടെ പരിമിതിയൊക്കെ പടച്ച റബ്ബ് കാരുണ്യവാനാണല്ലോ, അതുകൊണ്ട് അങ്ങനെ തന്നെ അങ്ങോട്ട് വീട്ടിൽ തരാനിട്ടാണ്. അപ്പൊ അക്ഷരശുദ്ധിയോടുകൂടെയാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്, ഖുർആൻ ഓതേണ്ടതൊക്കെ. സലാം വീട്ടേണ്ടതടക്കം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ സലാം വീട്ടൽ തീർന്നു, നിർബന്ധം. വറഹ്മത്തുള്ളാഹി സുന്നത്ത. പക്ഷെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറയുമ്പോഴുള്ളൊരു വിഷയം, വാവും മീമും ഈ ചുണ്ടെന്ന് വരേണ്ടതാണ്. ഇത് എവിടുന്ന്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് വാവും മീമും വരാതെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാവ് മീമിനെ അങ്ങോട്ട് മേലെ കയറിയിട്ട് മീമ് നഷ്ടപ്പെട്ടു. അപ്പൊ നിസ്കാരം നേരവണ്ണം ശരിയാവില്ല. നാവ് കൊണ്ട് ചെല്ലേണ്ട ഒരു കാര്യവും നമ്മുടെ ഹജ്ജിൽ നിർബന്ധമല്ല. വളരെ കുറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് ശരിക്കും അതിൽ നിർവഹിക്കേണ്ടതുള്ളൂ. പ്രത്യേകിച്ച് ഉംറയുടെ 4 റുക്കനുകൾ നമുക്കൊക്കെ അറിയാം. അത് അങ്ങനെ തന്നെ ഹജ്ജിൽ ആവർത്തിച്ചു വരും. ഉംറ ചെയ്ത കുറെ ആളുകൾ ഉണ്ടാവില്ലേ? ഇതിൽ തന്നെ സാഹസിൽ ഉണ്ടാവും അല്ലേ? അപ്പൊ ആ സാധനം അങ്ങനെ തന്നെ എവിടെ വരുന്നുണ്ട്? ഹജ്ജിൽ വരുന്നുണ്ട്. ഒന്നും കുറയണില്ല. അതോടൊപ്പം ഹജ്ജിന്റെ സ്പെഷ്യലായ കുറച്ച് റുക്കനുകളും വാജിബാത്തും ആഡ് ചെയ്യണം എന്നേ ഉള്ളൂ. അപ്പൊ ഏകദേശം ഹജ്ജിനൊക്കെ ഉംറക്കൊക്കെ പോയ ആളുകൾക്ക് ഒരു ആശ്വാസം വരുന്നുണ്ടാവും. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം. ഇഹ്റാം കെട്ടലാണ് ഉംറക്കും ഹജ്ജിനും ഏറ്റവും ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇഹ്റാം കെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഒരു പ്രായോഗികമായ പ്രയോഗമാണ്. സത്യത്തിൽ ഹജ്ജിന്റെ ഉംറയുടെ നിയ്യത്താണ് ഈ ഇഹ്റാം എന്ന് പറയുന്ന സംഭവം. ഹജ്ജിന്റെയും ഉംറയുടെയും നിയ്യത്താണ് ഇഹ്റാം എന്ന് പറയുന്ന സംഗതി. ഈ ഇഹ്റാം ശരിക്ക് 5 രീതിയിൽ നിർവഹിക്കാൻ പറ്റും. എല്ലാം കൂടെ ഒന്ന് പറയാൻ ഒരു ദർശനമൊന്നും അല്ലത്. നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്ന ആ രീതി മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകും. ഇപ്പൊ മുത്തലക്ക നിൽക്കുള്ള ഇഹ്റാം എന്നൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഹജ്ജിനാണോ ഉംറക്കാന്നോ കരുതാതെ വെറുതെ ഇഹ്റാം എന്ന് പറഞ്ഞാണ്ട് നിയ്യത്ത് വെക്കുന്ന സംഗതിയാണ്. പിന്നെ അനുസരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക. അതൊന്നും ഇപ്പോൾ ഇവിടെ പ്രായോഗികമായിട്ട് നമ്മൾ ചെയ്യാറില്ല. സാധാരണഗതിയിൽ 2 രീതിയിലൊക്കെയാണ് ഇഹ്റാം നടക്കല്. അത് തന്നെ നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന ആളുകൾ ആദ്യം ഉംറയോ പൊതുവെ അങ്ങനെ ഉണ്ടാവല്, അല്ലെങ്കിൽ ഹജ്ജോ കരുതി ഇഹ്റാം കെട്ടി പോയിട്ട് അതിൽ നിന്ന് പൂർണ്ണമായി തഹല്ലുലായി ഫ്രീ ആയി പിന്നെ ഹജ്ജിന് ഇഹ്റാം കെട്ടുക. ആദ്യം പോയത് ഉംറക്കാണ്, ഹജ്ജിനാണെങ്കിൽ പിന്നീട് ഉംറക്ക് ഇഹ്റാം കെട്ടുക. ഈ ഒരു രീതിയാണ് പൊതുവെ ഉണ്ടാവുക. ഇതിന് തമത്തു എന്നാണ് പറയുന്നത്. ഞാൻ വിശദീകരിച്ച് പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇതിന് തമത്തു എന്നാണ് പറയുക. തമത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്വാദനം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താ ഇപ്പൊ ഇതിൻ്റെ ഒരു ആസ്വാദനം? ആദ്യം നമ്മൾ ഉംറക്ക് കയറാൻ കെട്ടി പോകുന്നു, ആ ഉംറ കഴിഞ്ഞ് അതിൽ നിന്ന് തഹല്ലുലാവുന്നു, പിന്നെ നമ്മൾ ഫ്രീ ആയി, പിന്നെ നമുക്ക് എന്തും ചെയ്യാം. എന്തും ചെയ്യാറിന കളവ് പറയാന്നുള്ളതൊന്നുമല്ല. പിന്നെ നമുക്ക് എണ്ണ തേക്കാം, സുഗന്ധം ഉപയോഗിക്കാം, പുരുഷന്മാർക്ക് ചുറ്റിക്കൂട്ടിയ വസ്ത്രം ധരിക്കാം, ഇതൊക്കെ പറ്റും. അപ്പൊ നമുക്ക് നല്ലൊരു ആസ്വാദനം കിട്ടുന്നുണ്ട്. കാരണം നമ്മളിപ്പോ പോകുന്നത് എപ്പോൾ മുതലാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്? ദുൽഹജ്ജ് ഫസ്റ്റ് മുതൽ പോകും, ദുൽഖഅദ 25 മുതൽ പോകും. അപ്പൊ ദുൽഖഅദ 25 തന്നെ നമ്മൾ ഹജ്ജിന് ഇഹ്റാം കെട്ടിയിട്ടാണ് പോകുന്നത് സങ്കല്പിക്കുക. പിന്നെ അത് നമ്മുടെ പെരുന്നാളിന്റെ ആ ദിവസത്തിൽ നമ്മൾ മുടിമുറിച്ച് തഹല്ലുലാകുന്നത് വരെ ഇഹ്റാമിലായിട്ടാണ് ഉണ്ടാവുക. എത്ര ദിവസം ഉണ്ടാവും? ഏകദേശം 15, 16, 17 ദിവസം ഉണ്ടാവും. ഈ 17 ദിവസവും ഇഹ്റാമിൽ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത്തിരി പണിയാണ്. മുടി കൊഴിയാൻ പാടില്ല, സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. മീശൊക്കെ അങ്ങനെ നീട്ടി വളർത്തിയ ആളുകൾക്ക് നമ്മൾ വല്ല കറി ഉപയോഗിക്കുന്ന സമയത്തും ഇതിന്മ എണ്ണാകാൻ പാടില്ല. പിന്നെ കുറേ നിബന്ധനകൾ നമ്മൾ പാലിക്കണം. തലയിൽ തട്ടണം പാടില്ല ആണുങ്ങളാണെങ്കിൽ. കൂട്ടിത്തുന്നി ഒരു ഡ്രസ്സും മുപ്പരിടാൻ പാടില്ല. അപ്പൊ ഇത് പാലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാകും. എന്നാലും നല്ല പോരിശയും കൂലി അതിനുണ്ട്. അത് പറയാം. അതില്ലാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ഇപ്പൊ 25-ന് പോവുകയാണ്, ദുൽഖഅദ 25-ന് പോവാണ് നമ്മൾ ഉംറക്ക് ഇഹ്റാം കെട്ടുന്നു. മസ്ജിദുൽ ഹറമിലേക്ക് ചെല്ലുന്നയാൾ, ആരാധന വിചാരിച്ച് ചെല്ലുന്നയാൾ ഏതെങ്കിലും ഒരു ഇഹ്റാം കെട്ടിയിരിക്കണം.
എന്നിട്ട് അതിൻ്റെ കർമ്മം നിർവഹിക്കുകയും വേണം. അതല്ലാതെ വെറുതെ അങ്ങനെ പോകാൻ പറ്റില്ല. ഇഹ്റാമിൻ്റെ കുറേ സുന്നത്തുകളുണ്ട്, നമ്മുടെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, മറ്റു പുസ്തകങ്ങളിലൊക്കെ നിങ്ങൾ നോക്കണം, പഠിക്കണം. ഒന്ന് പൂർണ്ണമായി നമ്മൾ ക്ഷൗരം ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ ക്ഷൗരം ചെയ്യുക എന്നുള്ളതാണ്. നഖം മുറിച്ച് വൃത്തിയാക്കുക എന്നുള്ളതാണ്. നഖം മുറിക്കാരനെ കൈ മാത്രം ഉറക്കരുത്, കാലിനുണ്ട് നഖങ്ങളെന്നൊരു ബോധം വേണം. കൈയിൻ്റെ നഖം നല്ല എളുപ്പമായിരിക്കും, നമ്മുടെ പല്ലും കണ്ണൊക്കെ നല്ല എളുപ്പമായിരിക്കും. കാല് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നഖങ്ങൾ എത്ര വലുതായി അതിൻ്റെ ഉള്ളിൽ 2 ലോഡ് അഴുക്കൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും ശുദ്ധിയുള്ളവനാവണം. അതുകൊണ്ട് കാലിൻ്റെയും കൈയിൻ്റെയും ഒക്കെ നഖം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മുറിക്കണം. ഇത്രക്ക് നഖം വളർത്തുക എന്നുള്ളതൊക്കെ ഒരു മോഡലായി ചെറിയ കുട്ടികളൊക്കെ കൊണ്ടെടുക്കുന്നുണ്ട്. പെൺകുട്ടികളും ഒരു പരിധിവരെ, ആൺകുട്ടികളൊക്കെ ഒരു വരലമ്മ. അതൊന്നും ദീനീയ സംസ്കാരമല്ല. രാത്രി ഉറങ്ങുന്ന സമയത്തൊന്നും നന്നായിട്ട് കണ്ണിൽ ചൊറിഞ്ഞാൽ മതി, ഉടനെ പോകേണ്ടി വരും ഏതെങ്കിലും ഒരു കണ്ണാശുപത്രിയിലേക്ക്. അപ്പം മനസ്സിലാവും നഖം ശാപമാണ് ഉണ്ണി എന്നുള്ളത്. അപ്പം മനസ്സിലാവും. എന്തായാലും അത് മുറിച്ച് കളയണം. പിന്നെ നമ്മൾ ക്ഷൗരം ചെയ്യേണ്ട ഭാഗങ്ങളുണ്ട്, അതൊക്കെ വൃത്തിയാക്കണം. പിന്നെ നന്നായിട്ട് കുളിക്കണം. കുളിക്കുമ്പോൾ ഇഹ്റാമിൻ്റെ കുളിയാണെന്ന് നിയ്യത്ത് വെക്കണം. പിന്നെ നമ്മുടെ ശരീരത്തിൽ സുഗന്ധം ഉപയോഗിക്കാൻ പറ്റും ഇഹ്റാമിൻ്റെ മുന്നേ. അത് ഇഹ്റാമിന് ശേഷം തുടർന്നാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആദാബുകളൊക്കെ പാലിച്ച് നമ്മൾ ഷവറൊന്നും മുക്കിയൊക്കെ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം വലതുവശം, പിന്നെ ഇടതുവശം, പിന്നെ തലയിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് കുളിയുടെ പൂർണ്ണമായ രീതി പഠിക്കുക. ഈ കുളി തന്നെയാണ് ജുമഅക്ക് കുളിക്കേണ്ടത്. ഈ കുളി തന്നെയാണ് ഹൈദിൽ നിന്നും നിഫാസിൽ നിന്നൊക്കെ മാറുമ്പോഴൊക്കെ കുളിക്കേണ്ടത്. ഇഹ്റാം കെട്ടാൻ സ്ത്രീകൾ ശുദ്ധിയുള്ളവരാവണം എന്നൊരു നിബന്ധനയില്ല. എന്നല്ല, ഹജ്ജിലെ തവാഫ് അല്ലാത്ത ഒരു സംഗതിക്കും സ്ത്രീകൾ ഹൈദ്, നിഫാസ് പോലത്തെ ഇതിൽ നിന്ന് മാറണമെന്നില്ല. അപ്പോൾ പോകുന്ന സമയത്ത്, ഹജ്ജിന് പോകുന്ന സമയത്ത് നമ്മുടെ ഒരു സഹോദരിക്ക് മെൻസസ് ആണ് എങ്കിൽ അവർക്ക് ഇഹ്റാം കെട്ടി പോകാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഖുദൂമിന്റെ തവാഫ് ചെയ്യാൻ പറ്റൂല എന്നേ ഉള്ളൂ. ഖുദൂമിന്റെ തവാഫ് സുന്നത്താണ്, ചെയ്യരുത് എന്നല്ല, അത് ചെയ്യൽ നിർബന്ധമല്ല. ഏകദേശം ഒരു 4-5 ദിവസം ആകുമ്പോഴേക്ക് റിക്കവർ ആവുന്നുണ്ടെങ്കിൽ നല്ല സമയത്ത് അവർ എല്ലാ കർമ്മങ്ങളും ചെയ്യും. 4-5 ദിവസം കഴിയുമ്പോഴേക്ക് മനസ്സൊക്കെ നിന്ന് അവർ ശുദ്ധിയാവുന്നുണ്ടെങ്കിൽ കുളിച്ചൊരുങ്ങി പിന്നെ അവർക്ക് മറ്റു പരിപാടികളും ഹജ്ജിന്റെ കർമ്മങ്ങളും ഹജ്ജിന്റെ തവാഫും ഒക്കെ ചെയ്യാം. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഏതായാലും നമ്മുടെ സഹോദരന്മാർക്കൊക്കെ അറിയും, അവര് നല്ലൊരു ഗൈനക്കോളജിനൊക്കെ കണ്ടിട്ട് ആ സമയം മെൻസസ് വരാതെ മാറ്റിവെക്കും വിധത്തിലുള്ള ലളിതമായ ടാബുകളൊക്കെ ഉണ്ട്, ഗുളികകളൊക്കെ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് ആ സമയം നന്നായിട്ട് ഇതിനെന്നെ ഒരുങ്ങാൻ പറ്റും വിധം അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ സ്വന്തമായിട്ട് ഇന്ന ഒരു ഫേസ്ബുക്ക് കണ്ടിരുന്നു, ഇല്ലൊരു നോട്ടീസിൽ വായിച്ചിരുന്നു എന്നും പറഞ്ഞാണ്ട് അത്തരം ഗുളികളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നല്ലൊരു ഗൈനക്കോളജിനെ കാണണം, അവരെ ആരോഗ്യമൊക്കെ പരിശോധിക്കണം, നമുക്ക് എത്രയാണ് അതിൻ്റെ മാത്ര എന്നുള്ള അവർ നിർണ്ണയിക്കണം. എന്നിട്ട് അത് ഉപയോഗിച്ച് പൂർണ്ണമായി ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കലാണ് നല്ലത്. ഇനി ഏതെങ്കിലും ഒരു സ്ത്രീക്ക് പോകുന്ന സമയത്ത് മെൻസസ് ഉണ്ട് എന്ന് കരുതിയിട്ട് അവർക്ക് ഇഹ്റാം കിട്ടുന്നതിനൊന്നും ഒരു തടസ്സമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഇഹ്റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ തുണി ആണുങ്ങൾ കെട്ടുക എന്നുള്ളതല്ല, അത് ഹജ്ജിൻ്റെയോ ഉംറയുടെയോ നിയ്യത്താണ്. അതുവരെയുള്ള ഒരുക്കങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇഹ്റാമിന്റെ കുളി ഒളിച്ചു, പിന്നെ ഇഹ്റാമുമായി ബന്ധപ്പെട്ട് യാത്രയുടെ മുന്നോടിയായിട്ടുള്ള നിസ്കാരമുണ്ട്. ഏത് സുന്നത്ത് നിസ്കാരം പോലെയും അതും വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഹജ്ജിന്റെ നിർത്തിയിട്ട് അല്ലെങ്കിൽ ഹജ്ജിന്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന നിസ്കാരങ്ങളുണ്ട്, അതൊന്നും വേറെ മാറ്റമൊന്നുമില്ല, നമ്മുടെ നിസ്കാരം തന്നെയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഒരു കാര്യം സൂചിപ്പിക്കാം, ഹജ്ജുമായി ബന്ധപ്പെട്ട ഏത് നിസ്കാരത്തിലും 2 സൂറത്താണ് ഓതേണ്ടത്. ഒന്നാമത്തേതിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്. അത് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇരുന്നിട്ടൊരു ദ്വാരക്കൽ പോണേൻ്റെ മുന്നോടിയായിട്ട്. നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇതൊന്നും ചെയ്യണ്ട, 2 ദിവസമൊക്കെ ഉണ്ടാവും ഹജ്ജ് ക്യാമ്പ്. അവിടുന്ന് നമ്മൾ വിമാനം കയറുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഇഹ്റാം ചെയ്താൽ മതി. ശരിക്ക് ഇഹ്റാം ചെയ്യേണ്ടത് മീഖാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഓരോ ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്കും നിർണിത മീഖാത്തുകളുണ്ട്, അവിടുന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത്. അത് വിമാനത്തിലാവുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ മുന്നേ ചെയ്തു വെക്കുന്നതാണ് പൊതുവേ ഉള്ള രീതി. ശരിക്കും മീഖാത്തുനിന്ന് ചെയ്താൽ മതി. നമ്മുടെ ഹജ്ജിന്റെ വിമാനത്തിലൊക്കെ അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടാവും, നമ്മുടെ വിമാനത്തിലുണ്ട്, സൗദി വിമാനത്തിൽ മാത്രമൊന്നുമല്ല. പക്ഷെ അപ്പോഴൊക്കെ ഇപ്പോൾ ഇവിടെ തട്ടിക്കുടഞ്ഞെണീറ്റിട്ട് ഇഹ്റാം ചെയ്യലൊക്കെ വലിയ ബുദ്ധിമുട്ടാവുന്നത് കൊണ്ടാണ് നേരെ വിമാനത്താവളത്തിലേക്ക് ഹജ്ജ് ക്യാമ്പിലൊന്നും നിൽക്കാതെ പോകുന്ന ആളുകളാണെങ്കിൽ അതുണ്ടാവോ? സാധ്യതയല്ല. അങ്ങനെ പോകുന്നവരുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി, വീട്ടിൽ നിന്ന് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഹജ്ജ് ക്യാമ്പിൽ പങ്കെടുത്തിട്ട് അതിന് ശേഷം പോകുമ്പോൾ നമ്മളെ ടൈമൊക്കെ അറിയിച്ച് അവരുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ്
പോകുന്ന സമയത്ത് പൂർണ്ണമായി കുളിച്ച് ശുദ്ധിയായി നേരത്തെ പറഞ്ഞ ചടങ്ങുകളൊക്കെ പാലിച്ച് ഇഹ്റാം ചെയ്യുക. ഇഹ്റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പിന്നെ 2 വസ്ത്രം മാത്രമേ പറ്റൂ. കൂട്ടിത്തുന്നിയത് പറ്റൂല. വസ്ത്രം അവ ബെൽറ്റ് ഇട്ടാൻ പറ്റുമോ, വാച്ച് ഇട്ടാൻ പറ്റുമോ, കണ്ണടക്കാൻ പറ്റുമോ, അതൊക്കെ പറ്റും. അത് വസ്ത്രമില്ലാത്തത് കൊണ്ടാണ്. പുരുഷനെ സംബന്ധിച്ച് അങ്ങനെയാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇഹ്റാമിലാകുമ്പോൾ അവരുടെ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ മറക്കണം. മുഖവും മുൻകൈയും. സോക്സ് ഒന്നും ഇടാതെ ഒരാളും മത്താഫിലേക്ക് പോകരുത്. നമ്മളെ കൊണ്ട് വേറെ ആളുടെ ഒന്ന് മുറിയാണ്. കാൽമ ചവിട്ടൽ എന്തായാലും വരും. തട്ടലും ടച്ച് ചെയ്യലും ഒക്കെ എന്തായാലും ഉണ്ടാവും. അപ്പം മുൻകൈ മുഖം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ത്രീകള് അവർക്കാണ് അതിന്റെ പ്രായോഗിക രൂപം ശരിക്കും അറിയാം. ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റാതെ ടൈറ്റായി നിൽക്കും വിധത്തിലുള്ള ഡ്രസ്സ് വേണം. ഇവിടെ അലാസ്റ്റിക് ആയാലും വേണ്ടില്ല, ബട്ടണായാലും വേണ്ടില്ല, എന്തായാലും. അതേ പ്രകാരം തന്നെ മുഖം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ മറക്കണം. സാധാരണഗതിയിൽ ഈ 2 ചെവിയുടെ ഇവിടെയുള്ള ഭാഗം, ഇതിനെന്താ ഇവിടെ പറയാന്നറിയില്ല, എന്തായാലും ചെവിയുടെ ഇവിടെ ഉണ്ടല്ലോ 2 ആണി പോലത്തെ സാധനം, അതും സാധാരണ മുടി മുളക്കുന്ന ഈ ഭാഗം കഴിച്ച് ഇങ്ങനെ വന്ന് ഈ ദിഖന് വരെയാണ് മുഖം. 2 താടയിൽ കൂടിച്ചേരുന്ന ഈ സാധനത്തിനാണ് ദിഖൻ. നമ്മളെ സൂറത്തുൽ യാസീനിൽ അദ്ഖാൻ എന്നൊക്കെ പറയണില്ല, ചങ്ങലിട്ട് പൂട്ടണീനെ പറ്റി ആ ഭാഗമാണ്. അപ്പോ മുഖമക്കൻ എങ്ങനല്ല ഇടേണ്ടത്, നല്ലോണം ശ്രദ്ധിക്കണേ. മുഖമക്കൻ എങ്ങനല്ല ഇടേണ്ടത്, അവർക്ക് വെളിപ്പെടാൻ പാടില്ല. ഇതുകൂടെ മറന്നിട്ടാവണം മുഖമക്കൻ ഇടേണ്ടത്. ഹജ്ജ് മൊത്തം പരീക്ഷണമാണ്. മുഖത്തുനിന്ന് അത് അധികം എടുക്കാൻ പാടില്ല. അതിന് പറ്റും വിധത്തിലുള്ള നല്ല ഡ്രസ്സുകൾ മുഖമക്കനൊക്കെ ഇപ്പോൾ വാങ്ങാൻ കിട്ടും. പിന്നെ മുടി ഇത്തിരി പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഒരു തൊപ്പി പോലത്തെ സാധനം ഇട്ടിട്ട് ആദ്യം കെട്ട. കൂട്ടിത്തുന്നിയ വസ്ത്രം പാടില്ലാത്തത് ആണുങ്ങൾക്ക് മാത്രമാണ്. പിന്നെ സ്ത്രീകളുടെ ഇന്നർ വയറിന്റെ കാര്യത്തിലൊക്കെ ഇത്തിരി ശ്രദ്ധ വേണം. അവര് അടിയില് ഈ സ്കേർട്ടൊക്കെ പാവാട ധരിക്കണേക്കാട്ടിലും നല്ലത് ഈ ഞെരിയാണിയുടെ ഭാഗം അലാസ്റ്റിക്കൊക്കെ വെച്ച് ടൈറ്റ് ചെയ്തിട്ടുള്ള ഈ ലെഗിൻസ്, ശരീരത്തിൽ വല്ലാതെ ഒട്ടിപ്പിടിക്കാത്ത ടൈപ്പുള്ള, എന്താണ് അതിന് പറയാ, ആ സാധനമാണ് നല്ലത്. എന്താന്ന് വെച്ചാൽ നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ വിമാനത്തിൽ കയറുമ്പോഴൊക്കെ മറ്റേ കാലിന്റെ പകുതി ഇങ്ങോട്ട് വെളിപ്പെടും ഈ പറുതിട്ട് പോണ സമയത്ത്. അതില്ലാതിരിക്കാൻ സോക്സൊക്കെ ഇട്ട് ഈ ഉള്ളിലിടുന്ന ഒരു ഉൾപ്പാവാടുണ്ടല്ലോ, എന്താ അതിന്റെ പേര്, അംബർല സ്കേർട്ട്, അതല്ല നല്ലത്. പിന്നെ ഈ 2 കാലൊക്കെ മൂടും വിധത്തിലുള്ള പാന്റ് സൈസ് ടൈപ്പ്, അതന്നെ ലാസ്റ്റ് അലാസ്റ്റിക് ഒക്കെ ഉള്ള ആ ടൈപ്പാണ് ഏറ്റവും നല്ലത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൂട്ടിക്കുത്തിയതോ തുന്നിയതോ ഒന്നും ഒരു പ്രശ്നമൊന്നുമില്ല. ഇത് ഇഹ്റാം കഴിയോളം സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ അവർത്ത് വെളിപ്പെടാൻ പാടില്ല, മുടിയൊന്നും പുറത്തു വരാൻ പാടില്ല. നല്ലോണം ശ്രദ്ധിക്കണം. കുറെ മുടിയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഏതെങ്കിലുമൊക്കെ പാകിസ്ഥാനികളോ മറ്റൊക്കെ ഇങ്ങനെ ഓഫ് ചെയ്യണ്ടാവും. കാൽമ സോക്സും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ചവിട്ടി മറിഞ്ഞ് അങ്ങനെ പോണുണ്ടാവും. അവരെ കുറ്റപ്പെടുത്താനോ എന്താ ഇവരെ ഇങ്ങനെയെന്ന് വിചാരിക്കാനോ പോലും പാടില്ല. നമ്മളെ കാര്യം മാത്രം നോക്കുക. ഇഹ്റാം നിർവഹിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഞാൻ പറഞ്ഞു ഉംറക്കുള്ള ഇഹ്റാമാണ് നമ്മൾ ചെയ്യാന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇഹ്റാം നിർവഹിച്ച് കഴിഞ്ഞ മുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട ദിക്റാണ് തൽബിയത്ത്. നമുക്കൊക്കെ അറിയായിരിക്കുമല്ലേ, ലബ്ബൈക് അല്ലാഹുമ്മ, ചൊല്ലിക്ക് ഉറക്കെ, ലബ്ബൈക് ലാ ശരീക ലക ഇന്നൽ ഹംദ. നമ്മൾ ഇഹ്റാം കെട്ടിയ ഉടനെ ഇത് ചൊല്ലുമ്പോൾ ഒരു ചെറിയ പദം കൂടി കൂട്ടണം, ലബ്ബൈക് അല്ലാഹുമ്മ ബി ഉംറത്തിൻ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക. പിന്നെ അങ്ങനെയൊക്കെ പഴയമായിരുന്നു. ഇനി ഹജ്ജിന് നമ്മളിനി ദുൽഹജ്ജ 8-ന്റെ അന്ന് അല്ലെങ്കിൽ 7-ന്റെ അന്നൊക്കെ നമ്മൾ താമസിക്കുന്നിടത്ത് നിന്ന് ഇഹ്റാം കെട്ടിപ്പോകും. അപ്പൊ ഹജ്ജിന്റെ ഇഹ്റാമാണ്. അപ്പൊ ചെല്ലേണ്ടത് എന്താ, ലബ്ബൈക് അല്ലാഹുമ്മ ബി ഹജ്ജത്തിൻ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. 3 വട്ടം ലബ്ബൈക്ക, പിന്നെ ഒരു സലാത്ത്, അല്ലെങ്കിൽ ഒരു ലബ്ബൈക്ക ഒരു സലാത്ത്, ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഈ ലബ്ബൈക്ക ചെല്ലാൻ പറ്റാതെ കരഞ്ഞുകൊണ്ടിരുന്ന കുറെ പൂർവികരൊക്കെ ഉണ്ട്. ചെല്ലാൻ പറ്റണില്ല, കൂട്ടുകാരൊക്കെ ചെല്ലാണ്, അവർക്ക് ചെല്ലാൻ പറ്റുന്നില്ല, വിങ്ങി പൊട്ടിയിട്ട്. ഇഹ്യയിൽ ഇമാം ഗസാലി തങ്ങൾ അത് ഉദ്ധരിക്കുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാനത് പദം വായിച്ച് പൂർണ്ണമായി വിശദീകരിക്കണില്ല. അപ്പൊ അവരോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ലബ്ബൈക്ക ചെല്ലാത്തത്? അള്ളാഹു വിളിച്ചിട്ടുണ്ട് നമ്മളെ, ജനങ്ങളെ ഹജ്ജിന് വേണ്ടി വിളിക്കുക എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് റബ്ബ് കൽപ്പിച്ച ആ വിളി കേട്ടിട്ട് ചെല്ലാണ് നമ്മൾ. എന്നിട്ട് അള്ളാഹുവിനോട് ഈ ലബ്ബൈക്ക് കാരണം എന്താണ്? പടച്ചോനെ, നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു.
ഉമ്മ ഒരു കുഞ്ഞിനെ മോനേന്ന് വിളിക്കുമ്പോൾ എന്തേന്ന് ചോദിക്കണ പരിപാടിയാണ് ലബ്ബൈക്ക് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താ മൂപ്പരൾക്ക് ഇത് ചൊല്ലാൻ കിട്ടാത്തത്? പടച്ച റബ്ബേ, റബ്ബ് വിളിച്ചതിന്റെ മര്യാദ പാലിച്ചാണോ ഞാൻ ഇവിടെ വന്നത് എന്ന് ഓർത്തിട്ട് മൂപ്പർക്ക് പറയാൻ കഴിയണില്ല. അതൊക്കെയാണ് ഉള്ളിന്ന് വരുന്ന ഹജ്ജ്, പുറമോടികളല്ലാത്ത ഹജ്ജ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ലബ്ബൈക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. പുതിയ പുതിയ പരിപാടി തുടങ്ങുമ്പോഴൊക്കെ ലബ്ബൈക്കല്ലോ. അപ്പൊ നമ്മളൊരു കൂട്ടുകാരൻ വന്നു, ഞങ്ങളുണ്ടല്ലോ ഇപ്രാവശ്യം ഹജ്ജിന്. അതെ ഉണ്ട്. പിന്നെ അല്ലാഹു ഖൈറായിട്ട് പിരിയുമ്പോൾ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. നമ്മൾ ടോയ്ലറ്റിൽ പോയി പുറത്തു വന്നു, നമ്മുടെ അതിൻ്റെ ദിക്റുകളൊക്കെ ചൊല്ലി, അത് കഴിഞ്ഞാൽ പിന്നെ ലബ്ബൈക്ക് അല്ലാഹു. നമ്മൾ ഭക്ഷണം കഴിച്ചു, അത് കഴിഞ്ഞാൽ ലബ്ബൈക്ക്. പിന്നെ കഅബയോട് അടുക്കണനുസരിച്ച് അടുക്കണനുസരിച്ച് കൂട്ടി 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 കൊണ്ടുവരാം. മനസ്സോട് പദം വരണം. അല്ലാഹു നമുക്ക് എന്ത് ഭാഗ്യം തന്നെ. നമ്മുടെ പൂർവികരെ ആലോചിച്ച് നോക്കുങ്ങൾ, പണമില്ലാത്തത് കൊണ്ട് ഹജ്ജിനോത്ത് എത്ര ആൾക്കാരുണ്ട്. രണ്ടാമത് ഹജ്ജ് ചെയ്യുന്ന ആളുകളൊക്കെ അത് ഉമ്മാൻ്റെ ഉപ്പാന്ന് ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ പേരിൽ കരുതിയിട്ട് ചെയ്യാം. വാജിബായ ഹജ്ജ് മാത്രം കേട്ടോ. ഉപ്പ ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഉംറ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഉപ്പാന്റെ അമ്മാന്റെ പേരിൽ ഉംറ ചെയ്യാൻ പറ്റൂല. ചില ആളുകളൊക്കെ ഉണ്ട് ഉംറക്കൊക്കെ അങ്ങനെ പോയിട്ട് ആരെങ്കിലുമൊക്കെ അഡ്വൈസ് ചെയ്യും, പറഞ്ഞു കൊടുക്കും, ഇനി ഒരു അടുത്ത ഉംറ ഉമ്മക്ക് വേണ്ടി ചെയ്താളി, അടുത്ത ഉംറ വാപ്പാക്ക് വേണ്ടി ചെയ്താളി എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. വാപ്പാക്ക് വേണ്ടി ഉംറ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വാപ്പ വസിയത്ത് ചെയ്യണം, മരിക്കണേന്റെ മുമ്പ് മോനെ വിളിച്ചിട്ട് പറയണം, എനിക്ക് ഒരു 100 ഉംറ ചെയ്യട്ടോ, അല്ലെങ്കിൽ ഈ ഉംറ ചെയ്യാൻ പോകുമ്പോഴൊക്കെ ഒന്ന് എനിക്കും ചെയ്യട്ടോ എന്നൊക്കെ വസിയത്ത് ചെയ്യണം. അല്ലെങ്കിൽ വാപ്പ ഉംറ ചെയ്യാതിരിക്കണം, മരിച്ചുപോയി ആൾ. അപ്പൊ മൂപ്പർക്ക് വാജിബായ ഉംറ ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. അല്ലാതെ എല്ലാ വട്ടം ഉംറക്ക് പോകുമ്പോൾ അങ്ങനെ ഒന്നിന്റെ അമ്മാക്ക്, ഒന്നിന്റെ അപ്പാക്ക്, ഒന്നിന്റെ ഭർത്താവിന്, ഭർത്താവിന്റെ അമ്മാക്ക് എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റൂല. ഒരൈഡിയ ഉണ്ട്, നമ്മൾ ഉംറ ചെയ്യാം, നമ്മൾ ഹജ്ജ് ചെയ്യുക, ആ ഹജ്ജിന്റെ പ്രതിഫലം എൻ്റെ ഭർത്താവിന് കൊടുക്കണേ എന്ന് ദ്വാരക്കുക. അത് നമുക്ക് എന്തും ചെയ്യാം. സദഖ കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക. ഒരാൾക്ക് ഭക്ഷണം കൊടുത്തു, ഇതിന്റെ പ്രതിഫലം എൻ്റെ മരിച്ചപ്പാക്ക് വരണ കൊടുക്കണേ എന്ന് പറയാം. നമ്മൾ ആണുങ്ങളൊക്കെ പള്ളിയിലും മറ്റും ഇടക്കിടക്ക് സംഭാവന കൊടുക്കണതാണ്. നമ്മളൊരു പലരും പള്ളിയിലൊക്കെ ജുമ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ഉണ്ടാവും, കൊടുത്താൽ നമുക്ക് കൂലി കിട്ടും. നേരത്തെ നമ്മൾ 100 രൂപ കൊടുക്കണതിൻ്റെ മരിച്ച ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി അവരുടെ പരലോകത്തിൽ നിന്ന് കരുതി കൊടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ കൂലി കിട്ടും, അവർക്ക് കൂടെ അതിൻ്റെ ഉപകാരം കിട്ടും. എന്താ പറഞ്ഞത്? മരിച്ച ആൾക്ക് വേണ്ടി നമ്മൾ ഉംറ ചെയ്യുകയാണെങ്കിൽ, ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ, നിരുപാധികം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഹജ്ജ് ചെയ്യാതെ മരിച്ചവരാവണം. ഓക്കെ, റെഡി അല്ലേ? അതല്ലെങ്കിൽ ഒരു വസിയത്ത് ചെയ്യണം. രണ്ടും അല്ലാത്ത പക്ഷത്തിൽ അവർക്ക് വേണ്ടി ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനും പറ്റൂല. പിന്നെ നമ്മൾ ചെയ്ത ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം അവർക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഹദിയ ചെയ്യാം. അങ്ങനെ നമ്മൾ അങ്ങനെ പോകുന്നു, വണ്ടി കയറുന്നു, പരിശുദ്ധമായ മക്കയിലേക്ക് പോവുകയാണ്, ജിദ്ദയിൽ ഇറങ്ങുന്നു. ഈ ജിദ്ദയിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മളൊന്ന് വീട്ടിൽ നമ്മളെ താമസ സ്ഥലത്തൊക്കെ പോകും, നമ്മുടെ ഭാണ്ടൊക്കെ അവിടെ വെക്കും. വല്ലാതെ വൈകാതെ തന്നെ നമ്മൾ ഉംറയുടെ 2ാമത്തെ കർമ്മമാവുന്ന തവാഫിന് വേണ്ടി വരും. ഉംറ നിയ്യത്ത് വെച്ച് ഇറാൻ കെട്ടിപ്പോകുന്ന ആളുകൾക്ക് ഖുദൂമിന്റെ തവാഫില്ല. ഖുദൂമിന്റെ തവാഫ് പറഞ്ഞാൽ നമുക്കറിയാം, സാധാരണഗതിയിൽ നമ്മൾ ഹറമിലെത്തുമ്പോൾ ഹറമിന്റെ മര്യാദ മാനിച്ച് ചെയ്യുന്ന ഒരു തവാഫാണ്. അപ്പൊ അതേപറ്റി ഇപ്പം നമ്മൾ ആലോചിക്കേണ്ട. നമ്മൾ ഉംറയുടെ തവാഫ് ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ കൂടി ഖുദൂമും കൂടി കരുതുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലം കൂടി നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ തവാഫിനെത്താണ്. കഅബ ഇങ്ങനെ അടുത്തടുത്ത് വരുന്നതനുസരിച്ച് നമ്മളെ കൽബ് ഇങ്ങനെ വിങ്ങണം. അതവിടെ ഈ ക്ലോക്ക് ടവറിന്റെ മേലെ ഒരാൾ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അതല്ല സംഭവം. എന്താല്ലേ ഇതിന്റെ ഒരു ബൽപ്പം? നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ആകെ അഴുക്കായിരിക്കും. വെറുതെ സ്ഥിരം പറയണ ചില ചളിച്ച വിറ്റുണ്ട്, അതാണ് അതൊക്കെ. നമ്മളെ നാട്ടിലാണെങ്കിൽ അങ്ങനെ കയറും, ഇങ്ങനെ ആയിരിക്കും, അതായിരിക്കും, ഇതായിരിക്കും, എന്തുട്ട് അത് ഇവിടെ എങ്ങനെ ചോദിക്കണ കുറെ സംഗതികളുണ്ട്. അതിനൊന്നും നമുക്ക് സമയമില്ലെന്ന ബോധം നമുക്ക് നമ്മുടെ മനസ്സിൽ വേണം. 5 ലക്ഷം ചെലവായി എന്നുള്ളതല്ല പ്രശ്നം, നമ്മൾ എവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ് വിഷയം. എന്നിട്ട് നമ്മൾ അങ്ങനെ ചൊല്ലുകയാണ്. സാധാരണഗതിയിൽ ഏത് ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്കും മത്താഫിലേക്ക് കയറേണ്ടത്, മസ്ജിദുൽ ഹറമിലേക്ക് കയറേണ്ടത് ബാബു സലാമു വഴിയാണ്. ഈ കാലത്ത് അതൊന്നും പ്രായോഗികമല്ല. നമ്മൾ എവിടുന്നാണോ വരുന്നത്? നമ്മുടെ അജിയാദ് പാർക്കാണെങ്കിൽ അവിടുന്ന് വരുന്നിടത്ത്, സുൽത്താൻ്റെ അവിടുന്ന് വരുന്നിടത്ത്, സുൽത്താൻ്റെ ഹോട്ടലാരത്തിൻ്റെ അവിടുന്ന് വരുന്ന പോലെ അവിടെ ഏറ്റവും സൗകര്യപ്രദമായ ഒരു വാതിലൂടെ നമ്മൾ തവാഫിലേക്ക് കടക്കുന്നു. ഹജ്ജിന്റെയും ഉംറന്റെയും വിഷയത്തിൽ ഇത്തിരി സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ് തവാഫ്. എന്തുകൊണ്ട്? അത് കഴിയോളം ഉളൂ വേണം. 7 ചുറ്റന്നെ ചുറ്റണം, 7 ചുറ്റും പൂർണ്ണ ആവണം. ഓരോ ചുറ്റിലും നമ്മൾ ഈ
ഇടതുവശം കഅബയെ ഇങ്ങനെ നേർക്ക് ആയിട്ട് ഇങ്ങനെ പോകണം. ഇടക്ക് വെച്ചിട്ട് കുറച്ച് മാറിപ്പോയി, അല്ലെങ്കിൽ നമ്മൾ തിരക്കപ്പെട്ടിട്ട് കുറച്ചങ്ങോട്ട് പോയി. എന്നാൽ എവിടുന്നാണോ പോയത് റിട്ടേൺ അടിച്ചിട്ട് അവിടുന്ന് നേരെ തന്നെ കഅബയുടെ ഇടതുവശത്തായിട്ട് പോകണം. തിരക്കിൽ അതിന് സാധിക്കണില്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യണ്ടു, 8ാമത്തെ ഒരു ചുറ്റണം. ഈ ഒരു ചുറ്റ് തവാഫ് കൂട്ടൂല, പിന്നെന്ത് ചെയ്യണം, 8ാമത്തെ ഒരു ചുറ്റണം. ഒളുവിന്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂർണ്ണമായി ഷാഫി മദ്ഹബിൽ ഒളു എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹനഫി മദ്ഹബിലെ ഒളുവൊക്കെ അതിൽ ഇൻക്ലൂഡാണ്. കാരണം ഷാഫി മദ്ഹബിൽ തന്നെ ഒളു ഇങ്ങനെ തൊടുക എന്നുള്ളതല്ലോ, തല മുഴുവൻ തടവുക എന്നുള്ളതാണ്, അല്ലേ? തല മുഴുവൻ തടവണ്ടായി. അപ്പോ നമ്മുടെ മദ്ഹബിൽ തന്നെയുള്ള രീതിയിലൂടെ മുന്നോട്ട് പോകാനാണ് ഏറ്റവും നല്ലത്. പുരുഷന്മാരെ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ സുഖമാണ്. കാരണം അവരെ കാല് സോക്സിലാണ്. അവരുടെ മുഖത്തൊന്നും ആരും വന്നിട്ട് ഇങ്ങനെ തോണ്ടൊന്നുമില്ലേ. കുട്ടികൾ തല്ലുവിടണവർ മൂക്കത്ത് തോണ്ടാനൊക്കെ കാര്യങ്ങൾ നിൽക്കും. അപ്പം മുഖത്തൊന്നും സാധാരണഗതിയിൽ ഒരു പുരുഷന്റെ കൈ വരില്ല. പിന്നെ ഈ കയ്യിന്റെ കാര്യമാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ദിക്റിന്റെ കിതാബൊക്കെ പിടിച്ചിങ്ങനെ പോവുകയാണേ, ഒരു അന്തത്തിലാണല്ലോ പോകേണ്ടത്, ഒരു ഒഴുക്കിലിങ്ങനെ പോവല്ലോ. അപ്പം നമ്മളെ കൈ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഒളുവിനൊന്നും പറ്റാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതായത് പുരുഷനെ സ്പർശിച്ചിട്ടുള്ള ഒളുമുറിയൽ പരിപാടി ഇല്ലാതെ തന്നെ സ്ത്രീകൾക്കൊക്കെ അത് ശരിക്കും കൈകാര്യം ചെയ്യാൻ പറ്റും. ആണിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന്റെ ശരീരത്തിന്റെ നല്ലൊരു ഭാഗം പുറത്താണ്. നല്ല ആകാര സൗഷ്ഠവമുള്ള, നല്ല വെണ്ണക്കല്ലിൽ കൊത്തിയ പ്രതിമ പോലെയുള്ള ഒരു പുരുഷൻ സങ്കല്പിക്കാം. ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തു നിന്ന് നല്ല സൗന്ദര്യമുള്ള ഒരു പുരുഷൻ, പെണ്ണിന് മൊത്തം പരീക്ഷണമായിട്ടാണ് അവൻ മുന്നിലൂടെ ഇങ്ങനെ നടക്കുന്നത്. അടി കൊള്ളാലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഹജ്ജിന്റെ എല്ലാ ഉദ്ദേശവും തെറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നീട് പറയാം, അവിടെ തിരിക്കണം. നല്ല മനോഹരിയാവുന്ന ഒരു പെണ്ണ് മുഖം തുറന്നിട്ടാണ് നമ്മുടെ മുന്നിലൂടെ നടക്കുന്നത്. ഹജ്ജിനപ്പുറം ഒരു പുരുഷൻ അവളെ കാണുന്ന ഒരു ആസ്വാദനത്തിന്റെ ശൈലിയിലേക്ക് പോയോ, പടച്ച റബ്ബിന്റെ കഅബയുടെ പരിസരത്താണ് നമ്മളെന്നുള്ള ബോധം വേണം. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ, വമീറിനെ സംസ്കരിച്ചെടുക്കാനുള്ള ഒരു വിദ്യ കൂടെയാണ് ഈ ഹജ്ജ്. അതുകൊണ്ടാണ് എല്ലായിടത്തും പുറത്തിറങ്ങുമ്പോൾ പെണ്ണ് മുഖം മറക്കണം എന്ന് പറയുന്ന ഇസ്ലാം ഹജ്ജിന് തുറക്കൽ നിർബന്ധാക്കുന്നത്. തുറന്നേക്കാം എന്നല്ല, തുറക്കൽ നിർബന്ധാക്കുന്നത്. ഒരു പെണ്ണിന്റെ സൗന്ദര്യം വിലയിരുത്താൻ പറ്റുന്ന 2 സംഗതിയാണ് ഈ ഇത്. അതുകൊണ്ടാണ് പെണ്ണ് കാണാനൊക്കെ പോകുമ്പോൾ പുരുഷന് ഇത്രേ കാണാൻ പറ്റുള്ളൂ. കൂട്ടുകാരൊക്കെ പാടെ കൂട്ടിയിട്ട് ഏകദേശം കാണലല്ല ഇതിന്റെ രീതി. ചിലപ്പോഴൊക്കെ ആ കോലംകെട്ടിലേക്ക് നമ്മളൊക്കെ മാറിയിട്ടുണ്ട്. അജയന്മാരാവുന്ന പെണ്ണിന്റെ വാപ്പമാര് പോലും അങ്ങനെയൊക്കെ തന്നെയല്ല കാലം എന്ന് പറഞ്ഞ് സമ്മതിക്കണമുണ്ട്. സാന്ദർഭികമായിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്, ഹറാമാണ്. നമ്മുടെ പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നടക്കാൻ പോണത്. അത് ഹറാമിലൂടെ ആവാൻ പാടില്ല. അപ്പൊ പെണ്ണിന്റെ സൗന്ദര്യം വിലയിരുത്താൻ ഇത്ര മതി. അവളുടെ നിറവും കളറൊക്കെ നോക്കാൻ ഈ കൈ മതി. അവളുടെ മുഖം കണ്ടാൽ മതി അവളുടെ സൗന്ദര്യം അറിയാൻ. ആ ഭാഗം തുറന്നിട്ടിട്ടാണ് ചേർന്നെ പടച്ച റബ്ബിന് പെണ്ണിനൊരു സമയം ആണിനൊരു സമയം എന്നുള്ള രീതിയിൽ ഹജ്ജ് ക്രമീകരിക്കായിരുന്നല്ലോ. പറ്റൂലേ? പെണ്ണിനൊരു സമയം, ഹജ്ജിന് ആണിനൊരു സമയം. നമ്മുടെ ഗവൺമെന്റ് ഒക്കെ വിചാരിച്ച് അവിടുത്തെ ഗവൺമെന്റ് അങ്ങനെ ചെയ്താൽ അത് ഹജ്ജല്ലാതാവുന്നില്ല. പക്ഷെ പ്രായോഗികമായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയായിരുന്നു നിർണയിച്ചത്. എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സിനെ കൂടെ അങ്ങോട്ട് സംസ്കരിക്കുക. അവിടെ അത്രമേൽ എല്ലാ രാഷ്ട്രത്തിലെയും പെണ്ണിനെ കണ്ടിട്ട് നോക്കാതെ ശീലിച്ചു വന്ന് പെണ്ണിനെ കാണുമ്പോൾ നോ പറഞ്ഞ് മനസ്സിനെ പാകപ്പെടുത്തിയ ഒരു മനുഷ്യൻ പിന്നെ നമ്മുടെ നാട്ടിലേക്ക് വന്ന ഈ ഉണക്ക പെണ്ണുങ്ങളെ കാണുമ്പോൾ നോക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അവന്റെ ജീവിതത്തെ മൊത്തം സംസ്കരിക്കുക. അപ്പോൾ തവാഫിലേക്കാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. തുടങ്ങേണ്ടത് നമുക്കറിയാവുന്നത് പോലെ ഹജറുൽ അസ്വദിന്റെ അവിടെ നിന്നാണ്. ഹജറുൽ അസ്വദിന്റെ പോരുഷക്കളുടെ കിതാബെന്ന് വായിക്കുക. വെളുത്ത നല്ലൊരു ശിലയായിരുന്നു അത്. മനുഷ്യരുടെ പാപം ഏറ്റുവാങ്ങി വാങ്ങി വാങ്ങി കറുത്തുപോയി എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂൽ ഒരു ചുണ്ടച്ചോടത്ത് വെക്കാൻ പറ്റുക നമുക്ക് സൗകര്യം കിട്ടുകയാണെങ്കിൽ. ഹജ്ജിനൊക്കെ കിട്ടിക്കൊള്ളണം എന്നില്ല, ഒരു ചാൻസും ഉണ്ടാവില്ല. തിരക്ക് കൂട്ടി ഒരാളെ ഉപദ്രവിച്ചിട്ട് ഹജ്ജിൽ വെച്ച് അല്ലെങ്കിൽ ഉംറയിൽ വെച്ച് ഹജറുൽ അസ്വദ് മുത്തണീന് ഒരു പുണ്യമല്ല. അതും കൂടി മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ആണുങ്ങളിടയിൽ ജീവാപായം വരെ പറ്റും. ആണുങ്ങളടിയിലൊക്കെ പോയിട്ട് തിരക്ക് ചില സ്ത്രീകൾ എന്നിട്ടുണ്ട്. അവിടുന്ന് ഒരു തിരിഞ്ഞുകളി പടച്ചോനെ ഞെങ്ങിയിട്ടേ ഈ പാറ്റ വളർത്തി തുടങ്ങിയമാരുടെ നീളം വെച്ചിട്ട് ഒരു ഊക്കിലുള്ളൊരു ബഹളം ഒച്ചപ്പാടോ. അവിടെ 2 കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ തവാഫിന്റെ അടിയിൽ ഇപ്പം മുത്തിയാ കിട്ടുമെന്ന് കരുതിയിട്ട് അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പോയോടം വരെ നമ്മുടെ ഇടതുവശം മാറിയിട്ടുണ്ട് കഅബയിൽ നിന്ന്. ആ തവാഫിന്റെ ആ ഒരു ചുറ്റ് സ്വീകരിക്കൂല. അതിൻ്റെ ഉള്ളിൽ കുറെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് പൊന്താണ് കുറെ അപ്പുറത്താ മക്കാം ഇബ്രാഹിമിന്റെ അവിടെ. എന്നിട്ട് എന്നാ പിന്നെ 3ാമത്തെ ചുറ്റ് അങ്ങനെ പോകാന്ന് വിചാരിച്ചാലോ
ഇവിടെ 2 ചുറ്റു പോയി. ഇവിടെ ഉണ്ടോ? 2 ചുറ്റു പോയി. ഒന്ന് നമ്മള് ഇപ്പൊ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ കോണ് പോയത്. അപ്പൊ അജറിൽ കഅബ ഈ ഭാഗത്ത് ഇടതുവശത്ത് വന്നില്ല. ഇത്രയും ദൂരം നമ്മൾ കഅബ അവിടെ കിടക്കണം, നമ്മൾ ഇടതുവശം ഇങ്ങടാണ്. പിന്നെ അവിടുന്ന് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പൊന്തുണത് അജറിൽ മഖാം ഇബ്രാഹിമിന്റെ അവിടെ. അത്രയും ദൂരം വെറുതെ പോയി. 2 ചുറ്റു വേറെ ചുറ്റുണ്ട്. ഇറാമിലായി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കുറെ സംഗതികൾ. പാളിന ഒരു സ്ഥലമുണ്ട് കഅബന്റെ അടുത്ത്. ഈ അറബികളൊക്കെ വന്നിട്ട് വിവരമില്ലാത്തവർ പ്രത്യേകിച്ചും അത്രയൊക്കെ തേക്കും ഈ കഅബമ്മ മൊത്തത്തിൽ. നമ്മളൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പൊ നമ്മൾ കഅബമ്മൊക്കെ തൊട്ട് ഇങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ മുഹരിമായിരിക്കുക സുഗന്ധം ഉപയോഗിച്ചു എന്നുള്ള പ്രശ്നം വരും. നമ്മൾ ഇറാമിലാണ് സുഗന്ധം ഉപയോഗിച്ചു എന്നുള്ള പ്രശ്നം വരും. സോപ്പ് പോലും നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നത് അത്രമേൽ നല്ലതല്ല. അതുകൊണ്ട് ഹജ്ജ് കാലത്ത് നമുക്ക് തീരെ സ്മെല്ലില്ലാത്ത ചെറിയ വട്ടത്തിലുള്ള സോപ്പൊക്കെ ഉണ്ടാവും നമ്മൾ ഈ താമസിക്കുന്ന ഔദ്യോഗിക റൂമുകളിലൊക്കെ. അപ്പൊ 7 ചുറ്റായിരിക്കണം, പൂർണ്ണമായി കഅബയുടെ പുറത്തായിരിക്കണം. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ഷാദർവാൻ എന്ന് പറഞ്ഞ സാധനം എന്താ, നിങ്ങളിൽ ഈ പുസ്തകം ഉണ്ടെങ്കിൽ ലാസ്റ്റ് പേജ് എടുത്ത് നോക്കൂ. കഅബന്റെ ചുറ്റുഭാഗമായിട്ട് കൊടുക്കുന്ന ഈ തറ പോലത്തെ സാധനമാണ് ഷാദർവാൻ. ലാസ്റ്റ് പേജ് നമ്പർ 80 തോന്നുന്നു. ഓക്കെ, അതിന്റെ ലാസ്റ്റ് കണ്ട ഒരു കഅബന്റെ അടിയിലൊരു വെള്ള നമ്മൾ വിരി തൂക്കിയ പോലത്തെ ഒരു സാധനം കണ്ടില്ലേ? അതാണ് കഅബന്റെ തറ പോലത്തെ ഒരു സംഭവം. ഇത് ഷാദർവാൻ എന്നാണ് പറയുക. ഇത് കഅബന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ കഅബം അങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ തവാഫ് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പുസ്തകം പിന്നെ നോക്കാം. കഅബം നമ്മൾ ഇങ്ങനെ തൊട്ട് ഇങ്ങനെ തവാഫ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ കയ്യിന്റെ, ഞാൻ ഈ പറഞ്ഞ ഷാദർവാൻ ഉണ്ടല്ലോ അല്ലെ, ആ കയ്യിൽ നിന്ന് എത്രയാണോ അതിന്റെ മുകളിലുള്ളത് അത്രയും ഭാഗം കഅബന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്തത്, തവാഫ് ചെയ്തത്. അപ്പൊ നമ്മൾ എവിടുന്നാണോ കഅബം അങ്ങനെ തൊട്ട് തവാഫ് ചെയ്തു ആ ഭാഗം മുഴുവൻ മടക്കി ചെയ്യണം. എന്തുകൊണ്ട്? കഅബയുടെ പുറത്തായിരിക്കണം പൂർണ്ണമായും തവാഫ് ചെയ്യുന്ന മനുഷ്യൻ. കേട്ടല്ലോ? ചിലപ്പോ നമുക്ക് ഹിജ്ർ ഇസ്മായിലിന്റെ ഉള്ളിൽ കയറാൻ പറ്റും. ആ പാത്തിയുടെ അടിയിൽ വളഞ്ഞിട്ടിയൊരു സ്ഥലമല്ലേ, നമ്മുടെ ഇതിലേക്ക് നോക്കൂ, 5-ാം നമ്പർ നമ്മുടെ പുസ്തകത്തിലേക്ക് കൊടുക്കൂ, നോക്കൂ 5-ാം നമ്പർ. ഓക്കെ അല്ലേ? ആ 80-ാം പേജിൽ കഅബയുടെ ചിത്രം കൊടുത്തുള്ള 5-ാം നമ്പർ. ഈ കഅബന്റെ അവിടുന്ന് തൊട്ടിട്ട് കണ്ടോ, ഒരു 3-3.25 മീറ്റർ കഅബന്റെ ഉള്ളിലാണ് ഈ സംഭവം. അപ്പൊ അതിന്റെ ഉള്ളിൽ കയറാൻ ചിലപ്പോൾ ചാൻസ് കിട്ടും. വലിയ പുണ്യാണ്. കയറിയ ഉടനെ ഏറ്റവും ബ്രീഫായ, ഏറ്റവും സാരസംഗ്രഹമായ ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ എണ്ണിപ്പെറുക്കി നുള്ളിപ്പെറുക്കിയൊക്കെ പറയണതിനേക്കാൾ എല്ലാം അതിലടങ്ങിയിട്ടുണ്ടാവും. പിന്നെ 2 റക്അത്ത് നിസ്കരിക്കുക പെട്ടെന്ന് തന്നെ. അപ്പൊ കഅബന്റെ ഉള്ളിൽ നിസ്കരിച്ച പോരിച്ചുണ്ടാവും. അതുകൊണ്ടുകൂടെയാണ് പൂർവികരാകുന്ന ആളുകളൊക്കെ ആ ഭാഗം, ഇപ്പൊ സൗദി ഗവൺമെന്റിന്റെ പണല്ലേ, പണ്ട് ഖുറൈശികൾ പണം ഹലാലായത് കുറവായതുകൊണ്ടാണ് ഇത്തിരി ഭാഗം കഅബയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടാക്കിയത്. നേരാമണ്ണ കഅബ ഉണ്ടാക്കിയിരിക്കുകയാണെങ്കിൽ അതിന്റെ മുൻഭാഗം ഇങ്ങനെ ഉണ്ടാവുക, റൗണ്ടായിട്ടുണ്ടാവുക. അതേമാതിരി ഇതിൽ 5-ാം നമ്പർ ഉണ്ടല്ലേ, അതുപോലെയാണ് ഉണ്ടാവുക കഅബയുടെ മുൻഭാഗം. അതാവാതിരുന്ന എന്തുകൊണ്ടാ? ശുദ്ധമായ കാശ് കുറവായതുകൊണ്ട് അവരെന്ത് ചെയ്തു, ചുരുക്കി. ആ ചുരുക്കിയത് നമുക്ക് വലിയൊരു അനുഗ്രഹമായി. അല്ലെങ്കിൽ നമുക്ക് അതിനുള്ളിൽ കയറാൻ ചാൻസ് കിട്ടും. കഅബന്റെ ഉള്ളിൽ ഇപ്പൊ നമുക്ക് കയറാൻ ചാൻസ് കിട്ടുന്നുണ്ട്. ചുറ്റുറം ചുമരില്ലെങ്കിൽ പോലും ആത്മീയമായി കഅബയുടെ ഭാഗത്ത് നമുക്ക് കയറാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഒരാൾക്ക് ഇപ്പുറത്തുകൂടി കയറാൻ കഴിഞ്ഞു എന്ന് സങ്കല്പിച്ചോളൂ. ഇവിടെ ഒരു വഴിയുണ്ട്. ഷാദർവാൻ കഴിഞ്ഞ ഉടനായിട്ട് ഈ ഹിജ്ർ ഇസ്മായിലിന്റെ അവിടെ ഒരു വഴിയുണ്ടല്ലേ, അതിലൂടെ കയറാൻ പറ്റും. അപ്പൊ നമ്മൾ ഇങ്ങനെ പോന്നിട്ട് അതിന്റെ അപ്പുറത്തേക്ക് ചാടി. ഓക്കെ, ഇവിടെ ഉണ്ടോ? നമ്മൾ ഇതിലൂടെ പോയി. ഏതിലൂടെ? ഈ കെട്ടിന്റെ ഉള്ളിൽ കൂടെ പോയി. എന്നിട്ട് അപ്പുറത്തോട്ട് ചാടി. നമ്മൾ ഫുള്ള് ആ ഒരു ഭാഗത്ത് പോകുന്നത് കഅബന്റെ ഉള്ളിൽ കൂടെയാണ്. തവാഫ് ശരിയോ? ഇല്ല. ശരിയാവണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ റിട്ടേൺ അടിക്കണം, എന്നിട്ട് ഇവിടെ മുതൽ പോകണം. അതേമാതിരി തന്നെ ഈ ഹിജ്ർ ഇസ്മായിലും ഇങ്ങനെ തൊട്ട് ഇങ്ങനെ പോകണ്ട. അതിന്റെ ചില ഭാഗം കഅബയിൽ വരും. നേരത്തെ പറഞ്ഞതുമാതിരി മുഴുവനായി കഅബന്റെ പുറത്ത് വന്നില്ല എന്നുള്ള പ്രശ്നം അപ്പം ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇങ്ങനെ 7 ചുറ്റ് പൂർത്തിയാക്കുക. ഇതോടുകൂടെ തവാഫ് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, സാധിക്കുമെങ്കിൽ മഖാം ഇബ്രാഹിമിന്റെ ആ ഒരു നേർപ്പാടിൽ പോയിട്ട് തൊട്ടടുത്തോ അതിന്റെ ദൂരൊക്കെ ആയിട്ട് ആ നേരയിൽ വെച്ചിട്ട് 2 റക്അത്ത് തവാഫിന്റെ സുന്നത്ത് നിസ്കരിക്കുക. പിന്നെ ചെയ്യേണ്ടത്, പറ്റുമെങ്കിൽ വയറ് നിറച്ച് സംസം കുടിക്കുക.
ഉംറക്കൊക്കെ സാധിക്കും, ഹജ്ജിന് എത്രമേൽ സാധിക്കും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകമായ സംഗതി, ഈ ചെരുപ്പ് നമ്മൾ പുറത്തിട്ട് പോയാൽ പിന്നെ ഇറങ്ങണത് അവൾക്കൂടെ ആയിരിക്കില്ല. നമ്മൾ ഇറങ്ങണത് ആയിക്കൂടെ ആണെങ്കിൽ തന്നെ നമ്മളെ ചെരുപ്പ് അവിടെ ഉണ്ടാവില്ല, ക്ലീനിങ്ങർ കൊണ്ടുപോയിട്ടുണ്ടാവും. ചെരുപ്പിടാതെ പുറത്ത് കാല് വെക്കാന്ന് പറഞ്ഞാൽ ആ വെള്ള മാർബിൾ കഴിഞ്ഞാൽ പപ്പടം പൊള്ളിയതുപോലെ പൊള്ളും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടുന്ന് കുറേ ചെരുപ്പാടെ വീണെടുക്കുന്നുണ്ടാവും, അത് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഒരു വസ്തു പോലും വീണ് പോയത് കഅബയിൽ നിന്ന് അല്ലെങ്കിൽ ഹറമിൽ നിന്ന് നമുക്ക് എടുക്കാൻ പാടില്ല. എടുത്താലോ ചിലപ്പോൾ പോലീസ് ഒന്ന് പൊക്കും. നമ്മൾ ഓരോരുത്തരുടെ ചലനവും കൃത്യമായി വലിയ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് പോലീസ്. ഒരു ഫോൺ കണ്ടു, നമ്മളത് എടുത്തു, ഒരു റൗണ്ട് തിരിയില്ല, അപ്പോഴേക്കും പൊങ്ങിയിട്ടുണ്ടാവും നമ്മൾ. ചിലപ്പോൾ അത് ദുനിയാവിലെ പ്രശ്നം. അള്ളാന്റെ അടുത്ത് പിന്നെ അതിന്റെ കുഴപ്പം പറയാൻ തന്നെ. നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏക ഒരു രീതി മസാല അനുസരിച്ച് അത് ഉടമസ്ഥനെ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു സേവനം എന്നുള്ള നിലക്ക് എടുക്കുക. പക്ഷെ അത് പോലീസിന് അറിയാത്തത് കൊണ്ട് എന്ത് കണ്ടാലും അവഗണിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പൊ അവിടെ കുറെ ചെരുപ്പുണ്ടാവും, ആ ചെരുപ്പ് എടുത്താൽ നമുക്ക് പോരാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ എന്തെല്ലാരും ചെയ്യുക, ചെരുപ്പ് ഒറയിലാക്കിയിട്ട് കയ്യിൽ പിടിച്ച് അങ്ങനെ തവാഫ് ചെയ്യും, അത്രത്തോളം ഒക്കെ. പക്ഷെ ചെരുപ്പും നജസ് ഉണ്ടാകാൻ പാടില്ല. ഒന്നുകിൽ ആ അറമിന്റെ മുറ്റത്തേക്ക് കയറുന്നിടത്തുള്ള 3-ാം നമ്പറൊക്കെ ഓർമ്മയല്ലേ? നമ്മളെ മലയാളികളുടെ ഒരു അടയാളാണ് ആ 3-ാം നമ്പർ ബാത്റൂം. മലയാളികളുടെ ഒരു കേന്ദ്രമാണത്. ഇപ്പൊ ഗൾഫിലൊക്കെ ഈ കുറെ സ്ഥലങ്ങളുണ്ടല്ലോ മലയാളികളുടെ കേന്ദ്രം. ഈ ഷറഫിയ എന്നൊക്കെ പറഞ്ഞ സൗദിയിലെ മലയാളിയുടെ കേന്ദ്രമാണ്. പുഴക്കാട്ടിരി പഞ്ചായത്തിലേക്ക് സ്വാഗതം എന്നുള്ളൊരു ഫ്ലെക്സ് കണ്ടു ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ. കാരണം അവിടുന്നാട് പോയത് മൊത്തം ഞങ്ങളെ പഞ്ചായത്തുകാരുടെ കഥകളാണ്. അപ്പം അങ്ങനെ ചില കേന്ദ്രങ്ങളുണ്ട്. അപ്പം മലയാളിയുടെ പൊതുവെ ഒരു കേന്ദ്രമാണ് 3-ാം നമ്പർ ബാത്റൂം. നല്ല സുഖമാണ്, അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് കയറാൻ. പിന്നെ ഇപ്പുറത്ത് ആ വണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ അടിയിൽ കൂടെ അങ്ങനെ പോയിട്ട് 3-ാം നമ്പർ ബാത്റൂമിൻ്റെ അപ്പുറത്തേക്ക് വരാൻ. തൊട്ടപ്പുറത്ത് സ്ത്രീകൾക്കുള്ള സൗകര്യമുണ്ട്. നല്ലൊരു കേന്ദ്രം തന്നെയാണത്. അവിടുന്ന് നമ്മുടെ ചെരുപ്പ് നല്ല വൃത്തിയിൽ കഴുകിയിട്ട് അടിയൊക്കെ ഉരച്ച് കഴുകിയിട്ട് കൈ പിടിച്ചോ അല്ലെങ്കിൽ പിന്നെ കവറിലിട്ടൊക്കെ കൊണ്ടുവന്ന് നജസ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയത് കൊണ്ടാവണം നമ്മൾ ചലിക്കേണ്ടത് തവാഫിലുടനീളം. അതിനെന്ത് ഐഡിയ ചെയ്യാന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. വേണമെങ്കിൽ ഒരു കുപ്പി സാധാ വെള്ളം കൊണ്ടുണ്ട്, എന്നിട്ട് നമ്മൾ ആ പള്ളിക്കൽ കയറുന്നതിന്റെ തൊട്ടടുത്തുണ്ടാവും കുറെ വേസ്റ്റിനുള്ള വലിയ വലിയ ബിന്നുകൾ അല്ലേ, വേസ്റ്റ് ഇടേണ്ട കുറെ പാത്രങ്ങൾ ഉണ്ടാവില്ലേ, അവിടെ വെച്ചിട്ടെങ്കിലും ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടാവണം അത് കൊണ്ടുപോണത്. കുറെയൊക്കെ പടച്ച റബ്ബ് ഈ ഒരു പ്രയാസമൊക്കെ ആയിട്ട് വലിയ ബുദ്ധിമുട്ടുകൊണ്ട് അല്ലാഹു തആല പുറത്ത് തരണം എന്നുള്ള രീതിയിൽ തന്നെ ദ്വാരക്കുകയും ചെയ്യാം. ഞാൻ എൻ്റെ സൂക്ഷ്മമായ ഭാഗം പറഞ്ഞതാണ്. ഓക്കെ അല്ലേ? ഇപ്പൊ വെള്ളമൊക്കെ കുടിച്ചില്ലേ? സംസം കുടിച്ചോ? അല്ല റാഹത്തായോ? അത് താഴമാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. ഭക്ഷണം സംസം മാത്രം കുടിച്ചാൽ ജീവിക്കാൻ പറ്റും. ഞാൻ അതിനെ പറ്റിയുള്ള പഠനങ്ങളൊന്നും ഇപ്പോൾ പറയണില്ലേ. ജപ്പാനിലൊക്കെ നടന്ന ഗംഭീര പഠനങ്ങളുണ്ട്. സംസം വെള്ളത്തിന്റെ ക്രിസ്റ്റലുകളെ കുറിച്ചുള്ള പഠനങ്ങളുണ്ട്. അതൊരു വലിയ സംഭവമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ലക്ഷം ലിറ്ററാണ് ആ വരണ്ട ഭൂമിയിൽ നിന്ന് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര ലക്ഷം ലിറ്ററാണ്. 40 ലക്ഷം വിശ്വാസികൾ ഹജ്ജിന് വരുന്നു എന്നുണ്ടെങ്കിൽ എല്ലാവരും 10 ലിറ്റർ വെള്ളം കൊണ്ടുപോവാണെങ്കിൽ എത്ര ലിറ്ററായി? പിന്നെ ഡെയിലി എത്രയാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്? സംസം കുടിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരട്ടാ. ഈ തണുത്ത സംസം വെള്ളം നിറച്ചുണ്ടാവും. സ്ത്രീകൾക്കും ആണുങ്ങൾക്കും ഒക്കെ നല്ല ഇഷ്ടമായിരിക്കും അത് കുടിക്കാൻ. കുടിച്ചോളൂ. 2 ദിവസം 3 ദിവസം കഴിയുമ്പോഴേക്ക് കഫക്കെട്ടും പനിയും പിടിച്ച് മറ്റമലുകളൊക്കെ ബാത്തിലാവുമെങ്കിൽ തുടരുത്. നല്ല രസം ഉണ്ടാവും. ഇപ്പൊ ഈ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ചൂടത്ത് ചെന്നിട്ടേ. യൂറോപ്യൻസിനൊക്കെ അത് അവരുടെ ശീലമാണ്. നമ്മുടെ കേരളക്കാർക്ക് കഫജന്യ രോഗികളാണ്. അതിന്റെ പ്രായോഗിക വശം പറയാണ്, ഓരോ 4-5 ക്യാന് വെച്ചെടുത്ത് ഒന്നുണ്ടാവും തണുക്കാത്തത് എന്ന് എഴുതിയ സാധനം, വേറെ മുബർണത് നോട്ട് കൂൾ എന്നൊക്കെ എഴുതിയ സാധനം ഉണ്ടാവും. അതിൽ നിന്ന് മാത്രം കുടിക്കുക. അതും നല്ല രസം ഉണ്ടാവും കേട്ടോ. സംസമാണ് മാവ് സംസം കുളിക്കേണ്ട മര്യാദകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ദുആയൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിൽ കാണും. നിങ്ങളതൊക്കെ ചെയ്യുക. ബിസ്മി അല്ലിയിട്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് നല്ല മട്ടത്ത് കുടിക്കുക. എന്നിട്ട് കുടിക്കണ സമയത്തൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ എന്തെങ്കിലും ഉദ്ദേശം വെച്ച് കുടിക്കുക. ഈമാൻ കൂടാൻ വേണ്ടി സംസം കുടിക്കുക, രോഗം മാറാൻ സംസം കുടിക്കുക, മോളുടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് അത് തീരാൻ വേണ്ടി സംസം കുടിക്കുക. ഒരു പ്രാവശ്യം വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിൽ പോയി അറമ്പിലിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അറിയുന്ന ഒരു വയസ്സായ ഉസ്താദിനോട് ഒരു ഗ്ലാസ് സംസം കൊണ്ടുവരുമെന്ന് ചോദിച്ചു. മൂപ്പർക്ക് പോകാൻ പ്രയാസമാണ്. ഞാൻ ചോദിച്ചു, കൊണ്ടുവരാൻ എന്ത് അവസ്ഥ, നന്നായിട്ട് ദാഹിച്ചോ എന്ന് ചോദിച്ചു. മൂപ്പര് എന്നെ ദാഹിക്കല്ല, നന്നായിട്ട് മൂത്രയിക്കാൻ വിട്ടുക. ഇപ്പോൾ ഇവിടുന്ന് പോയാൽ പിന്നെ ഇവിടെ ഇരിക്കാൻ പറ്റൂല. അപ്പോൾ വെള്ളം
സംസം എന്ത് കുടിച്ചാലും അതിനാണെന്നല്ല. അപ്പൊ മൂത്രമൊഴിക്കൽ മുട്ടൽ മാറാൻ വേണ്ടിയിട്ട് മൂപ്പര് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണ്. ഇതാണ് സംസം. മൂത്രമൊഴിച്ച് ഇടങ്ങാറായിട്ടേ പോയാൽ പിന്നെ സീറ്റ് ഇട്ടൂല എന്ന് കരുതിയിട്ട് മൂപ്പരാൾ എന്താ കാണിക്കണത്? ഒരു ഗ്ലാസ് സംസം എടുത്തുകൊണ്ടിട്ട് മൂത്രമൊഴിക്കൽ മുട്ടൽ മാറണേ എന്നുള്ള നീയത്തോടുകൂടെ കുടിക്കുകയാണ്. അപ്പൊ രോഗം മാറണേ, സ്വഭാവം നന്നാവണേ, ഭർത്താവ് ഇത്തിരി മങ്കുറിന്റെ ആളാണ്, ഒന്ന് ശരിയാക്കി തരണേ എന്നൊക്കെ കരുതിയിട്ട് വേണം സംസം കുടിക്കാൻ. അത് കഴിഞ്ഞ് നമ്മൾ സഅയിലേക്ക് പോവുകയാണ്. സഅയ് നമുക്കറിയാം, തവാഫ് പോലെ ഹജറുൽ അസ്വദിൽ നിന്ന് തുടങ്ങി ഹജറുൽ അസ്വദിൽ എത്തുമ്പോൾ എല്ലാം ഒന്നാവുക. പിന്നെ സഫയിൽ നിന്ന് തുടങ്ങി മറുവയിൽ എത്തുമ്പോൾ ഒന്നാവും, മറുവയിൽ നിന്ന് തുടങ്ങി സഫയിൽ എത്തുമ്പോൾ രണ്ടാവും. അങ്ങനെ 7 പ്രാവശ്യം. അതിനും ചെല്ലേണ്ട പ്രത്യേകം ദിക്റുകളുണ്ട്, അത് നമ്മൾ പാലിച്ചുകൊണ്ടിരിക്കുക. സഅയിന് ഇന്ന ഭാഗം ഇന്നടത്തേക്ക് ആവണം എന്നില്ല, ഒളു ഉണ്ടാവണം എന്നില്ല, ഒളു ഉണ്ടാവണം എന്നില്ല. പ്രത്യേകിച്ച് ദിക്ർ എന്തെങ്കിലും ചെല്ലണം എന്നില്ല. യാസീനോദി പോകാം, സലാത്തല്ലി പോകാം, നമുക്കറിയാവുന്ന വേറെ ഏതെങ്കിലും പ്രാർത്ഥന നടത്തി പോകാം. പക്ഷെ എല്ലാത്തിനും ഓരോ ദിക്റുണ്ട്, അത് പാലിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ആദ്യം തന്നെ സഫയിൽ നിന്ന് കാബയിലേക്ക് നോക്കി ദ്വാരക്കണം. അവിടുന്ന് കാബ അങ്ങനെ കാണും. നിർമ്മാണമൊക്കെ നടക്കുന്നതുകൊണ്ട് പുതിയ സീസണിൽ കുറച്ച് ബാക്കിയേ കാണുള്ളൂ. അതിങ്ങനെ നോക്കിയിട്ട് നന്നായിട്ട് ദ്വാരന്ന് അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് വളരെ സന്തോഷത്തിൽ നമ്മൾ സഅയ് തുടങ്ങുകയാണ്. അവിടെയാണ് നമ്മൾ ഹാജറാവുമ്പോൾ ഓടിയത്. ബോധം വേണം നമുക്ക്. ഓരോ കാലിൻ്റെ അരികിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സന്തോഷവും നമുക്കുണ്ടാവണം. നമ്മൾ സഫയിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അങ്ങേ തലക്ക പോകാതെ പരമാവധി ഈ അരുവ് കൂടെ തന്നെ പോവുക. ഉംറക്കോയൽക്ക് അറിയാം, ഈ നടുക്കൂടി ഈ വീൽ ചെയറേറെ കൊണ്ടുപോകുന്നൊരു പാതമുണ്ട് അല്ലേ? വീൽ ചെയറേറെ കൊണ്ടുപോകുന്നൊരു പാതമുണ്ട് ഇതിൻ്റെ നടുവിലൂടെ. അതിൻ്റെ അരുവ് കൂടെ തന്നെ പരമാവധി പോകാൻ ശ്രമിക്കുക. കാരണം പിന്നീടുള്ള വികസനത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ അപ്പുറമൊക്കെ. അതിലൂടെ പോയാൽ സഅയ് ശരിയാവുക ചെയ്യും. എന്നാലും അടിസ്ഥാനപരമായി റസൂലിന്റെ കാലത്തുണ്ടായിരുന്ന സഅയിന്റെ മസ്ഹയാവുന്ന മേഖല എവിടെയാണ്? ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ ഒരു കേന്ദ്രത്തിൽ ആ പച്ച ലൈറ്റുള്ള അടുത്ത് ഓടുന്നത് പോലെ നടക്കൽ സുന്നത്തുണ്ട്. അത് സ്ത്രീകൾക്കില്ല. ഹജ്ജിന്റെ സീസണിലൊക്കെ നമ്മൾ തവാഫിലും ആദ്യത്തെ ആ ചുറ്റിലെ 2-3 ചുറ്റിലുള്ള നടത്തൊക്കെ പറയാത്ത എന്താണ്? ഹജ്ജിന്റെ സമയത്ത് അത് പ്രായോഗികമല്ല എന്ന് എഴുതിയിട്ടാണ്. പിന്നെ സ്ത്രീകൾ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ പ്രായോഗികമല്ല, വയസ്സായ ആൾ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ പ്രായോഗികമല്ല. മോനെ ചെലവൊക്കെ എടുത്ത് വല്ലിപ്പ കൊണ്ടുപോയത് എന്തിനാൾ ഒരു ഹെൽപ്പറാൾ എഴുതിയിട്ടാണ്. ഓൻ പോയി കുറേ നേരം കഴിഞ്ഞിട്ട് എന്താ വല്ലിപ്പങ്ങൾ വരാത്ത പറഞ്ഞ് ഇങ്ങനെ കാത്തുന്നപ്പോൾ എന്താ അതിൻ്റെ ഒരു അവസ്ഥ? അതിനൊരു അർത്ഥമല്ലല്ലോ. മൂപ്പര് പോയത് തന്നെ പൈസ ഒക്കെ കൊടുത്തിട്ട് വല്ലിപ്പാൽ ഹെൽപ്പ് ചെയ്യാറ്. മൂപ്പര് സ്പീഡിലോട്ട് പോയിട്ട് അവിടെ ഇങ്ങനെ കാത്തിക്കുക. നിങ്ങൾ എന്താ അങ്ങനെ ബാക്കിൽ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അതൊന്നും ശരിയാവില്ല. ഓലൊപ്പം തന്നെ നടക്കുക. അപ്പോൾ ഓട്ടൊന്നും നടക്കില്ല. സുന്നത്താണ്, ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷമാണ് മുടിയെടുക്കൽ എന്ന് പറയുന്ന പരിപാടി. ഹജ്ജ് ഉടനെ ചെയ്യാനുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് മുടിയെടുക്കാതിരിക്കുകയാണ് നല്ലത്. ആ മുടിയടച്ചിലൊക്കെ ഹജ്ജിൽ വെച്ചിട്ട് കളയണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കളയാന്നുള്ള സംഭവമല്ല, 3 മുടി എവിടുന്നെങ്കിലുമൊക്കെ ആയിട്ട് കണ്ടിച്ച് കളയാന്നുള്ളതാണ് അവർക്ക് പറ്റുക. ഇതോടുകൂടെ നമ്മൾ ഉംറയിൽ നിന്ന് വിരമിച്ചു. ഉംറ തീർന്നു, ഫ്രീ ആയി. ഇനി നമുക്ക് ഏത് ഡ്രസ്സ് ഇടാം, ഏത് ഭക്ഷണവും കഴിക്കാം, എണ്ണ തേക്കാം, സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. ഇനിയുള്ള സമയം എന്താ നമ്മൾ ചെയ്യണ്ടേ? ദുൽഹജ്ജ് 7-8 ആയിട്ടാണ് ഇനി നമ്മൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ തുടങ്ങല്ലോ. അതുവരെ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ബന്ധുക്കളെ സന്ദർശിക്കലാണോ? നിവൃത്തികേട് കൊണ്ടൊന്ന് സന്ദർശിക്കേണ്ടിയൊക്കെ വരും. പക്ഷെ 4 മക്കളുണ്ട്, 4 മക്കളെ വീട്ടിൽ ഓരോ ദിവസം വിരുന്ന് പോകാതുള്ളതൊക്കെ ഒന്നിട നിർത്തുക. അങ്ങനെയൊക്കെയാണ് കുറെ ആളുകൾ ചെയ്യുന്നത്. ദിക്റിലും ഫിക്റിലും വിവാദത്തിലും ഖുർആനിലുമായിട്ട് തുടങ്ങും. ഇനി ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് നമുക്ക് പെട്ടെന്ന് കടക്കാം. ഹജ്ജിന്റെ കർമ്മത്തിന് നമ്മൾ സാധാരണ ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത്. അത് ഉംറ കഴിഞ്ഞ് ഫ്രീ ആയി നമ്മൾ. ഇനി നമ്മൾ ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യാണ്. ഇഹ്റാം ചെയ്യൽ, ഹജ്ജിന്റെ ഇഹ്റാം ചെയ്യൽ നമുക്ക് ശരിക്കും ശവ്വാലിന്റെ തുടക്കം മുതൽ നടത്താം. ചില മാന്മാരൊക്കെ അങ്ങനെ ചെയ്തിരുന്നതാണ്. പിന്നെയുള്ള പണി എന്താണെന്നറിയാവോ? ഒരു മുടി പോണത് ശ്രദ്ധിക്കണം, എന്തെങ്കിലും ഒരു നഖം പറയണത് ശ്രദ്ധിക്കണം. പേന ഉപദ്രവമായിട്ടൊക്കെ നമ്മൾ ചീകി ഒഴിവാക്കുമ്പോഴൊക്കെ മുടി പോരുന്നാൽ അതൊരു ലറൂറത്തെന്നുള്ള നിലക്ക് കുഴപ്പമില്ല എന്ന് വെക്കാം. അതല്ലാതെ വന്നാൽ വലിയ ബുദ്ധിമുട്ടാകും. അപ്പോൾ സ്ത്രീകളൊക്കെ നല്ലോണം ശ്രദ്ധിക്കേണ്ടി വരും. രക്തക്കുറവൊക്കെ ഉണ്ടെങ്കിൽ വല്ല അയണിൻ്റെ ടാബോ ടോണിക്കോ ഒക്കെ കുടിച്ച് മാറ്റണം നേരത്തെ. ഈ രക്തക്കുറവ് കൊണ്ടാണ് പൊതുവേ ഈ മുടി കൊഴിച്ചിലുണ്ടാവുക. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടറെ കണ്ടിട്ട് ചെയ്യണം. നമ്മളിനി ആദ്യമായി ഇഹ്റാം ചെയ്യാൻ പോവുകയാണ് ഹജ്ജിന്. ഇഹ്റാമിന് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ആ പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട്. സുന്നത്ത് നിസ്കാരമുണ്ട്, എല്ലാ ഭാഗവും ശുദ്ധിയാക്കലുണ്ട്, വൃത്തിയിൽ കുളിക്കലുണ്ട്, അത്തർ തേക്കലുണ്ട്. പെണ്ണുങ്ങൾക്ക് കൈകളിൽ മൈലാഞ്ചി ഇടൽ സുന്നത്തുണ്ട്. മൈലാഞ്ചി കൊണ്ട് കലാപരിപാടി ഉണ്ടാക്കലല്ല, ഇത്ര വരെ മൈലാഞ്ചി ഇടുക.
ഇത്തിരി മുഖത്ത് തേക്കലും സുന്നത്തുണ്ട്. ഒരു കോലക്കേടാവില്ല എന്നാണോ? ആയിക്കോട്ടെ, നമ്മുടെ നിറം അങ്ങനെ തന്നെ കാണാതിരിക്കുക എന്നാണ് ഈ മൈലാഞ്ചിന്റെ ഒക്കെ ഗുണം. അതിനാ മൈലാഞ്ചി ഇടുന്നത്, എന്തിനല്ല? ചുരുക്കുണ്ടാക്കാനല്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ താജ്മഹൽ ഉണ്ടാക്കുക എന്നുള്ളതല്ല. പിന്നെ മൊത്തത്തിൽ മൂടി മൈലാഞ്ചിടൽ സുന്നത്തുണ്ട്. ഇതൊക്കെ നിർവഹിച്ച് നമ്മൾ സാധാരണഗതിയിൽ സംഭവിക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശവ്വാലിന്റെ തുടക്കം മുതൽ ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും പറഞ്ഞാൽ 24 മണിക്കൂർ കൊണ്ട് ഹജ്ജ് ചെയ്യാൻ പറ്റും. നമുക്ക് യൗമുൻ നഹർ പെരുന്നാളിന്റെ ആ ഒരു ദിവസത്തിന്റെ രാത്രി ഇത്തിരി സമയത്ത് ഇറാൻ കിട്ടിയിട്ട് ആകെ 24 മണിക്കൂർ കൊണ്ട് പരിപാടി തീർക്കാൻ പറ്റും. അങ്ങനെ കൺഫ്യൂഷൻ ആവണ്ട, നമ്മൾ നല്ല ആസ്വദിച്ച് ചെയ്യാനാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? കാര്യത്തിൽ ക്രമത്തിൽ തന്നെ നമ്മൾ ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യമായി ഹജ്ജിന് ഇഹ്റാം കെട്ടുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നവൈതു അൽ ഹജ്ജ വ ഹറംതു ബിഹി എന്നും പറഞ്ഞിട്ട് നിയ്യത്ത് വെക്കലാണ് ഹജ്ജിന്റെ ഇഹ്റാം എന്ന് പറഞ്ഞാൽ. ഉടനെ നമ്മൾ തൽബിയത്ത് നടത്തണം. ലബ്ബൈക അല്ലാഹുമ്മ ബി ഹജ്ജത്തിൻ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യണം. നമ്മൾ അറമ് താമസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ശരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ മുറ്റത്തുനിന്ന് ആ വാതിലിന്റെ അവിടെ നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത്. ഇഹ്റാം ചെയ്തൊക്കെ ശുദ്ധിയായിട്ട് നമ്മളിനിങ്ങനെ അടുത്ത കർമ്മങ്ങളിലേക്ക് ഇങ്ങനെ പോവുകയാണ്. നമ്മൾ മക്കത്ത് തന്നെ ഉള്ള ആളുകളാവുന്നതുകൊണ്ട് ഖുദൂമിന്റെ തവാഫ് നമുക്ക് ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഖുദൂമിന്റെ തവാഫ് കാരണം എന്താ? മക്കയിലേക്ക് ചെല്ലുന്ന ആൾ ചെയ്യേണ്ട ഒരു തവാഫാണ്. അത് നമുക്കുണ്ടാവില്ല. പിന്നെ നമ്മുടെ മുമ്പിലുള്ള പരിപാടി എന്താണ്? ആകെയുള്ളത് ഇനി ഇഫാദത്തിന്റെ തവാഫാണ്. അത് ദുൽഹജ്ജ് 10 അന്ന് നമ്മളെ മുടിയൊക്കെ നീക്കിയിട്ട് ചെയ്യേണ്ട പരിപാടിയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടി, നേരെ ഇഹ്റാമൊക്കെ ചെയ്തിട്ട് നമ്മൾ സുബഹിയുടെ മുന്നെയോ സുബഹിയോട് കൂടെയൊക്കെ നമ്മുടെ ആളുകൾ വരും, നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ വരും, നമ്മളെ വണ്ടി കയറ്റിയിട്ട് അങ്ങനെ മിനയിലേക്ക് കൊണ്ടുപോകും. ഇനി 3-4 ദിവസം നമ്മൾ മിനയിലാണ്. നമ്മളെല്ലാവരും സമന്മാരാണെന്ന് ബോധ്യപ്പെടുന്ന ഒരു പ്രത്യേകമായ സന്ദർഭമാണ്. ചെറിയ ചെറിയ സൗകര്യത്തിൽ ഇങ്ങനെ കിടക്കേണ്ടി വരും. നമ്മൾ ചെല്ലോളം ആ സ്പോഞ്ചിന്റെ ബെഡ് ഇങ്ങനെ വേറെ വേറെ ആയിരിക്കും. നമ്മൾ പോരുന്ന 1-2 ദിവസം കഴിയുമ്പോഴത്തേന് ഇതൊക്കെ ഒന്നായി മാറിയിട്ടുണ്ടാവും. കാരണം നീളം കൂടിയിട്ടൊന്നും അതിന്റെ മേലെ കയറിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങോട്ട് കാല് വെക്കുമ്പോ തൊട്ടും ഇപ്പുറത്ത് കാലൊന്ന് നല്ലോണം അങ്ങനെ ലാവിഷായി ഉറങ്ങി ശീലിച്ച ആളൊക്കെ ഒന്ന് കാലുങ്ങട് ദീർഘമായി ഒന്ന് ഉഷാറിലിട്ട് വെച്ചാൽ മറ്റേ മേലെ തൊട്ടും. പിന്നെ ചാർജർ കാണാതാവും. പുതിയ കാലത്ത് ഇന്റെ ചാർജർ ഇതാണെന്ന് പറഞ്ഞ് തർക്കണ്ടാവും. ചാർജറൊക്കെ കൊണ്ടുപോകുന്ന ആളുകൾ പേരെഴുതുക നന്നായിട്ട്. എന്നിട്ട് അടയാളം ശരിയിട്ടാലൊന്നും പോരാ, അതേ ശരി 4 ആളിട്ട് വന്നാൽ എന്ത് ചെയ്യാം? ചിലപ്പോൾ കണ്ടല്ല ഈ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്ന ഈ ബാഗും ഒരു പച്ചത്തുണി ചുവപ്പ് തുണിയൊക്കെ കെട്ടിത്തൂക്കും, ലക്ഷദ്വീപിലെ കോഴിയാളെ മാതിരി. പിന്നെ അവിടെ ഇറങ്ങി വട്ടം ചുറ്റി ഇങ്ങനെ സാധനം വരുമ്പോഴായിരിക്കും കുറേ ചോദ്യത്തുള്ളിയുള്ളത് ഉണ്ടാവും. ഇനിയിപ്പോൾ ഏതാ പിടിക്കുക? അത് വരാതിരിക്കാൻ പേരൊക്കെ എഴുതി തന്നെ കൊണ്ടുപോവുക. ഒരു തർക്കം അവിടെ ഉണ്ടാവരുത്. സാധാരണഗതിയിൽ ഈ സുബയുടെ മുന്നൊക്കെ അവർ കയറ്റും. പരമാവധി ഒഴിഞ്ഞിട്ട് സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി. എന്താ വെച്ചാൽ ചിലപ്പോൾ ആ വഴി അങ്ങനെ ബ്ലോക്കായി നമ്മളെ വണ്ടി മിനയിലെത്തുമ്പോഴേക്ക് സുബഹി ഖളായിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വണ്ടി അടക്ക് നിർത്തുന്ന ഒരു സ്വഭാവം അവർക്കില്ല. ഞങ്ങൾ നിസ്കരിക്കാണ്ട് മൂത്രയിക്കാൻ മുട്ടും. ഇതൊന്നും അവർക്ക് ബാധകമൊന്നുമല്ല. അവർ ചിലപ്പോൾ മുത്തവഫിന്റെ ആളുകൾ വണ്ടി വാതിലടച്ചിട്ട് പിന്നെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും. അവിടെ പോയിട്ട് അവരെ ആളുകളാണത് പൊട്ടിക്കുക. ഇടക്കാരും ഷോർട്ടായിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ മിനായിലെത്തും ഇൻഷാ അല്ലാഹ്. മിനായിലെ നമ്മൾ അറഫയുടെ രാവ് നമ്മൾ പിറ്റേ ദിവസം ദുൽഹജ്ജ് 7-ന് 8-നൊക്കെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ദുൽഹജ്ജ് 9 നമ്മുടെ അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞ സാധനം അതാണ് യഥാർത്ഥത്തിൽ. അതിൻ്റെ മുന്നേ അറഫയിലേക്ക് പോകാൻ നമ്മൾ മിനയിലായിരിക്കും. അന്ന് രാത്രി അവിടെ മിനയിൽ കൂടൽ സുന്നത്താണ്, അത് വാജിബല്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ മുസ്ദലിഫയിലേക്ക് നീങ്ങും. അവിടെ ശരിക്കും അറഫയിലേക്ക് നമ്മൾ ദുൽഹജ്ജ് 9-ന് എത്തേണ്ടത് ളുഹറിനോട് കൂടെയാണ്. പക്ഷെ അതൊന്നുമല്ല ഇപ്പോഴത്തെ പ്രായോഗികമായ രീതി. നമ്മളെ മുത്തവഫിൻ്റെ സൗകര്യപ്രകാരം, ഉദ്യോഗസ്ഥന്മാരുടെ സൗകര്യപ്രകാരം അവർ കൊണ്ടുപോകും. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഇനി നടക്കാൻ പോണത്. ദുൽഹജ്ജ് 9-ന് നമ്മൾ അറഫയിലെത്തുകയാണ്. അറഫയിൽ ഉച്ചൻ്റെ ശേഷം രാത്രി നേരം വെളുക്കോളൊക്കെ നിൽക്കാൻ നമുക്ക് സൗകര്യമുണ്ട്. രാത്രിയെയും പകലിനെയും ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. എന്ന് വെച്ചാൽ നമ്മൾ ദൂർക്കെത്തുന്നു, നമ്മുടെ ടെൻ്റൊക്കെ കണ്ടുപിടിച്ച് നമ്മുടെ അമീർമാർ പറഞ്ഞു തരും. അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാകും. കാര്യമായിട്ട് ഭക്ഷണമൊന്നുമല്ല പ്രധാനം നമ്മൾ പറയണം. അന്ന് മാലാഖമാർ ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോക മുഅ്മിനീങ്ങളൊക്കെ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നോമ്പിലാണ്. ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് കിട്ടിയ ഭാഗ്യത്തെക്കുറിച്ച് ഓർക്കുക. പ്രത്യേകിച്ച് മഗ്‌രിബിൻ്റെ മുമ്പൊക്കെ
പൊട്ടിക്കരഞ്ഞിട്ട് ദ്വാരക്കുക. വലിയ വലിയ ഉസ്താദുമാരുണ്ടാവും, അവരുടെ ദ്വയിൽ പലരും കൂടുന്നുണ്ടാവും, അവിടെയൊക്കെ പരമാവധി കൂടിക്കൊടുക്കുക. അറഫയിൽ ചെല്ലേണ്ട പ്രത്യേകമായ ദിക്ർ നമ്മുടെ പുസ്തകത്തിലൊക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നന്നായിട്ട് മനസ്സറിഞ്ഞത് ചൊല്ലുക, പരമാവധി ഖുർആനൊത്ത് വർദ്ധിപ്പിക്കുക. ഇതൊക്കെ കഴിഞ്ഞ് മഗ്‌രിബിയുടെ ശേഷം മഗ്‌രിബിസ്കാരം കൂടി അവിടുന്ന് നിർവഹിക്കുക. എന്നാൽ രാത്രിയും പകലും ഒത്തു. രാത്രിയും പകലും ഒക്കൽ നിർബന്ധമല്ല, രാത്രിയും പകലും കൂടെ അവിടെ നിൽക്കൽ സുന്നത്താണ്. അത് കഴിഞ്ഞ് മുസ്ദലിഫയിലേക്കുള്ള യാത്ര ഞാൻ നേരത്തെ പറഞ്ഞു 6 കിലോമീറ്ററാണ് ഉണ്ടാവുക. പക്ഷെ 4 മണിക്കൂറൊക്കെ ചിലപ്പോൾ എടുക്കും. ആരോഗ്യമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ വേഗം നടക്കുകയാണ് നല്ലത്. എന്നാൽ പോണ വഴിയിലൊക്കെ ബാത്റൂമിൻ്റെ സൗകര്യമുണ്ട്, നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്, ഭക്ഷണം വാങ്ങാനും കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാവും. ബസ്സിൽ കയറിയിട്ട് 4 മണിക്കൂർ കൊണ്ട് ബസ് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ എത്ര മൂത്രയ്ക്കാൻ മുട്ടിയാലും അതിലൂടെ ഒഴിക്കുക എന്നല്ലാതെ ബസ് തുറന്നിട്ട് പുറത്തിറങ്ങിയിട്ട് മൂത്രയ്ക്കാൻ കഴിയില്ല. മുസ്ദലിഫയിലേക്ക് എത്തേണ്ടത് അർദ്ധരാത്രിയാണല്ലോ. അപ്പോൾ അതുവരെ നമുക്ക് സമയമുണ്ട്. പതിയെ പതിയെ ഇങ്ങനെ നടന്നാൽ മതി, ദിക്റും സലാത്തുമായിട്ട് അങ്ങനെ നടന്നാൽ മതി. എവിടെയെങ്കിലും ഒരു നല്ല സന്ദർഭം കാണുമ്പോൾ നമുക്ക് ചായ അടിക്കാനൊക്കെ ഉള്ള സൗകര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി കഴിക്കാം. പിന്നെ അപ്പുറത്ത് ബാത്റൂം ഉണ്ടാവും, നന്നായിട്ട് നമ്മുടെ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഇത്തിരി നേരം വിശ്രമിക്കാം. എന്നിട്ടൊക്കെ നടന്നാലും നമ്മൾ മുസ്ദലിഫയിൽ എത്തുമ്പോൾ ഒരു വലിയ സമുദ്രം പോലെ മനുഷ്യരിങ്ങനെ നിരന്ന് കിടക്കുകയായിരിക്കും. പ്രാർത്ഥന മറക്കരുത്, ഹജ്ജിലാണെന്നുള്ള ബോധം വിട്ടുപോകരുത്. അങ്ങനെ മുസ്ദലിഫയിൽ ആർപ്പാർത്തതിന് ശേഷം നമ്മൾ പിന്നെ പോവാണ് ജംറത്തുൽ അഖബയിലേക്ക് കല്ലെറിയാൻ. ആദ്യത്തെ ഏറ് നമ്മൾ ഈ മുസ്ദലിഫയിൽ നിന്ന് പോകുന്ന അന്ന് തന്നെ നേരെ അങ്ങോട്ട് മിനയിലേക്ക് പോയിട്ട് ഇത് കല്ലെറിഞ്ഞതിന് ശേഷം നമ്മുടെ ടെന്റിലേക്ക് മടങ്ങി വരലാണ് പ്രായോഗിക രീതി. അമീർമാരൊക്കെ അത് പറഞ്ഞു തരും. ഇത്തിരി നടക്കാണ്ട് അവിടെയും നടക്കലാണ് ഏറ്റവും നല്ലത്. നേരം വെളുത്താവുമ്പോഴേക്കും അവിടെ എത്തുക. വഴിയിൽ നിന്നൊക്കെ സുബഹിസ്കരിക്കൽ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ വെള്ളത്തിനുള്ള സംവിധാനങ്ങളും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. കുറച്ച് പള്ളികളൊക്കെ ഉണ്ട്, അത് പല കാരണങ്ങളാൽ അവർ അടച്ചിട്ടിട്ടുണ്ടാവും. സുബയുടെ കാര്യം മറക്കരുത്. അല്ലെങ്കിൽ സുബഹി നിസ്കരിച്ചിട്ട് അവിടുന്ന് പോന്നാൽ മതി, അവിടുന്ന് മുസ്ദലിഫയിൽ നിന്ന് പോന്നാൽ മതി. അങ്ങനെ നമ്മൾ ജംറത്തുൽ അഖബയിൽ കല്ലേറ് നടത്തുന്നു. പിന്നെ മടങ്ങി നമ്മുടെ ടെന്റിലേക്ക് എത്തുന്നു. അടുത്തടുത്താണ് സംഭവം, പക്ഷെ ചിലപ്പോൾ ഉച്ചയാകുകളൊക്കെ നടന്ന് ടെന്റിൽ എത്തിച്ചേരുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് 3 ദിവസത്തെ മിനയിലെ രാപ്പാർക്കലാണ്. പിന്നെ 3 ജംറയിലുള്ള കല്ലേറുമാണ്. നമ്മൾ ആദ്യത്തെ ജംറത്തുൽ അഖബയിൽ കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തലമുടി നീക്കാൻ പറ്റും. അങ്ങനെ വന്നാൽ നമുക്ക് പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ തഹല്ലുലായി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ നമുക്ക് സുഗന്ധം ഉപയോഗിക്കാം, പുരുഷന്മാർക്ക് ഫാൻസ് ഇടാം, അവർക്ക് ഇന്നർ വെയർ ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. ഇനി ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഭാഗമാവുന്ന ഇഫാദത്തിന്റെ തവാഫുണ്ട്. ആ ഇഫാദത്തിന്റെ തവാഫിന് നമുക്ക് ടെന്റിലൊക്കെ എത്തി ഒന്ന് കുളിച്ചൊക്കെ വൃത്തിയായി ഭക്ഷണമൊക്കെ കഴിച്ച് ഫ്രീ ആയിട്ട് അന്ന് തന്നെ പോയിട്ട് നിർവഹിക്കുകയാണ് വേണ്ടത്. ശരിക്ക് ദുൽഹജ്ജ് 13 വരെ സമയമുണ്ട്. ആ ഇഫാദത്തിന്റെ തവാഫ്, ഇഫാദത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഒഴുക്ക് എന്നാണ്, അതൊരു ഒഴുക്കാണ്. ഇഫാദത്തിന്റെ തവാഫിന് ശേഷം നമ്മൾ ഹജ്ജിന്റെ സഅയ് ചെയ്യണം. ഇവിടെ നമ്മൾ നേരത്തെ ചിലപ്പോൾ ദുൽഹജ്ജ് 3-ന് 4-നൊക്കെ ഇവിടുന്ന് ഫ്ലൈറ്റ് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ ഹജ്ജിന്റെ ഇറാൻ കെട്ടിപ്പോകാം. എന്നാൽ ചെന്ന ഉടനെ നമുക്ക് ഖുദൂമിന്റെ തവാഫ് നടത്താം. ഖുദൂമിന്റെ തവാഫിന്റെ ശേഷം തന്നെ സഅയ്, ഹജ്ജിന്റെ സഅയ് നടത്താൻ പറ്റും. അത് വലിയൊരു സൗകര്യമാണ്. എന്താ വെച്ചാൽ നമ്മൾ അറഫയിലും മുസ്ദലിഫയിലും ഒക്കെ നിന്നിട്ടുള്ള വരവിന് ശേഷം പരമാവധി താഴ്വാന്മാരായിട്ടുണ്ടാവും. പിന്നെ ഇഫാദത്തിന്റെ തവാഫും കഴിഞ്ഞിട്ട് പിന്നെ സഅയും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ബാധിക്കും. അപ്പൊ ഏറ്റവും നല്ലൊരു രീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് തന്നെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും പറ്റൂല. ദുൽഹജ്ജ് ഏകദേശം ഫസ്റ്റ് ആയാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്യാൻ പറഞ്ഞു ഷവ്വാൽ അവ്വൽ മുതൽ തന്നെ നമുക്ക് ഹജ്ജിന് കയറാൻ കിട്ടാം. പക്ഷെ കുറച്ചു കാലം സൂക്ഷിച്ച് നിൽക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഖുദൂമിന്റെ തവാഫിന്റെ ശേഷം സഅയ് എന്തായാലും തവാഫിന്റെ ശേഷം ഉണ്ടാവുള്ളൂ. ഒരു സ്വതന്ത്രമായൊരു ഭാഗത്തല്ല സഅയ്. മീൻസ് നമ്മൾക്കിപ്പോ കാബിന്റെ അടുത്തെത്തിയാൽ സ്വതന്ത്രമായിട്ട് ഞാൻ തവാഫ് ചെയ്യുന്നു പറഞ്ഞ് തവാഫ് ചെയ്യാം ഒന്നെടുത്തിട്ട്. നേരെ വെച്ച് മസ്അയിലെത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ സഅയ് എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഹജ്ജിന്റെ ഉംറന്റെ ഭാഗമായിട്ട് എന്തുള്ളൂ? സഅയ് ഉള്ളൂ, സ്വതന്ത്രമായിട്ട് സഅയ് ഇല്ല. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഇഫാദത്തിന്റെ തവാഫിന് ശേഷം വേണം, അല്ലെങ്കിൽ നമ്മൾ ഖുദൂമിന്റെ തവാഫിന്റെ ശേഷമാണ്. എന്തായാലും തവാഫിന്റെ ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? സഅയ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് തന്നെ നമ്മൾ ഹജ്ജിന് കയറാൻ കെട്ടിയൊക്കെ പോയ ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഖുദൂമിന്റെ തവാഫിന്റെ ശേഷം സഅയ് നിർവഹിക്കാൻ പറ്റും. അത് വലിയൊരു സൗകര്യമാണ്. എന്നല്ല അതിന് പുണ്യം കൂടുതലുണ്ട് എന്ന് ചില മസാലകളുണ്ട്. ഈ സഅയും കഴിഞ്ഞതിന് ശേഷം
നമ്മൾ 3 ദിവസത്തെ കല്ലേറൊക്കെ കഴിഞ്ഞ് പൂർണ്ണമായി തഹല്ലുലായി. 2ാമത്തെ ദിവസത്തെ കല്ലേറ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടുന്ന് പോരാം. അങ്ങനെയാണെങ്കിൽ അന്നത്തെ രാത്രിയുള്ള മിനയിലെ പാർക്കലും പിറ്റേ ദിവസത്തുള്ള കല്ലേറും ഒഴിവാകും. നമുക്ക് ഇത് ചെയ്യൊന്നും വേണ്ട, പ്രത്യേകം ആടിനറുക്ക പോലത്തെ പരിപാടികളൊന്നും വേണ്ട. പക്ഷെ പോന്നിരിക്കണം, പോന്നിട്ട് അവിടെ തന്നെ തിരിഞ്ഞളിക്കാൻ പറ്റും. നമ്മൾ മീഖാത്തിൽ നിന്നല്ല ഇറാൻ കെട്ടുന്നതെങ്കിൽ ആടിനറവ് നിർബന്ധമാണ്. അപ്പോൾ സാധാരണഗതിയിൽ പ്രൈവറ്റുകാരൊക്കെ ആദ്യം മക്കത്ത് പോകും. അവർ ഉംറയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ മദീനയിലേക്ക് സിയാറത്തിന് പോകും. പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോൾ ജിദ്ദയിൽ നിന്ന് വരുന്ന ഭാഗത്തുനിന്ന് അവർ ഇറാൻ കെട്ടും. അത് മീഖാത്തിൽ നിന്ന് തന്നെ ഇറാൻ കെട്ടുന്ന രീതി ആയതുകൊണ്ട് നമുക്ക് പിന്നെ ഈ അറവ് പോലത്തെ സംഗതികളൊന്നും ഉണ്ടാവില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മക്കത്ത് തന്നെ നിൽക്കുന്ന സമയത്ത് ത്വായിഫ് ഭാഗത്തേക്ക് പോയിട്ട് അവിടുന്ന് ഇറാൻ കെട്ടിയിട്ട് പോരണം. അത് ചിലപ്പോഴൊക്കെ നടക്കും. അതിനായിട്ട് ടീമുണ്ടാവും, പല ആളുകളെയും നമുക്ക് കാണാൻ പരിചയപ്പെടാം. അവരങ്ങനെ കൊണ്ടുപോകുന്ന വണ്ടിയൊക്കെ ഉണ്ടാവും. ചില സമയത്ത് പോലീസ് അത് ബാൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെയാണ് നമ്മളത് കെട്ടുന്നതെന്നുണ്ടെങ്കിൽ പല ഘട്ടങ്ങളിലായിട്ട് ഇത് കൊടുക്കേണ്ടതുണ്ട്, അറവ് നടത്തേണ്ടതുണ്ട്. ഇനി ഒരു കുഴപ്പമുണ്ടായിട്ടില്ലെങ്കിലും ഒരറവ് നടത്തി പോരൽ വലിയ പുണ്യാണ്. ഹജ്ജിന് പോയ ആളുകൾ അറവിനും കൂടെയുള്ള പൈസ കണ്ടെത്തുക, എന്നിട്ടൊരു അറവ് നടത്തി പോരൽ ഏറ്റവും ശ്രേഷ്ഠമായൊരു പുണ്യാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്യേണ്ട ഒരു പരിപാടിയുണ്ട്, അതാണ് വിദാഇന്റെ തവാഫ്. അത് നിർബന്ധമാണ്. ഹയലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ സ്ത്രീക്ക് അത് നിർബന്ധമല്ല. നമ്മൾ മറന്നു പോന്നു, എന്നാലും ജമ്മു കസറു ആക്കേണ്ടതിന്റെ പരിധിയിൽ നമുക്ക് ഓർമ്മ വന്നാൽ മടങ്ങിപ്പോയിട്ട് തവാഫ് ചെയ്യണം. നമ്മൾ പോന്നു, 132 കിലോമീറ്റർ ആയിട്ടില്ല, അതിൻ്റെ ഇടയ്ക്ക് ഓർമ്മ വന്നു വിദാഇന്റെ തവാഫ് ചെയ്തിട്ടില്ലല്ലോ. എന്നാൽ പോയിട്ട് എന്ത് ചെയ്യണം? തവാഫ് ചെയ്യണം. നമ്മുടെ കൂട്ടുകാർ ഒറ്റപ്പെടും, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്താൽ അപ്പം മസല വേറെ വരും. എന്തായാലും വിദാഇന്റെ തവാഫ് വാജിബാണ്. ഖുദൂമിന്റെ തവാഫ് സുന്നത്തേ ഉള്ളൂ. ഖുദൂമിന്റെ തവാഫ് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെല്ലുമ്പോൾ ഉള്ളത്. വിദാഇന്റെ തവാഫ് പറയുമ്പോഴോ കഅബയിൽ നിന്ന് യാത്ര പറയുമ്പോൾ ഉള്ളത്. തവാഫൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു കരച്ചിൽ. അത് ഉസ്താദ് കരയാൻ നിന്നിട്ട് നമ്മൾ ആമീൻ പറയാൻ നിൽക്കല്ല. നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് റബ്ബ് വലിയൊരു നിഅമത്ത് തന്നിട്ട് അത് ആസ്വദിച്ചിട്ട് നമ്മൾ പോരാണ്. ഇനി അവിടെ നിൽക്കണില്ല. നമ്മൾ ഒന്നെങ്കിൽ മദീനയിലേക്ക്, അല്ലെങ്കിൽ നേരെ ജിദ്ദ വഴിയോ മറ്റോ നമ്മുടെ നാട്ടിലേക്ക്. പടച്ചോനെ ഇനിയും വരാനുള്ള തൗഫീഖ് കിട്ടണേ പറഞ്ഞ് പൊട്ടണം. നമ്മുടെ മക്കളും നമ്മുടെ ബന്ധുമിത്രാദികളും നല്ലവരാവണേ എന്ന് പറഞ്ഞ് ദ്വാരക്കണം. ഒരിക്കലും നമ്മുടെ കുട്ടിയെ കുറിച്ചൊരു ഫോണ് വന്നിട്ട് നമ്മുടെ കണ്ണ് നനയരുത് എന്ന് പറഞ്ഞ് ദ്വാരക്കണം. പുതിയ കാലത്ത് അങ്ങനെയാണ്. വിശ്വാസം മാറിക്കൊണ്ടിരിക്കുക, ആദർശം മാറിക്കൊണ്ടിരിക്കുക. ബിദ്അത്തിലേക്ക് പോകാൻ താല്പര്യം കൂടുക. കാരണം അതൊരു താന്തോന്നിത്ത ജീവിതമാണ്, അതിനെല്ലാവർക്കും താല്പര്യമാണ്. പൊട്ടിക്കരയണം നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, എല്ലാം പറഞ്ഞിട്ട് കഴുകി മനസ്സും കണ്ണൊക്കെ നനച്ച് സലാം പറഞ്ഞ് കഅബയോട് വിട പറഞ്ഞ് പോരണം. അതോടുകൂടെ നമ്മളൊരു പുതിയ മനുഷ്യനാവണം. ഈ ഹജ്ജ് സ്വീകരിച്ചോ ഉംറ സ്വീകരിച്ചോ എന്നുള്ളതിന് പണ്ഡിതന്മാർ ഇയാലും ഇതിൽ തന്നെ മൗന ഗസാലി തങ്ങളുണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വായിക്കാൻ നമുക്ക് സമയമല്ല. പറയുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ, മുന്നുള്ള ജീവിതവും പിന്നുള്ള ജീവിതവും തികച്ചും വ്യത്യസ്തമായാൽ അള്ളാഹു ഹജ്ജ് സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. മുമ്പ് ഓകാലത്തും വരുന്ന നാള് പിന്നെ പള്ളിക്ക് ദിക്റൽക്കയിലും മദറത്തുൽ ബദരിയിലും ആയിരിക്കണത്. അത് സ്വീകരിച്ചു എന്നതിൻ്റെ അർത്ഥം. മുമ്പ് ഭാര്യനോട് കയർത്ത് സംസാരിച്ചിരുന്ന ആൾ ഉംറ കഴിഞ്ഞോടുകൂടെ നല്ല സോഫ്റ്റ് ആവുന്നു. പണ്ട് ജമാഅത്തിന് പള്ളിയിൽ പോകാത്ത ആൾ ഉംറയും ഹജ്ജും കഴിഞ്ഞതിന് ശേഷം ജമാഅത്തിന് കൂടുന്നു. സാമൂഹ്യ പ്രവർത്തനത്തിനൊക്കെ ഉണ്ട്, റബീഉൽ അവ്വലിന്റെ പരിപാടിക്കൊക്കെ ഉണ്ട്. അതുവരെയുള്ള മനുഷ്യനല്ല, ടോട്ടലി മൂപ്പര് മാറിയിട്ടുണ്ട്. ഹജ്ജ് സ്വീകരിച്ചു, ഉംറ സ്വീകരിച്ചു. മുമ്പ് പോയപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ വന്നപ്പോൾ അതിലേറെ കുറച്ച് കുഴപ്പം. അവിടുന്ന് തന്നെ കുറ്റം പറയാം. മോൻ പൈസ എന്നപ്പോൾ ഞാൻ ഒരു പോരല് പോകുന്നു, ഇത്ര ഇടങ്ങാറാന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വരൂലായിരുന്നു എന്നൊക്കെ അവിടുന്ന് തന്നെ പറയാം. ഹജ്ജ് എന്ന് പറഞ്ഞ പരിപാടി ഇല്ലെന്ന് മനസ്സിലാക്കാം. ആ പൈസ ആണ് പോയി കിട്ടിയെന്ന് മനസ്സിലാക്കാം. മോന് പൈസ എന്നപ്പോൾ ഞാൻ പോകുന്നു, ഇജ്ജോതി ഇടങ്ങാറാന്നുണ്ടെങ്കിൽ ഞാൻ പോരൂലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഇടങ്ങേർക്കാണ് പോണത്. ഏസി ഇല്ലാത്ത പ്രതലത്തിൽ ഹജ്ജ് ചെയ്ത കാലത്തെ കുറിച്ച് ആലോചിക്കൂ. കാലിന്റെ അടി ചുട്ടുപൊള്ളണ അക്കാലത്ത് ഹജ്ജ് ചെയ്തതിനെ പറ്റി ആലോചിക്കൂ. ഇപ്പൊ മാർബിൾ ചൂടാവില്ല, അവിടുത്തെയും മദീനയിലെയും മാർബിൾ ചൂടാവില്ല. ഇൻഷാ അല്ലാഹ് ഹജ്ജൊക്കെ നിർവഹിച്ചു, നല്ല സന്തോഷത്തിലാണ് നമ്മൾ. ഇനി അള്ളാഹിന്റെ റസൂലിന്റെ അടുത്തേക്ക് പോകുന്നു, സലാം പറയുന്നു. പരമാവധിക്കപ്പുറം അവിടെ വെച്ച് നമുക്ക് ചെയ്യാവുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. ആ ഹറമിന്റെ പുണ്യവും സമ്പൂർണ്ണമായി നേടിയിട്ട് നല്ല ആത്മസംതൃപ്തിയോടുകൂടി അള്ളാഹിന്റെ റസൂൽ ഒരു പറഞ്ഞ യൗമ വലദതുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ചപ്പോ എത്രമേൽ വിശുദ്ധായിരുന്നു. ഒരു കുഞ്ഞു കുട്ടി ആലോചിച്ച് നോക്കൂ, ഒരു തെറ്റും ചെയ്തിട്ടില്ല. എത്ര നിഷ്കപടമായ ഹൃദയം, അഹന്തല്ല, അസൂയല്ല, ആരോടും വിദ്വേഷമല്ല, കുശുമ്പില്ല, കുനുട്ടില്ല. ആർക്ക് എന്ത് നന്മ കിട്ടിയാലും ആ കുട്ടിക്ക് യാതൊരു വിധ പ്രശ്നവുമില്ല. ആ വിധത്തിലേക്ക് നമ്മൾ മാറണം, ആ വിശുദ്ധി തുടരണം. ഹജ്ജ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു
ടൂറല്ല. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ബോധിപ്പിക്കാനുള്ള ഒരു യാത്രയുമല്ല, നമ്മൾ സമൂലം മാറാനുള്ള ഏറ്റവും പ്രായോഗികമായ ഒരു ആരാധനയാണ്. അതുകൊണ്ട് ഇമാം ഗസാലി തങ്ങൾ പറയുന്നത് അത് മുഴുവനും ഇത്തിബാഅാണെന്ന്. റസൂലുള്ളാഹി എങ്ങനെ പറഞ്ഞു അങ്ങനെ തന്നെ. അതായത് അതിൽ വലിയ യുക്തിയൊന്നുമില്ല, നമുക്ക് ആലോചിച്ച യുക്തിയൊന്നും കിട്ടൂല. നോമ്പിന്റെ ആരോഗ്യമാണെങ്കിൽ യുക്തിയായിട്ട് നമുക്ക് പറയാം. സക്കാത്ത് കൊടുക്കുമ്പോൾ അതിന്റെ സാമൂഹിക വശം ഒരു യുക്തിയായിട്ട് നമുക്ക് പറയാം. കുറെ ആളുകൾക്ക് ഉപകാരം കിട്ടുമല്ലോ. നിസ്കരിക്കുമ്പോൾ നമുക്ക് തന്നെ കുറേ ആരോഗ്യ ഗുണങ്ങളുണ്ടാവും. ശീർഷാസനത്തെക്കാളൊക്കെ ആരോഗ്യപരമായ ഗുണമാണ് നമ്മുടെ സുജൂദ് എന്നാണ് പറയുന്നത്. ഹജ്ജിൽ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു കാണിച്ചു അങ്ങനെ തന്നെ. ഖുദൂ അന്നീ മനാസിക്കക്കും, നിങ്ങളുടെ ഹജ്ജും ഉംറയും എന്നിൽ നിന്ന് സ്വീകരിക്കാമെന്നും പറഞ്ഞ് അവിടുന്ന് കാണിച്ചു തന്നു. അതന്നെയാണ് ഇതിന്റെ മാനദണ്ഡം. പൂർണ്ണമായി തഅബ്ബുദിയ്യത്ത് ബോധ്യപ്പെട്ട് അള്ളാഹുവിന്റെ നിസാരരായ അടിമകളാണ് നമ്മൾ എന്നുള്ള ബോധ്യത്തിൽ അള്ളാഹുവിന്റെ ഭവനം മുത്തറസൂലിന്റെ വിശുദ്ധമായ മദീന ഷരീഫ് ഇടാൻ നമുക്ക് കഴിയണം. അவ்விധം സമ്പൂർണമായ ഹജ്ജ് ആവുമ്പോൾ അത് ഹജ്ജും മബ്റൂറാണ്, മഖബൂലാണ്. നമ്മുടെ ഹജ്ജിനെയും ഉംറയെയും മറ്റു കർമ്മങ്ങളെയും ഒക്കെ അള്ളാഹു സമ്പൂർണ്ണമായി സ്വീകരിക്കുമാറാവട്ടെ. നല്ല രീതിയിൽ തന്നെ പൂർണ്ണമായ ഇഖ്ലാസുൽ. നേരത്തെ ഞാൻ സുഫിയാൻ സൗരി തങ്ങളുടെ കഥ പറഞ്ഞു. തവാഫ് കഴിഞ്ഞു വരുവോളം ഇരുന്ന് കരന്നെയാണ്. അவ்விധം മനസ്സുങ്ങോട്ട് ക്ലിയർ ആവുന്ന രീതിയിൽ നമ്മുടെ മനാസിക്ക് നിർവഹിക്കാൻ പഠിച്ച റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് ഈ ക്ലാസ്സിൽ പങ്കെടുത്ത നമ്മുടെ സഹോദരന്മാർ അല്ലാഹു അവർക്കൊക്കെ നല്ല പുണ്യം നൽകുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.